Ladies and gentlemen. ഏത് മൂഡ് വേണ്ടല്ലോ. അതെന്താ ആ പാട്ടിന് എന്താണ് ഇത്ര ഹേറ്റ്? അത് നമ്മൾ ഓൾറെഡി നമ്മൾ ഇറക്കി കഴിഞ്ഞു. ആ പാട്ടിന് അത്ര ഹേറ്റ് വരുന്നു? അല്ലല്ല, ഓണം മൂഡ് നീ ഒരു എപ്പിസോഡ് നമ്മൾ തുടങ്ങിയല്ലോ. ഏത് മൂഡ് അതല്ലേ മറ്റേ പാട്ടുണ്ടല്ലേ ഇപ്പോഴത്തെ ഓണത്തിന്. അല്ല, ഓണത്തിന്റെ പാട്ട് എന്ന് പറയുമ്പോ ഒരു അങ്ങനെ തുടങ്ങി. അത് കഴിഞ്ഞ ഓണത്തിന്റെ ഏത് പാട്ടാണ് പാടിയത്? ഇതിലങ്ങ് പോയാ മതി. പറ്റില്ല. ഹാപ്പി ഓണം ഓൾ. ബിഗ് ബോസ് ഇവര് പ്ലാൻ ചെയ്ത് ഇവിടെ വന്ന് ഇരിക്കുകയാണ്. ബിഗ് ബോസ് എന്നെ ഇരിക്കാൻ സമ്മതിക്കുന്നില്ല. ബിഗ് ബോസ് ബിഗ് ബോസ് നമ്മൾ എന്ത് പറഞ്ഞാൽ ബിഗ് ബോസിലേക്ക് ക്യാമറ നോക്കിയൊക്കെ സംസാരിക്കുന്നുണ്ട്. സോ നാളെ ഓണം സ്റ്റാർട്ട് ചെയ്യുകയാണ്. നാളെ അല്ലേ ഓണം? എന്നാണ് ഇത് വരുമ്പോ? തിരുവോണം എന്നാണ്. 5-ാം തീയതി തിരുവോണം, നാളെ 4-ാം തീയതി ഓണം, ഒന്നാം ഓണം. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം. ഓക്കെ, ഇതിന്റെ വകയായിട്ടുള്ള ഓണാശംസകൾ എല്ലാവർക്കും. ഓണാശംസകൾ. എന്താണ് ഇപ്രാവശ്യത്തെ ഓണം പ്ലാൻ അനീസിക്ക? സിനിമകളെല്ലാം ഓണത്തിന് ഒരാഴ്ച മുന്നേ വന്നു, അതുകൊണ്ട് മൊത്തം കണ്ടു തീർത്തു. വന്നല്ലേ നേരത്തെ. പക്ഷെ അത് നൈസ് ആയിട്ടുള്ള ഡിസിഷൻ ആയിരുന്നു. കാരണം ഓണം വെക്കേഷൻ കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്തു. സോ ഫാമിലി മൂവീസ് വരെ ഉണ്ടായിരുന്നു ഇതിനകത്ത് ഈ സീസണിൽ. ഓണത്തിന് എന്തായാലും ഫാമിലി ഡ്രാമാസ് ഉണ്ടാവും, അതും ഉണ്ടായിരുന്നു. അതുകൊണ്ട് പ്രയർ റിലീസ് ചെയ്തു. അപ്പോഴത്തേക്ക് ഓണം പീക്ക് എത്തുമ്പോഴത്തേക്ക് റിലീസിന്റെ റിവ്യൂസ്, ഫസ്റ്റ് റിവ്യൂസ് ഒക്കെ അറിഞ്ഞ് ഞാൻ തരംതിരിഞ്ഞിരിക്കുക. ഇനി ആൾക്കാർക്ക് ഇടിച്ചു കയറി കണ്ടാൽ മാത്രം മതി. നീ അതൊന്ന് കുറച്ച് മൈക്ക് നേരം തിരിച്ച്. ഞാൻ എവിടെ സംസാരിച്ചാലും സൗണ്ട് കിട്ടുമെന്നാണ് പറയുന്നത്. ഞാൻ അതുകൊണ്ട് അപ്പുറത്ത് പോയി സംസാരിക്കാം. നോക്കട്ടെ. അങ്ങനെ അഖിലെ സൗണ്ട് ഓക്കെ അല്ലായിരുന്നോ? നേരത്തെ ഓക്കെ അല്ലായിരുന്നോ? ഇവനൊക്കെ എന്തറിയാം അഖിലെ. ഓണം മൂട് കളയാൻ പറ്റില്ല ജോണ. അപ്പോൾ ഓണത്തിന് നിങ്ങൾ സിനിമ കാണുന്നല്ലാതെ വേറെ പരിപാടി? എനിക്ക് സിനിമ കാണൽ മാത്രമേ ഉള്ളൂ. എൻ്റെ വീട്ടുകാര് ബാംഗ്ലൂരിലോട്ട് വരുന്നുണ്ട്, അതുകൊണ്ട് എൻ്റെ വീടൊക്കെ വൃത്തിയാക്കണം. അതാണ് ഓണത്തിനുള്ള പരിപാടി. ഈ ഷൂട്ട് കഴിഞ്ഞ ഉടനെ ദീപ് ഓടുന്നത് അച്ഛനെ ചെയ്യാൻ വേണ്ടിയാണ്. അതെ അതെ അതെ. അങ്ങനെ ഒരു സന്തോഷം ഇല്ലല്ലേ? സന്തോഷമുണ്ട്, ഉള്ളിന്റെ ഉള്ളിൽ സന്തോഷം. നീ മറ്റേ ആക്ടിങ് വർക്ക്ഷോപ്പിലൊക്കെ പോയതല്ലേ? സന്തോഷം പുറത്ത് കാണിച്ചിട്ട് ദുഃഖിക്കകത്ത്. നല്ലൊരു ഓണമായിരിക്കും. നല്ലൊരു ഓണമായിരിക്കും. വീട്ടുകാരൊക്കെ വരും, വൃത്തിയാക്കണം. എന്താ പരിപാടി ഓണത്തിന്? ഞാൻ വീട്ടിലിരുന്ന്, ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ബിരിയാണി ഉണ്ടാക്കി ഞാൻ കഴിക്കും. ചിക്കനോ ബീഫോ മട്ടണോ? കുമാരനാശാൻ നഗറിൽ നമ്മുടെ റിൻഷാന്റെ കൂടെ എന്നും ഉണ്ടായിരുന്ന അലക്സ് അവറാച്ചൻ ജോലി കിട്ടി പോവുകയാണ്. അലക്സ് എന്നാ ജോയിൻ ചെയ്യുന്നത്? അലക്സ് ഓഫർ ലെറ്റർ സൈൻ ചെയ്തു. ജോയിൻ ചെയ്യുന്നത് ഇമ്മീഡിയറ്റ് ജോയിനിങ് പറഞ്ഞിരിക്കുന്നത്. ഓണത്തിന് കാണും അലക്സ്? സാധ്യതയില്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എപ്പിസോഡിൽ പറയാറുള്ള അലക്സ് അവറാച്ചൻ. എന്റെ അലക്സ് റിൻഷാന്റെ അച്ഛനായിരുന്ന അലക്സ്, റിൻഷാന്റെ ഭാര്യയായിരുന്ന അലക്സ്. അങ്ങനെ അലക്സും ബ്രേക്കപ്പ് ആവുകയാണ്. നമ്മളെപ്പോഴും ഉണ്ട്. ഇത് പണ്ട് ദീപക് കഴിഞ്ഞ എപ്പിസോഡിൽ, കഴിഞ്ഞല്ലേ വരാൻ പോകുന്ന എപ്പിസോഡിൽ പറയുന്ന പോലെ, ഇത് രക്ഷപ്പെടാൻ വേണ്ടി, സർക്കിളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, റിൻഷാദിന്റെ ഇൻഫ്ലുവൻസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാണ്. ഒന്ന് ഓർത്തോക്ക. അതായത് കൊച്ചിയിൽ ആദ്യം വന്നത് അർഷദ്, ഞാൻ, റിൻഷാദ്. ഇത് കഴിഞ്ഞ് 4ാമത് വന്ന റിൻഷാദാണ്. ഇപ്പൊ റിൻഷാദ് മാത്രമായി, ബാക്കി എല്ലാരും പോയി. ആദ്യം വന്ന് ഞാനാണ്. ആദ്യം കൊച്ചിയിലോട്ട് വന്നത് ഞാന്, ആരിഫ്, ദില്ലു. അതിൽ ദില്ലു വന്നില്ല. അപ്പോൾ അവറാൻ മറ്റേ IELTS എഴുതാൻ വേണ്ടി അന്ന് 2021 വന്നതാണ്. അത് കഴിഞ്ഞിട്ട് അവറാൻ ഇതുവരെ പോയിട്ടില്ല, ഇപ്പോഴാണ് പോകണം. അത് കഴിഞ്ഞ് ഞാൻ, അവറാൻ, ആരിഫ് അയർലൻഡിൽ പോയപ്പോൾ അർഷദ് വന്നു. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് 2021 റിൻഷാദ് വന്നു. നിനക്കൊരു തമാശ കേൾക്കണ? ഇവരാ കാക്കനാട് താമസിച്ചായിരുന്ന വീട്ടില് ഞാൻ കൊച്ചിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന കാര്യം ആലോചിച്ചപ്പോ അന്ന് ഇവന്റെ അടുത്ത് പറഞ്ഞു, അല്ല കുഴപ്പമില്ല, അവിടെ റൂമിൽ ഒരാളുണ്ട് അലക്സ് എന്ന് പറഞ്ഞിട്ട്, ആള് കാനഡയ്ക്ക് അടുത്ത മാസം പോകും, അപ്പൊ നമുക്ക് ആ റൂമിൽ നമുക്ക് ഷെയർ ചെയ്യാം. 2021 പറയുന്നത്. ഇത് 2025 സെപ്റ്റംബർ. ആൾക്ക് ചെന്നൈ വരെ പോകാനേ പറ്റിയിട്ടുള്ളൂ. 4 വർഷം കഴിഞ്ഞിട്ട് കാനഡ പോയിട്ടില്ല. CC കാനഡ, ചെന്നൈ സിയിലെത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് അവസാനം റിൻഷാദ് ഇവിടെ കൊച്ചിയിൽ ഒറ്റയ്ക്കായി. പിന്നെ അർഷദും ഉണ്ട്. വേണ്ട, എനിക്ക് അവിടെ ആരും വേണ്ട, നിങ്ങൾ ആരും വരെ വേണ്ട. എനിക്ക് അതാണ് സത്യം പറഞ്ഞത്. എനിക്ക് ഒറ്റ ഞാനൊരു മൈൻഡ് സെറ്റിൽ ഞാൻ എത്തിയിട്ടുണ്ട്. ഞാൻ പ്രിഫർ ചെയ്യുന്നതാണ്. അതേപോലെ നിങ്ങളെ സഹിക്കുന്നത് 24/7 വേണ്ട. ഒരു 24x2 or 3 വരെ മാക്സിമം നിങ്ങളെ വീട്ടിൽ വന്നോളൂ. അത് കഴിഞ്ഞ് എനിക്ക് വീട് വേണം, എനിക്ക് മനസ്സമാനായിട്ട് ഇരിക്കണം, എനിക്ക് വേണ്ടുന്ന പോലെ കുക്കിംഗ് എക്സ്പെരിമെന്റ്സ് ചെയ്യണം, അതുപോലെ എനിക്ക് വേണ്ടുന്ന ഷോസ് കാണും. അങ്ങനെ
Guys, ഞങ്ങളെ പറ്റില്ല, ദീപകിനെ പറ്റിയാ പറയുന്നത് കേട്ടോ. ഞങ്ങളിതിലില്ല, നിങ്ങളെ കൂടെ ചേർത്താണ് ഞങ്ങളിതിലില്ല, ദീപകിനെ പറ്റിയാ പറയുന്നത്. ഈ വിറ്റിനെ ചേർത്താണ് ഞാൻ പറയുന്നത്, മനസ്സിലായോ? മഹാദേവൻ ഇത് കേട്ടാ മഹാദേവൻ നിന്നെ കാണാൻ വരത്തില്ല. ആരും വരണ്ട, ഞാൻ പിന്നെ സന്തോഷം. ഇനി വേറൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. ഞാനൊക്കെ ഇനി കൊച്ചി വരുമ്പോൾ എനിക്ക് പോകാനൊരു വീട്, ജോണിന്റെ ഭാര്യ കൊച്ചിയിലോട്ട് മാറിയിരിക്കുകയാണ്. ഈ ഓണം കഴിയുമ്പോൾ ഞാൻ ആലോചിക്കുന്നുണ്ട് കേട്ടോ, ഇനി എനിക്ക് റൂംമേറ്റ്സ് വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ജോണിന്റെ കൂടെ മൂവ് ചെയ്യും. ജോൺ, അപ്പൊ ഇത് മറുപടി നിന്നെ 24/7 എനിക്ക് നിന്നെ 1 മിനിറ്റ് മണിക്കൂറല്ല, 24 മിനിറ്റ്. അവിടെ നമുക്ക് വിറ്റിന് വേണ്ടി റൂം വേണ്ട. അങ്ങനെ വിറ്റണ്ട നീ. ഇനി വിറ്റിന്റെ ബേസ് കുമാരനാശൻ നഗറിൽ വേണ്ട, വിറ്റിന്റെ ബേസ് ഇനി അങ്ങ് പാലാരിവട്ടത്ത് മതി, മനസ്സിലായ? ഓണം കഴിയുന്നുള്ള മാറ്റം അതാണ്. നമ്മുടെ ബേസ് ഇനി പാലാരിവട്ടത്താണ്. ഇനി കുമാരനാശൻ നഗറിലോട്ട് ആരും വരണ്ട. അല്ലെങ്കിൽ ജോൺ, നിന്നോട് ഞാൻ അന്നേ പറഞ്ഞില്ലേ പോകരുത് പോകരുത് പോകരുതെന്ന്. അവര് നമ്മളെ പുച്ഛവാദി നിന്നോട് എത്ര ആണല്ലോ പറയുന്നടാ. ഇത് നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായില്ലേ? അവൻ നിഷ്കളങ്കനാണ്, അവനത് മനസ്സിലാവത്തില്ല. അയ്യോ അയ്യോ, ഞാൻ പറയാറുണ്ട്, ഇന്ന് രാവിലെ ഞാൻ പറയാറുണ്ട്, എഴുന്നേറ്റ് പോടാ. ഞാനും കൂടി ഇല്ലെങ്കിൽ ഇവൻ പണ്ടേ ആത്മഹത്യ ചെയ്തേനെ, നിനക്കറിയോ? അവറാജ് ഇടയ്ക്ക് പറയും, നീ വരുമ്പോഴാണ് റിൻഷായുടെ മുഖത്തൊരു സന്തോഷം കാണാറുള്ളത്. കള്ളം, പച്ചക്കള്ളം. അല്ലെങ്കിൽ റിൻഷ പണ്ടേക്ക് പണ്ട് ഫാനിമിന് ഇങ്ങനെ തോന്നി. ഓണം കഴിയുമ്പോ ശരിക്കും അതിന് തമാശ എന്താണെന്നറിയോ, ഇതൊരാൾ അറിയില്ല, അവറാൻ എഴുന്നേക്കണ്ടേ മരിച്ചടക്കണ്ട അറിയണമെങ്കിൽ. എന്താന്ന് അറിയത്തില്ല, വേസ്റ്റ് കൊണ്ടുപോകാ എന്തു പാടാ. എന്നിട്ട് നമ്മൾ ഷൂട്ടിന് വരുമ്പോഴായിരിക്കും അറിയുന്നത് റിൻഷ ഇല്ലെന്ന്. അങ്ങനെ എന്തെങ്കിലും തോന്നുവാണെങ്കിൽ അപ്പൊ തന്നെ ദീപകിനെ വിളിച്ചാൽ ദീപകിന്റെ തെറാപ്പിസ്റ്റ് നമ്പറുണ്ട്. ദീപകിന് അത്യാവശ്യം തെറാപ്പിയൊക്കെ അറിയാം. അപ്പൊ നീ അത് നിങ്ങൾക്ക് അടുത്ത എപ്പിസോഡിൽ വരും മനസ്സിലാവും ദീപകിന് എത്രത്തോളം തെറാപ്പി അറിയാന്നുള്ള കാര്യം. അപ്പൊ റിൻഷ, കോണ്ടാക്ട് ദീപക്. നീ ഒറ്റക്കല്ല, വി ഓൾ ആർ വിത്ത് യു. വേണ്ട, അതാണ് ഞാൻ പറഞ്ഞത്. എടുക്കാൻ പറ്റത്തില്ല, എങ്ങാനും കയറി തൂങ്ങിയല്ലേ ഉത്തരവാദിത്തം. എന്താവശ്യം ഉണ്ടെങ്കിലും വിറ്റും ഞങ്ങൾ എല്ലാവരും നിന്റെ കൂടെ തന്നെയുണ്ട്. എപ്പോഴും ഏത് പാതിരാത്രിക്കും ഒരു ഫോൺ കോൾ അപ്പുറം ഇല്ല. എന്താവശ്യത്തിനും സൂയിസൈഡ് ഹെൽപ്പ് ലൈൻ എന്ന് പറഞ്ഞൊരു നമ്പർ ഇല്ലേ, നാഷണൽ? അതൊക്കെ വർക്കാവോ? ഒന്ന് വെറുതെ വിളിച്ചു നോക്കി. എന്തിനിപ്പോഴോ വിളിച്ചിട്ട് അവരോട് തെറി വിളിക്കുന്നത് ഞാൻ കേൾക്കണം. വെറുതെ വിളിച്ചു നോക്കൂ. വിളിക്കട്ടെ, അറിയണല്ലോ. അവരെ ഡാറ്റയില് കയറ്റിയിടും. എന്നിട്ട് അടുത്ത പ്രാവശ്യത്തെ ഇത് വരുമ്പോ ഈ തവണ ആത്മഹത്യ പ്രേരണയുള്ള ആൾക്കാരിൽ ഞാൻ വരും. നിന്റെ ഫോണിൽ നിന്ന് വിളിച്ചു. അത് വേണ്ടാത്തോണ്ടല്ലേ. അപ്പൊ നമുക്ക് ഓണം. അപ്പൊ ഓണം നല്ല പോസിറ്റീവ് കാര്യങ്ങൾ പറഞ്ഞു. ജോൺ ജോയുടെ ഓണം എങ്ങനെയാന്ന് പറഞ്ഞില്ല. ജോൺ ജോക്ക് പറഞ്ഞ പോലെ വീട്ടിൽ ചെല്ലണം, കുറെ സാധനങ്ങൾ, പച്ചക്കറി മേടിക്കണം, പായസത്തിന്റെ സാധനങ്ങൾ മേടിക്കണം, സദ്യ ഉണ്ടാക്കണം. ഞാനല്ല, എന്റെ അമ്മ ഉണ്ടാക്കാറുണ്ടോ എല്ലാ വർഷവും? പിന്നെ അതെനിക്ക് അറിയാൻ പാടില്ല. എന്ത് കാര്യം ആ കാലത്ത് തുടങ്ങി ഉച്ചവരെ ഈ പണി തന്നെയാണ്. അമ്മയുടെ ലൈഫിൽ ഇത് സഭ സമ്മതിക്കൂ വേണ്ടേ? സഭയോട് ഞങ്ങൾ പള്ളീനെ ഒതുക്കില്ല. ഏതൊരു ടീച്ചർ അങ്ങനെ എന്താ വിളിച്ചു പറഞ്ഞല്ലോ അല്ലേ? ജനറലി അതർ റിലീജിയൻസിന്റെ ഫോളോ ചെയ്തത് തന്നെയാണ്. നമ്മള് കുറി തൊടാൻ ഇരുന്നതാ. ചന്ദനം മേടിച്ചപ്പോ കിട്ടിയില്ല, പിന്നെ മഞ്ഞള് നോക്കിയപ്പോ മഞ്ഞള് ഇവിടെ പറഞ്ഞ മറ്റേ സാധനം തരാന്ന്. ഏത് ഫൗണ്ടേഷൻ ഉണ്ടോ കുറി തൊടാൻ? നമ്മുടെ ക്യാമറമാൻ പായസം ഇനി അടുത്ത ഷോട്ടിൽ എല്ലാവർക്കും അവിടെ കിടന്ന് ഉറങ്ങല. എന്റെ അവിടെ ഈ പറഞ്ഞ പോലെ കട്ട് ചെയ്താ ഇല്ല പറഞ്ഞോ? അല്ല, ഞാൻ എന്റെ വീട്ടില് ഞാൻ ചെറുപ്പം മുതലേ ഓണം ആഘോഷമുണ്ട്. അത് സദ്യ ഉണ്ടാക്കലുണ്ട്, പായസം വെക്കലുണ്ട്. പായസം എനിക്ക് മസ്റ്റാണ്. പിന്നെ ഒരു സമയം വരെ എന്റെ അപ്പനൊക്കെ നല്ല ആക്റ്റീവായി കാര്യങ്ങൾ ചെയ്തിരുന്ന സമയം വരെ പൂക്കളം ഉണ്ടാക്കലുണ്ട്. എൻ്റെ ചെറുപ്പകാലത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ഉമ്മാൻ്റെ വീട്ടിൽ കസിൻസ് ഒക്കെ വന്ന സമയത്ത് അങ്ങനെ നമ്മൾ പൂ മേടിച്ചിട്ടല്ല, നമ്മൾ പറമ്പിൽ നടന്ന് ഇങ്ങനെ കുറച്ച് പറ്റുന്ന പോലെ പൂവൊക്കെ പറിച്ച് അങ്ങനെ ചെറിയൊരു പൂക്കളിട്ടതും നമ്മൾ വീട്ടിൽ തന്നെ ചെറിയൊരു സദ്യയൊക്കെ ചെയ്തതും അങ്ങനെയുള്ള 1-2 ചെറിയ ഓർമ്മകളുണ്ട്. പിന്നെ അല്ലാതെ അടുത്തറിയുന്നൊരു ഫാമിലി ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ട് ഓണസദ്യ ഉണ്ടതും അതൊക്കെ. എൻ്റെ അമ്മൂമ്മയുള്ള സമയത്ത് നമ്മളെല്ലാവരും വീട്ടിൽ വരുന്ന ഒരുമിക്കുന്ന കസിൻസൊക്കെ ഒരുമിക്കുന്ന ഒരു സമയം ഓണമാണ്. ഞങ്ങളുടെ പറഞ്ഞാല് കൂട്ടുകാർ ഇറങ്ങും ഈ സമയമാകുമ്പോ. ഉച്ചക്കാലത്തെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാരും ഇറങ്ങും.
പിന്നെ ഈ പറഞ്ഞ പോലെ ചില ചെണ്ടയൊക്കെ വാടകയ്ക്ക് എടുക്കും, നാട്ടുകാർക്ക് ശല്യം, വെറുതെ ഞങ്ങളുടെ പിന്നീത്തെ പറമ്പില്. അഖിൽ ക്യാമറയുടെ മുന്നിൽ കടന്നു വരുമോ? ഇതാണ് നമ്മുടെ അഖിൽ, ക്യാമറാമാൻ അഖിൽ. ഹാപ്പി ആണോ? ഹാപ്പി ആണോ അഖിൽ? മാർക്ക് ചെയ്ത് കിട്ടോ അവന്. അഖിലാണ് ഈ ക്യാമറകൾ കുറെ നാളെ ഒറ്റയ്ക്ക് അഖിൽ നമ്മള് കഴിഞ്ഞ ഓക്കേസിൽ പ്ലഗ് ചെയ്തായിരുന്നു. അല്ലെങ്കിൽ അഖിൽ എല്ലാ പ്രാവശ്യം ഫ്രീക്കായിട്ട് വരുന്ന എന്നൊരു അഖിൽ ഹായ് പറയും നിങ്ങളുടെ ഓഡിയൻസിനോട്. അഖിൽ ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന ചന്ദനമാണ് ഈ പാത്രത്തിലുള്ളത്. ചെറിയില്ല ചന്ദനിട്ടപ്പോ എന്തൊരു പ്രസാദം, വടക്കുന്നാഥൻ എന്തൊരു തേജസ്, എന്തൊരു തേജസ്. റിൻഷാദിന്റെ ഭാഗത്ത് റിൻഷാ ശരിക്കും പറഞ്ഞ ഈ സീസൺ എടുക്കണായിരുന്നു അല്ലേ, പിടിക്കണായിരുന്നു. ഈ ഓണ സീസൺ മാവേലി മാവേലിക്ക് താടിയിട്ടൊരു കുഴപ്പമുണ്ടോ? അതിപ്പോ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. മോഡേൺ മാവേലി, ബ്രേക്കപ്പ് കഴിഞ്ഞ് നിൽക്കുന്ന ഒരു മാവേലി അല്ലേ. മാവേലിക്ക് റിൻഷാ ഫൗണ്ടേഷന്റെ കളറാണ്, കാണാനില്ല. അനീസിന് കാണാനില്ല. അത് എന്തോ ഒരു സൂചനയാണെന്ന് തോന്നുന്നല്ലേ. അത് അനീമിക്കാണ് സൂചനയാണ്, വെളുത്തോണ്ടിരിക്കുകയാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഓണത്തിന്റെ ഒരുപാട് കാര്യങ്ങൾ പറയല്ലാതെ നമ്മൾ സിനിമ തന്നെ ഡിസ്കസ് ചെയ്യാൻ ശരിക്കും തീരുമാനിച്ചു. ഇതുവരെ നമ്മൾ എന്തിനാണ് സംസാരിച്ചതെന്ന് സത്യത്തിൽ നമ്മളിത് വെറുതെ വലിച്ചു കിട്ടിയ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓണ സിനിമകൾ ജനറലി സിനിമ ഡിസ്കസ് ചെയ്യാന്ന് വിചാരിച്ചാൽ വന്നത്. സോ നമ്മൾ ആസ് യൂഷ്വൽ ടോപ്പിക്ക് പറ്റുമ്പോൾ നമ്മൾ സിനിമ ഡിസ്കസ് ചെയ്യും, നമ്മുടെ ഫോളോവേഴ്സ് പറയുന്ന പോലെ. ഇനി ഇപ്പൊ ഓണത്തിന് എന്തെങ്കിലും പുതുമയുണ്ടാണ് ശരിക്കുള്ള മാവേലിനൊക്കെ പോഡ്കാസ്റ്റിന് കിട്ടണം. എന്നിട്ട് ചോദിക്കണം അന്ന് എല്ലാരും ഒന്നുപോലെ എന്ന് പറഞ്ഞ് തിന്നാണ്ട് ഒന്നുപോലെയാണോ, സാമ്പത്തികമായി ഒന്നുപോലെയാണോ? നമ്മള് വാമനന്റെ സൈഡും കൂടെ കേൾക്കണോടാ. അവർ രണ്ടുപേരും ഇരുത്തി പോഡ്കാസ്റ്റ് നമ്മുടെ സ്വപ്നം. വാമനനും മാവേലിനും ഇല്ലേ? എന്നാലും ഇത് പരിപാടിയില് പുള്ളി കാണിച്ചേ അവിടെ ഇത്രയും നല്ലൊരു ഭരണം അല്ലെങ്കിൽ നല്ല പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോ നല്ല രീതിയിൽ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോ അതിനെ തളർത്തുക പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് മോശമാണ്. എല്ലാ കഥകളിലും ഈ ഹീറോ ആയിട്ട് പറയണ ഒരു കംപ്ലീറ്റ് ചെയ്തേക്കുന്നത് തെറ്റിത്തരല്ലേ അല്ലേ? എല്ലാ കഥകളിലും ചില കഥകളിലും ദീപകിന് അധികം കഥകൾ അറിയില്ലെന്ന് തോന്നുന്നു. അല്ല, മാവേലിയുടെ കഥ ഫോർ എക്സാമ്പിൾ, എല്ലാവരും സന്തോഷത്തോടെ ജീവിച്ചിരുന്ന രാജാവിന് ചവിട്ടിത്താഴ്ത്തന്റെ എന്ത് കാര്യണ്ട്. ഇത് ഞാൻ ഓണത്തിലേക്ക് കൊണ്ടുവന്നോളാം. രണ്ട് മാവേലിയാണെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം അവര് ആദ്യ ഒരു സ്ഥലത്ത് പറയുന്ന മാവേലി ഭയങ്കര ജസ്റ്റ് ആയിട്ട് ഭരണം കൊണ്ടുവന്നത്, മറ്റേ മാവേലി അയാളെ ഒതുക്കാൻ വേണ്ടി അവതാരം എടുക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ എടാ മറ്റേ മാവേലി വാമനൻ ചവിട്ടിത്താക്കേണ്ട കാര്യം വരുന്നില്ലല്ലോ. വാമന ചവിട്ടിത്താക്കിയ കാര്യം വെച്ചാൽ ഇങ്ങനെ നല്ല ഭരണം കാഴ്ചവെക്കുന്നു. അത് മാത്രല്ല ദേവന്മാരെ പുഷ്ടിക്കുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാര് ഈ അവരെ പൂജിക്കുമ്പോൾ കൊടുക്കുന്ന മറ്റേ നെയ്യും അതൊക്കെയാണ് അവർക്ക് പവർ കിട്ടണേ. അങ്ങനെയല്ലേ? അല്ല ഞാൻ പറയട്ടെ, ഞാൻ എനിക്കറിയുന്ന പോലെ ഒരു കഥ പറയാം. അപ്പൊ ഇങ്ങനെ ഇവര് പുഷ്ടിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ഇവരെ പ്രാർത്ഥിക്കുമ്പോ കൊടുക്കുന്ന ഈ ഓഫറിങ്സ് അതൊക്കെയാണ് ഇവരുടെ പവർ. അപ്പൊ ഇങ്ങനെ മാവേലി ഭയങ്കര കിടിലം ഭരണം കാഴ്ചവെക്കാൻ തുടങ്ങിയപ്പോ ആൾക്കാർക്ക് ബേസിക്കലി വേറെ ആൾക്കാരെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ലാതായി. അതായത് നമുക്ക് വീണ്ടെല്ലാം നമ്മുടെ രാജാവ് തരുന്നുണ്ട്, രാജാവ് അടിപൊളി. അപ്പോൾ ഇവർ ക്ഷയിച്ചു തുടങ്ങി, ഇവരുടെ പ്രതാപം ക്ഷയിച്ചു തുടങ്ങി, അല്ലെങ്കിൽ ഇവര് പവർ കുറയാൻ തുടങ്ങി. അപ്പൊ ഇവര് പോയിട്ട് വിഷമം പറഞ്ഞു വിഷ്ണുവിന്റെ അടുത്തല്ലേ, വിഷ്ണുവിന്റെ അടുത്ത് ഭഗവാൻ വിഷ്ണുവിന്റെ അടുത്ത് പോയിട്ട് വിഷമങ്ങൾ പറയുന്നു. ഇയാളെ കൊണ്ട് വല്ലാത്ത ശല്യമാണ്, ഇയാളെ നമുക്ക് അടിച്ചൊതുക്കണം. ഇത് പറഞ്ഞ പോലെ ഇൻഡസ്ട്രിയിൽ നമ്മൾക്ക് വളരണമെന്നുണ്ടെങ്കിൽ അവൻ വളരരുത്. ആ സെറ്റപ്പ് ഒരു പെണ്ണുപെടുത്താം ഇപ്പോഴാണ് അങ്ങനെ ഇരിക്കെ അങ്ങനെ വല്ലതും ചെയ്താൽ മനുഷ്യനെ ചെയ്തിട്ടുണ്ട്. ഇനി പറഞ്ഞാൽ മൊത്തം റിലീജിയസ് സെന്റിമെന്റ്സ് കറക്റ്റ് ആകേണ്ടി വരും. ഒരു സമയത്ത് മഹാവിഷ്ണു അവതാരം എടുത്തത് മോഹിനിയായിട്ട് അവതാരം എടുത്ത് വന്നിട്ട് സെറ്റാക്കാൻ വേണ്ടി ഏത് അസുരനെ ഒതുക്കാനായിരുന്നു? മോഹിനിയായിട്ട് ഇത് മറ്റേ തലയിൽ തൊടുന്ന ആ സെറ്റപ്പ് ഭസ്മാസുരൻ അല്ലേ? ഡാൻസ് കളിച്ച് പോസ് കൊടുക്കും. അത് പാലാഴി കടഞ്ഞില്ലേ? അതിന് വേറൊന്ന് സെറ്റപ്പ് പറയാലോ. ദീപക് മോഹൻ ഇടപെടൂ. ഈ കഥകൾ സത്യം വിഷ്ണു മോഹിനിയായിട്ട് വന്നിട്ട് ഒരു ഭസ്മാസുരനല്ലേ? ഇത് പാലാഴി കടയുമ്പോഴാണോ വിഷ്ണു? അതിനുവേണ്ടിയാണോ വന്നത്? അല്ലാതെ ഒരു അസുരനെ കൊല്ലാൻ നീ പറഞ്ഞ സാധനം ഡാൻസ് കളിച്ചിട്ട് അവസാനം ഭസ്മാസുരനെ ആളുടെ കൈ കൊണ്ട് മാത്രമേ മരിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാ എന്തായാലും ഇവിടെ നമ്മൾ കഥ എത്തിയിരിക്കുന്നത് എവിടെയാ? അപ്പോൾ ഭഗവാൻ വിഷ്ണുവിന്റെ അടുത്ത് പോയിട്ട് കംപ്ലൈന്റ് പറയുന്നു. അപ്പോൾ പുള്ളി അവതാരം എടുത്തിട്ട് വാമനായിട്ട്, അതായത് ഇയാള് ഭയങ്കര ദാനശീലനാണ്, ഇയാൾ ആരെന്ത് ചോദിച്ചാലും കൊടുക്കുന്ന ഒരു രാജാവാണ്. അപ്പോൾ അങ്ങനെ
ഈ പുള്ളി ഇയാളുടെ അടുത്ത് എത്തുകയാണ്. അപ്പോൾ രാജാവ് പറയുന്നത് എന്ത് വേണേലും ചോദിച്ചോളൂ കുട്ട എന്ന് പറഞ്ഞപ്പോൾ പുള്ളി എനിക്ക് 3 സാധനങ്ങൾ മതി, 3 സാധനങ്ങൾ മതി. 3 അടി മണ്ണ് മതി. എന്നാ ശരി, അന്ന് എനിക്ക് 3 അടി മണ്ണ് മതി, എനിക്കൊന്ന് തപസ്സിരിക്കണം, അപ്പൊ അതിനുള്ള ഇരിക്കാനുള്ള ആ സെറ്റപ്പ് മതി എന്നുള്ള രീതിയിലാണ് പുള്ളി പറയുന്നത്. അപ്പൊ മതിയോ, കൂടുതൽ എന്തെങ്കിലും വേണോ? വേണ്ട, അത് മതി. അങ്ങനെ പുള്ളി പ്രോമിസ് കൊടുത്തതും ഇയാളങ്ങട് ഇതായി വലിയ ആളായി. ഒരടി കൊണ്ട് ഭൂമിയും ഒരടി കൊണ്ട് എല്ലാ ലോകങ്ങളും എല്ലാം അളന്നതിന് ശേഷം 3ാമത്തെ അടി ഇനി ഈ കാല് ഞാൻ ഇവിടെ വെക്കുന്നു ചോദിച്ചു. അപ്പൊ ഞാൻ ലോജിക്കലി ചോദിക്കട്ടെ, മാവേലി ഭൂമിയിലല്ലേ? അതല്ല, ഞാൻ വേറെ ചോദിക്കട്ടെ, ഇത് മാവേലിയുടെ മോളിൽ പോയപ്പോ ഒരു 10-15 പേരും കൂടെ താഴെ പോയി കാണൂലേ? അത്രയും വലിയ അങ്ങനെയല്ല, നീ വിചാരിക്കുന്ന പോലെ ആള് താഴേക്ക് പോകുമ്പോ ബാക്കി എല്ലാം കൂടി താഴ്ത്തിക്കില്ല, നാനടി ചെറുക്കുന്നവരെ താഴ്ത്തിക്ക് ഇറങ്ങാൻ ചെയ്തത്. അല്ല, ഇങ്ങനെ കാല് വന്നിട്ട് ഒരു വലിയ കാല് വന്നിട്ട് ഇങ്ങനെ മാവേലി, ഇങ്ങനെ ചെറിയ മാവേലിയാണല്ലോ, മാവേലിക്ക് മനുഷ്യന്റെ സൈസിലല്ലോ, മാവേലി പറഞ്ഞ് എന്റെ തലയിലോട്ട് വെച്ചോ എന്ന് പറഞ്ഞു. അപ്പൊ അത് വലിയൊരു കാലാണല്ലോ. അതിങ്ങനെ വരുമ്പോ മാവേലിയുടെ മന്ത്രിമാരെല്ലാം കൂടെ താഴോട്ട് പോകും. അവര് മാറിയെന്ന് കാണും. ഈ മൊത്തം പറഞ്ഞ കഥയില് ലോജിക്കല് പ്രശ്നം ഇവിടെ മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. അല്ല, ഞാൻ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഓണത്തിന് 4-5 വേറെ കോസ്റ്റ്യൂമും കൂടെ പിടിച്ചൂടെ? കൂടെ പോയ മന്ത്രി മാവേലിയുടെ കൂടെയല്ലല്ലോ പുലി വരുന്നത്. പുലിക്കളി തൃശ്ശൂര് മാത്രമേ എല്ലാ സ്ഥലത്തും ഉണ്ട്. ഈ പുലിക്കളി തൃശ്ശൂർ ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല. ആരും ആ സമയത്ത് എന്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറഞ്ഞ പോയിന്റ് എന്താന്ന് പറഞ്ഞാൽ, മാവേലിയുടെ കൂടെ അന്നൊരു സ്ത്രീയും കൂടെ താരെ പോയിരുന്നു. അതുകൊണ്ട് ഇനി തൊട്ട് ഓണത്തിൽ ഒരു സ്ത്രീ, ഒരു ഫിഗർ. അതുകൊണ്ട് മാവേലി നിനക്ക് നീ മോഡേൺ ഫെമിനിസ്റ്റ് ആണല്ലേ. ഇനി വേണം നമുക്ക് നരേറ്റീവ് അങ്ങനെ ആക്കാം. ഏതെങ്കിലും ഈ പറഞ്ഞ പോലെ ആഡ് ചെയ്ത് പാതാളത്തിലേക്ക് ഇത്തിരി സമാധാനത്തിൽ ജീവിക്കട്ടെ. അതിന്റെയും കൂടെ ഒരു സ്ത്രീനെ വിടണം എന്തിനാണ്? ജോർജോ, ഇത് സ്വന്തം എക്സ്പീരിയൻസിൽ നിന്ന് പറയുന്നതാണോ ജോർജോ? അല്ല, ഈ മാവേലി അടുത്ത മാസം തൊട്ട് ഒരു സ്ത്രീ കഥാപാത്രം കൂടെ ഉണ്ടാവില്ലേ? വിഷമം കൂടെ വേണം. ഇതിനെന്താ പറയുന്നത്? ടൈപ്പ് കാസ്റ്റ് എന്നോ? മാവേലി ഒരു ഫ്യൂഡൽ തെമ്മാടിയായിരുന്നു. അല്ലല്ല, ഇപ്പോഴത്തെ ഒരു റെപ്രസെന്റേഷനിൽ ഒരു ഫ്യൂഡൽ തെമ്മാടിനെ പോലെ ഇരിക്കുമെങ്കിലും അങ്ങനെ ആയിരിക്കില്ല. ഇതൊക്കെ ഒരു ക്യാപിറ്റലിസത്തിന് 90s ഏതോ ഒരു പഴയ മാവേലിക്ക് ശരിക്കും ലോജിക്കലി ആ കഥകളൊക്കെ കെട്ടുകഥകളാണെന്ന് തന്നെ ഒരു വെയ്പ്പ് സൈക്കിളുണ്ട്. നമ്മളിത് ഈ പറയുന്ന കഥ പിന്നെ പോഡ്കാസ്റ്റിലെന്താ രസം? നമ്മള് സിനിമ പറയാനല്ലേ ഇരിക്കുന്നത്. വിഷയത്തിൽ തന്നെ മാവേലി ഒരു 6 പാക്സ് മനുഷ്യനായിരുന്നെങ്കിൽ ആയിരുന്നിരിക്കണം. അതിനുവേണ്ടി ഒരാളെ കണ്ടുപിടിക്കാൻ ഭയങ്കര പാടല്ലേ? ഒരു കൊടവേറുള്ള ആള് 3ാമതൊരാളെ വിളിക്കാം അല്ലേ? ഇവിടുന്ന് കറക്റ്റ് ആയിട്ട് കയറാൻ ഒരു വഴി എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് ഇങ്ങനെയുള്ള കഥകൾ നമ്മൾ പണ്ടുള്ള ആൾക്കാർ പറഞ്ഞു വെക്കുന്നത് അവരുടെ വിഷ്വലൈസിങ്ങിലും ഈ ക്രിയേറ്റിവിറ്റിയിലുമാണ് ശരിക്കും. സത്യത്തിൽ ഇതൊക്കെ റീടോൾഡ് ചെയ്യാനൊരു സങ്കേതം ഇന്നുണ്ട്. അതായത് മനുഷ്യൻ വളർന്നിരിക്കും, അവനറിയാം ലോജിക്കലി സ്റ്റാൻഡ് ചെയ്യുന്ന കാര്യങ്ങളിലാണ്. സോ ചിലപ്പോൾ അങ്ങനെ രാജാവ് ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അയാളെ ഇവിടുന്ന് മാറ്റുക എന്നുള്ളത് വേണമെങ്കിൽ അയാളെ ജയിലിൽ അടയ്ക്കുക, പാതാളത്തിലേക്ക് മാറ്റുക, അണ്ടർഗ്രൗണ്ട് തടവറയിലേക്ക് മാറ്റുക, രാജ്യം പിടിച്ചെടുക്കാൻ, അങ്ങനെ ആയിക്കൂടെ? സോ ഇങ്ങനെയുള്ള റീടോൾഡിങ് വരുന്നതാണ് മലയാള സിനിമയുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ബ്യൂട്ടി. അങ്ങനെ റീറ്റെല്ലിംഗ്, അതായത് നമ്മൾ കേട്ടുള്ള മിത്ത്, ഫോക്ലോസ്, ഇതിനെയൊക്കെ ഒന്ന് എടുത്ത് അന്ന് കേട്ടതിൽ നിന്ന് വിശ്വസനീയമല്ലാത്ത കാര്യങ്ങളെ ഇന്നത്തെ കാലത്തിന് ആക്കാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റ് ആക്കി മാറ്റുക എന്നുള്ളത് മലയാള സിനിമ നമ്മൾ കുറച്ച് നാളായിട്ട് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. പണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ നമ്മൾ എപ്പോഴും സ്ഥിരമായി ചെയ്യുന്ന ഫോർമാറ്റ് അല്ലത്. കാരണം ഒന്ന് ബഡ്ജറ്റിന്റെ പ്രശ്നം കൊണ്ട്. ശരിക്കും ആ പ്രശ്നത്തിനെ അത്രയും വലിയ ബഡ്ജറ്റ് പ്രശ്നം ഇല്ലാതെയും വേണമെങ്കിൽ നമുക്ക് ചെയ്യാമെന്ന് തെളിയിക്കുന്ന ഒരു പടം ഈ ഓണം സീസൺ റിലീസ് ആയിട്ടുണ്ട്. സോ നമ്മൾ ഓണം ഡിസ്കസ് ചെയ്യുന്നതിൽ ഏറ്റവും പ്രൊമിനന്റ് സിനിമ ലോകയാണ്. ലോക ചാപ്റ്റർ 1 ചന്ദ്ര. മലയാളത്തിന്റെ ഞാൻ ലോക കണ്ടില്ല, പക്ഷെ ലോകയുടെ കഥ മൊത്തം എനിക്ക് ജോൺ ജോ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് എനിക്ക് നമ്മൾ കഥ മൊത്തം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് കഥയല്ലേ, തിയേറ്ററിൽ കാണാനുള്ളതുണ്ട്. ശരിക്കും നമ്മൾ കഥയും സ്പോയിലറും പറയാൻ പടം ഭയങ്കര രസമായിട്ട് കഥയും സംഭവങ്ങളൊക്കെ ഇതായിട്ടുണ്ടെങ്കിലും ഇത്ര ഹൈപ്പ് കൊടുക്കാൻ പാടില്ലായിരുന്നു. അല്ല, അതൊന്നാമത്തെ കാര്യം, പ്രീ റിലീസ് ഹൈപ്പ് ഉണ്ടായില്ലെങ്കിൽ ആൾക്കാർ പോസ്റ്റ് റിലീസ് ഹൈപ്പ് ഉണ്ടാക്കും. അവർ പ്രീ റിലീസിൽ എന്നൊരു അക്ഷരം വേണ്ടില്ല. ആരും ഇന്റർവ്യൂ പ്രോപ്പറായിട്ട് കൊടുത്തിട്ടില്ല. ഡൊമിനിക് കാരനൊന്നും വെളിച്ചത്ത് പ്രോപ്പറായി വന്നിട്ടേ ഇല്ല. ഡയറക്ടർ വന്നിട്ടില്ല. ദുൽഖർ എങ്ങും വന്ന് റോഡിയാണെന്നിട്ട് എൻ്റെ പടം വരാൻ പോകുന്നുണ്ട്, നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. ചെറിയ ബഡ്ജറ്റിൽ വരുന്നൊരു പൊട്ടാൻ പോകുന്ന പടമെന്നായിരുന്നു അതിനെപ്പറ്റിയുള്ള ഏറ്റവും വലിയ ഇത് കല്യാണി പ്രദർശന ആൾക്കാർ ഇങ്ങനെ തേച്ചൊട്ടിക്കാൻ നോക്കിയിരിക്കും. ഇത് ഇറങ്ങിയിട്ട് വേണം ഇനി. അന്നത്തെ ആന്റണിയുടെ കഴിഞ്ഞതിന്റെ ബാക്കി ഞങ്ങളുടെ കുറെ ഇരിപ്പുണ്ട്, ഇനി അടിക്കണം ഇവളെ. ശേഷം മൈക്കിൾ ഫാത്തിമയ്ക്ക് ശേഷം കുറെ സാധനം പറയാനുണ്ട്. ഇങ്ങനെ നോക്കി ഇരുന്നിടത്തേക്കാണ് ഈ പടം വരുന്നത്. അതുകൊണ്ടാണ് ഇത്ര ഹൈപ്പ് വന്നത്. ആ പടം ലോകോത്തര സിനിമയാണെന്ന് വെച്ചാൽ ലോകോത്തര സിനിമയൊന്നുമില്ല, പക്ഷെ ലോക നിലവാരത്തേക്ക് നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന മലയാളത്തിന്റെ എൻട്രീസിൽ ഒന്ന് തന്നെയാണ് ലോക. അതില് ഒട്ടും എക്സ്പെക്ടേഷൻ ഇല്ലാതെ വന്നത് കൊണ്ടും പൊട്ടി തകർന്നു പോകും
ട്രോൾ മെറ്റീരിയൽ ആകുമെന്ന് വിചാരിച്ചിടത്തൊന്നും അതിനെ എക്സ്പെക്ടേഷൻ മാറ്റി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആൾക്കാർ പറയും അടിപൊളി പടം. പിന്നെ പിടിച്ചാൽ കിട്ടാത്ത ലെവലിൽ ഇപ്പൊ പിന്നെ ഹോളിവുഡ് ലെവല് പടം, ആ പടം ഈ പടം എന്നൊക്കെയായിരുന്നു എന്റെ വന്നത്. മലയാളത്തിന് അങ്ങനെ ഒരു പടം വന്നിട്ടില്ലാത്തത് മലയാളത്തിലെന്നല്ല, നമുക്ക് ഒരു ഇന്ത്യൻ സിനിമയുടെ ഇതില് വൃത്തിക്ക് ചെയ്തിട്ടുള്ള നമുക്ക് സൂപ്പർ ഹീറോ മൂവീസ് വളരെ കുറവാണ്. ഫാന്റസി മൂവീസ് തുലോം നമുക്ക് കുറച്ച് പെർസെന്റേജ് ഉണ്ടെങ്കിലും സൂപ്പർ ഹീറോ മൂവീസ് വളരെ കുറവാണ്. പക്ഷെ നമ്മളിപ്പോ മലയാളത്തിൽ ചെയ്ത രണ്ടെണ്ണം മിന്നൽ മുരളിയും ലോക്കയും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഡീസെന്റ് ആയിട്ടുള്ള മേക്കിങ്ങും പ്രസന്റബിൾ ആയിട്ട് നമ്മുടെ എൻട്രി ഇതാണ് സൂപ്പർ ഹീറോ വേൾഡിലേക്കുള്ള എൻട്രി എന്ന് പറഞ്ഞാൽ ധൈര്യമായിട്ട് കാഴ്ചവെക്കാവുന്ന 2 എൻട്രീസ് തന്നെയാണ് ഇത് രണ്ടും. മുമ്പുണ്ടായിട്ടുള്ളത് എനിക്കൊന്നും നമുക്ക് പിന്നെ കുറച്ചാൾ കഴിഞ്ഞിട്ട് നമുക്ക് പറയിച്ചു അത് ഭയങ്കര മോശമായി. പഴയ കുറെ മിത്തുകളിലെ ഈ പറഞ്ഞ റിയലിസ്റ്റിക് വേൾഡിലേക്ക് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തേക്കുന്നതൊക്കെ സൂപ്പർ ഹീറോ ഫസ്റ്റ് വിമൻ സൂപ്പർ ഹീറോ മൂവി എന്ന് പറയാനുള്ളൂ നമ്മളിതിന്. അതായത് മിന്നൽ മുരളി ഓൾറെഡി വന്നു കഴിഞ്ഞാൽ പിന്നെ ഫസ്റ്റ് എടുത്ത് പറയണം നമുക്ക് എല്ലാത്തിനും ഫസ്റ്റ് ടാഗ് ചെയ്യുന്ന സോ ഫസ്റ്റ് വിമൻ സൂപ്പർ ഹീറോ മൂവിയാണ്. അപ്പൊ നമ്മളെല്ലാം നോക്കുന്നത് വണ്ടർ വുമണ് അല്ലെങ്കിൽ വേറെ ഏതാ അതുപോലത്തെ ഭയങ്കര പോപ്പുലർ വിമൻ ക്യാരക്ടേഴ്സ് സൂപ്പർ ഹീറോ മൂവീസിലെ. മാർവലിലുള്ളത് ഏതാ? ക്യാപ്റ്റൻ മാർവൽ, വണ്ടർ വുമൺ, ബ്ലാക്ക് വിഡോ. ബ്ലാക്ക് വിഡോ ശരിക്കും സൂപ്പർ ഹീറോ അസാസിൻ ആണ് ശരിക്കും. ക്യാപ്റ്റൻ ഇതില്ല, പവേഴ്സ് ഇല്ല. അപ്പൊ വണ്ടർ വുമണ്, ക്യാപ്റ്റൻ മാർവല്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാറ്റ് വുമൺ. പക്ഷെ ഇൻഡിപെൻഡന്റ് മൂവി കുറെ മുന്നേ വന്ന ഹാലിബറിനെ വെച്ച് വന്നിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ഏതായത് കാറ്റ് വുമൺ. ഓക്കെ. ആൻഡ് എക്സ്മെന്നിനകത്ത് കുറെ പേരുണ്ട്, എക്സ്മെന്നിന് കുറെ ആൾക്കാരുണ്ട്. അത് മലയാളത്തിൽ നമ്മളിത് പ്രസന്റ് ചെയ്യുമ്പോൾ നമ്മളിതിനെ എങ്ങനെ പ്രസന്റ് ചെയ്യുന്നുള്ള ചോദ്യം ഉണ്ടല്ലോ. ഇവര് നമ്മുടെ കൾച്ചറൽ റൂട്ട് ചെയ്ത് എങ്ങനെ ചെയ്യുന്നുള്ളൂ അത് വളരെ വൃത്തിയായിട്ട് ചെയ്തു. ഞാനിത് നോക്കിക്കൊണ്ടിരിക്കുക. പടം തുടങ്ങുമ്പോൾ നമുക്കറിയാലോ ഇത് ഫസ്റ്റ് ഷോട്ട്, വെരി ഫസ്റ്റ് നമ്മൾ തിയേറ്ററിൽ പോയിരിക്കും. ഞാൻ ഫസ്റ്റ് ഡേ തന്നെ കണ്ടതാ. ഫസ്റ്റ് ഡേയിൽ നമ്മൾ പോയിരിക്കുക, നമുക്കിത് എങ്ങോട്ടാ പോകുന്ന ഒരു ഐഡിയ ഇല്ല. ഈ പോയിരിക്കുമ്പോൾ വെരി ഫസ്റ്റ് ഷോട്ട് ഉണ്ടല്ലോ, നമുക്കറിയാം ഓക്കെ ഇത് അടിപൊളിയായിട്ട് മേക്ക് ചെയ്തിട്ടുള്ള സാധനമാണെന്ന് അറിയാം. ആ ഫസ്റ്റ് ഷോട്ടിൽ തന്നെ നമുക്ക് ഇതിനെ ഇവരെങ്ങനെയാണ് സൂപ്പർ ഹീറോ വേൾഡിലേക്ക് കണക്ട് ചെയ്തത് നമുക്കറിയാം. മിന്നൽ മുരളിക്ക് മിന്നലടിച്ചു. സോ ഇതെങ്ങനെയാവുന്നുള്ളത് അപ്പോൾ നമ്മൾ ടിലൈറ്റ് പോലെ ആക്കുമോ ഇവന്മാർ, അതോ വണ്ടർമോൺ പോലെ ആക്കുമോ, വേറെ ഗ്രഹത്തിൽ നിന്ന് ആക്കും, ഇതൊക്കെ ആക്കുമെന്ന് നോക്കുന്നിടത്താണ് വളരെ രസകരമായിട്ട് എല്ലാവർക്കും കാണാൻ പറ്റുന്ന വിധത്തിൽ മലയാളി പ്രേക്ഷകർക്ക് എല്ലാവർക്കും കാണാം. സാധാരണ വരുമ്പോഴത്തേക്ക് ഒരു ഫാമിലി പ്രേക്ഷകൻ ഇത് പോയി കണ്ടിട്ട് എന്ത് പാടാ ഇതൊന്ന് ചോദിക്കുമോ എന്നുള്ള ചോദ്യത്തിനുള്ള ആൻസർ കറക്റ്റായിട്ട് അത് വെച്ചിട്ടുണ്ട്. ഈ സാധനം എല്ലാവർക്കും ഓണത്തിന് കാണാൻ പറ്റും എന്നുള്ളത് അവർ എവിഡന്റ് ആക്കി വെക്കാൻ. നമ്മള് വേറെ ഇതൊന്നും ഇൻസ്പയർ ആയിട്ടില്ല. അതായത് നമ്മുടെ സൂപ്പർ ഹീറോ ഉണ്ടാവണേന് ഒരു സാധനം ഉണ്ടാവില്ല. ഇതിനൊരു കഥ കൾച്ചറലി റൂട്ടഡ്. നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു 6 യൂണിവേഴ്സിന്റെ കഥകളൊക്കെ പറഞ്ഞിട്ട് സയൻസ് ഇൻഡസ്ട്രിയൽ ഒന്നും പഠിച്ചിട്ട് വന്നാൽ ഇത് കാണാൻ പറ്റത്തുള്ള വേണ്ട. നിങ്ങൾ സാധാരണക്കാരനായ ലേമാൻ കടമറ്റത്ത് കത്തനാര് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ സിനിമ നിങ്ങൾക്ക് കാണാൻ. നിങ്ങൾ ലേമാനാണ്. നിങ്ങൾക്ക് ഒരുപാട് കഥകൾ അമ്മൂമ്മമാർ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ ഇടയ്ക്ക് സീരിയൽ കണ്ടിട്ടുണ്ട്, പല സിനിമകളും കണ്ടിട്ടുണ്ട്. നമ്മൾ നാട്ടിൽ പല കഥകൾ പറഞ്ഞിട്ടുണ്ട്. ഇത് കേട്ടിട്ട് വരുന്ന ഒരാൾക്ക് അവർ കറക്റ്റായിട്ട് ആ വേൾഡ് എടുത്ത് ഈ വേൾഡിലേക്ക് പ്ലേസ് ചെയ്ത് കറക്റ്റായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് പറയും ഇങ്ങനെയും ഇതിനെ എക്സ്പാൻഡ് ചെയ്യാമെന്ന് പറഞ്ഞ് എക്സ്പാൻഡ് ചെയ്ത് കാണിച്ചു കൊടുക്കുമ്പോൾ ആൾക്കാർ വിസ്മയിക്കും. അത് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് അവരുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ഹാഫിലൊന്നും ഒരു പ്രശ്നവും പറയാനില്ലാണ്ട് ഭയങ്കര കിടലാണ്. പിന്നെ സെക്കൻഡ് ഹാഫ് കുറച്ച് സ്ഥലത്ത് എത്തുമ്പോൾ നമുക്ക് ലോജിക്ക് ചിലടത്ത് അടിക്കേണ്ടോന്നൊരു സംശയം എനിക്ക് തോന്നിയൊരു സംഭവം ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ ആ പടം അതിലും അവർ സെക്കൻഡ് ഹാഫിന് ബാലൻസ് ചെയ്യേണ്ടി കുറെ എലമെന്റ്സുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. കുറേയൊക്കെ സ്പോയിലേഴ്സ് ആയിട്ട് പുറത്ത് വന്നിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ നിങ്ങൾ അത് കണ്ടിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പോയി കണ്ടാൽ ആ ഒരു എല്ലാ സ്പോയിലറും ഞാൻ എങ്ങനെ പോയി എൻജോയ് മൊത്തം അറിയാം. ഇതിൽ നെസ്ലന്റെ റോൾ എത്രത്തോളം ഉണ്ട്? നെസ്ലിന്റെ റോള് ആ പടത്തിലെ മെയിൽ ലീഡ് എന്ന് വേണേ പറയാവുന്ന ആളാണ് നെസ്ലിൻ. നെസ്ലിൻ സൂപ്പർ ഹീറോ യൂണിവേഴ്സിലെ സാധാരണ ഒരു മനുഷ്യൻ. അതിലെ സൂപ്പർ ഹീറോ യൂണിവേഴ്സിൽ അയാൾ ഇവിടെ വരും എന്നുള്ളത് പടം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നെസ്ലൻ ഒരു സൂപ്പർ ഹീറോ ആണോ അല്ലെ നടക്ക സിനിമ ആണെന്ന് അത് ഇപ്പോഴും നമുക്ക് മനസ്സിലാകത്തില്ല. ആൻഡ് ഡൊമിനിക് എനിക്കൊന്ന് ഞാൻ പുള്ളിയുടെ ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ ഇന്റർവ്യൂ ബിറ്റ്സ് ആയിട്ട് റീസെന്റ് ശ്രദ്ധിക്കുന്നത് ആഫ്റ്റർ റിലീസ് ഒരാഴ്ചത്തെ ഫുൾ സക്സസ്ഫുൾ റണ്ണിങ്ങിന് ശേഷം 65 കോടി ഒരു ബ്ലോക്ക് ചെയ്തതിന് ശേഷം ടോട്ടൽ 4 days കളക്ഷൻ 65 crore ബ്ലോക്ക് ചെയ്തതിന് ശേഷമാണ് പുള്ളിയുടെ എന്ന പേരിൽ ഒരു സാധനം ഞാൻ കേൾക്കുന്നത്. സാധാരണ ലോകേഷ് കനകരാജൊക്കെ അതിന് മുന്നേ അടിക്കുന്ന സാധനം പുള്ളി അത് സൈലന്റ് ആയിട്ട് നിന്നിട്ട് പറഞ്ഞ 5 പാർട്ടുള്ള ഒരു സീരീസ് ആയിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. 5 പാർട്ടിന്റെ സ്റ്റോറി സെറ്റാണ്. എനിക്ക് നല്ല സംശയം ഉണ്ടായാലും ദുൽഖർ വർണ്ണത്തില് സൂപ്പർ ഹീറോ ദുൽഖർ സൽമാന്റെ വേഫർ ഇതാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്.
5 പാർട്ട് റെഡിയാണ്. ഫൈനൽ ഒരു എൻഡ് ഗെയിം പോലൊരു പടം, അങ്ങനെ ഒരു സാധനം പ്ലാൻ ചെയ്യും. നമുക്കറിയാം ഏതൊക്കെ ക്യാരക്ടേഴ്സ് വരുമെന്ന് ഈ സിനിമ കാണുമ്പോൾ നമുക്കൊരു ഐഡിയ വരും. ഇതിനകത്ത് എന്തൊക്കെ സർപ്രൈസ് റോളുകളും ഏതൊക്കെ സ്റ്റാർസിന് വരാനുള്ള സാധ്യതകളുണ്ടെന്ന് ഇവർ ഇട്ട് വെച്ചിട്ടുണ്ട്. ആൻഡ് പുള്ളി തന്നെ പറയുന്നത് ഈ പടത്തിന്റെ സ്റ്റാർട്ടിംഗ് സീനിൽ കാണിക്കുന്ന ചില റെഫറൻസിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ പടത്തിലെ മെയിൻ വില്ലൻ ആരാണെന്ന് പറയുന്നുണ്ടെന്ന്. അത് അപ്പോഴേ നമ്മളവിടെ ക്യാച്ച് ചെയ്തു. ആ പേരിനെ പറ്റി പിന്നെ എങ്ങും പറയുന്നില്ല. ചില സിനിമയ്ക്കകത്തൊക്കെ ഒരു സാധനം പറഞ്ഞു വെച്ചിട്ട് പിന്നെ പറയുന്നില്ല. അപ്പോൾ പുള്ളി ഒഫീഷ്യലി ബ്രേക്ക് ചെയ്തു. നിങ്ങൾ ആ മൂവി കാണുമ്പോൾ ഫസ്റ്റ് സീനിൽ കാണുന്ന റെഫറൻസ്, ആ റെഫറൻസിൽ പറയുന്ന പേരായിരിക്കും ചിലപ്പോൾ ഈ സീരീസിന്റെ 5 സീരീസിന്റെ മെയിൻ വില്ലൻ, 5 പാർട്ടുള്ള സീരീസിന്റെ മെയിൻ വില്ലൻ. ആൻഡ് ടൈറ്റിൽ മൊത്തം ഗ്രാഫിക്സ് ആണ്, പല കാലഘട്ടങ്ങളിലെ ഗ്രാഫിക്സ് ആണ്. ആ ഗ്രാഫിക്സും ഒക്കെ നിങ്ങൾ ശ്രദ്ധയോടെ ശ്രദ്ധിക്കുക. അതിനകത്തൊക്കെ ക്ലോസ് പുള്ളി വിളിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചു എന്തൊരു രസമുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. ആ ടൈറ്റിലൊക്കെ ഭയങ്കര രസമുള്ള കാര്യങ്ങൾ, ഇങ്ങനത് പറക്കുക ഈ ഒരു ഫാന്റസി വേൾഡിലേക്ക്. അത് അടിപൊളിയായിരുന്നു. സോ അതൊക്കെ പുള്ളി എന്തൊക്കെയോ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ സിനിമ കാണുന്നുണ്ടെങ്കിൽ തുടക്കം മിസ്സാക്കരുത്. എങ്ങനെ തുടക്കം അവസാനം, ഇതിലെ അവസാനം അതായത് ടൈറ്റിൽ ക്രെഡിറ്റ്സ് കാണിച്ചതിന് ശേഷം ഹോളിവുഡ് സിനിമകൾക്ക് നമുക്ക് ഇതിന് 2 ടൈലുണ്ട് പോലെ, 2 ടൈൽ. അതിനകത്ത് മിഡ് ക്രെഡിറ്റും പോസ്റ്റ് ക്രെഡിറ്റും അങ്ങനല്ലേ. ആദ്യം ഒരു പറഞ്ഞിട്ടുണ്ട് പോസ്റ്റ് ക്രെഡിറ്റിന് മുമ്പ് ആദ്യം അഭിനയിച്ചവരുടെ മുഴുവൻ പേര് കാണിച്ചു കഴിഞ്ഞിട്ട് ഒരു മിഡ് ക്രെഡിറ്റും പോസ്റ്റ് ക്രെഡിറ്റും എന്ന് പറയണം. അതായത് 2 മെയിൻ ആർട്ടിസ്റ്റുകളൊക്കെ പേരൊക്കെ എഴുതി കാണിച്ച് ഡയറക്ടറൊക്കെ കാണിച്ചു കഴിഞ്ഞ് ഒരു ക്രെഡിറ്റ് സീൻ വരും. പിന്നെ മറ്റിങ്ങനെ ചെറിയ ടൈറ്റിൽ ഇങ്ങനെ പോകത്തില്ല, അത് മൊത്തം പേര് എഴുതിയിട്ടുള്ളത്. ശരിക്കും ആ മാർവലിന്റെ ഒക്കെ സിനിമയിൽ നമ്മൾ കണ്ട് പരിചയിച്ചൊരു പാറ്റേൺ ഉണ്ടല്ലോ. ഒരു സിനിമയുടെ വേൾഡ് ബിൽഡ് ചെയ്ത് വെച്ചു, ആ ക്യാരക്ടേഴ്സ് വരാൻ സാധ്യതയുള്ള പറഞ്ഞു വെച്ചു, ആൻഡ് ഗസ്റ്റസിനെ പറ്റി പറഞ്ഞു വെച്ചു. ഇത് കഴിഞ്ഞിട്ട് കാണിക്കുക അടുത്ത പടങ്ങൾ വരാൻ സാധ്യതയുള്ള സീനുകൾ, അല്ലെങ്കിൽ അടുത്ത പടത്തിലേക്ക് ലീഡ് ചെയ്യാൻ സാധ്യതയുള്ള സീനുകൾ, അങ്ങനെ തന്നെ വെച്ചിട്ട് എൻഡ് ചെയ്യുന്നത്. വലിയ സർപ്രൈസസ് ഒക്കെ ഉണ്ട്. അത് ഗസ്റ്റ് വർക്കിന് തന്നെ വിട്ടുവെച്ചിട്ടാണ് പുള്ളി ചെയ്തേക്കുന്നത്. അടിപൊളി. അതായത് അതിലെ മെയിൻ ക്യാരക്ടേഴ്സ് ഒക്കെ ഇനി ആരാവാം എന്നുള്ള സാധനം നമുക്ക് ചെറിയ ഹിന്റൊക്കെ ഇട്ട് തന്നിട്ട് ഇതാവും ഇത് തന്നെ ആവും, പക്ഷെ ഒന്നും കാണിക്കുന്നില്ല. അങ്ങനെ ഒരു സാധനമൊക്കെ വെച്ച് അടിപൊളി. ഇതിന്റെ കഥ ഞാൻ നിന്റെ അടുത്ത് ഇങ്ങനെ സ്പോയിലർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ കഥ പറയാൻ നല്ല രസമാണ് വേറൊരാളുടെ അടുത്ത് പറയാൻ. അപ്പൊ വേർഡ് ഓഫ് മൗത്ത് ആണ് ഇതിന്റെ പ്രൊമോഷൻ. സത്യത്തിൽ വേർഡ് ഓഫ് മൗത്ത് തന്നെയാണ് പ്രൊമോഷൻ. കാരണം ഇതെല്ലാവരും പറഞ്ഞത് ഹൃദയപൂർവ്വമായിട്ട് ക്ലാഷ് റിലീസ് വന്നിട്ട് ലോക പൊട്ടിപ്പൊളിഞ്ഞ് തകർന്നു പോകുമെന്ന് വിചാരിച്ചിട്ട് ശരിക്കും ഹൃദയപൂർവ്വത്തിന് ഇടിവ് വന്നു. തിയേറ്റർ കൗണ്ട് കൂടിയത് ലോകയ്ക്കാണ്. ഹൃദയപൂർവ്വത്തിന്റെ സ്റ്റാർട്ടിങ് ഇത് കഴിഞ്ഞ് താഴേക്ക് പോയി, കളക്ഷൻ താഴേക്ക് പോയി. പക്ഷെ ലോക സ്റ്റഡി ഗ്രോത്ത്. മധുരയില് 5 സ്ഥലത്ത് തമിഴിലുണ്ട്, 2 മലയാളം. ഫസ്റ്റ് ഡേ മലയാളം മാത്രമേ റിലീസ് ഉള്ളായിരുന്നു. ഓവർസീസ് എല്ലാം മലയാളം മാത്രമേ റിലീസ് ഉള്ളൂ. തെലുങ്കും തമിഴും ഒക്കെ അടുത്ത ദിവസങ്ങളിൽ റിലീസ് ആയത്. സോ 4 ലാംഗ്വേജിൽ 5 ലാംഗ്വേജിൽ റിലീസ് ചെയ്തിട്ടുണ്ട് പുള്ളി കറക്റ്റായിട്ട് പുള്ളിയുടെ പാൻ ഇന്ത്യൻ റീച്ച് യൂസ് ചെയ്യുന്നുണ്ട്. ദുൽഖർ തന്നെ ഇറങ്ങി നടന്ന് ഓവർസീസ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പുള്ളി കേരളത്തിലൊന്നും പ്രൊമോട്ട് ചെയ്തിട്ടില്ല, ഓവർസീസ് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. 50% കൂടുതൽ കളക്ഷൻ ഓവർസീസ് ആണ്. അവർക്കറിയാം ഭയങ്കര മാർക്കറ്റാണ് ഓവർസീസ്. ഇപ്പം ഓക്കെ, എമ്പുരാനാണെങ്കിലും ഓവർസീസിന്റെ കളക്ഷൻ ഹെവി കളക്ഷനാണ്. 265 എന്നുള്ള മാജിക് ഫിഗറിലേക്ക് എത്തിയത് നെഗറ്റീവ് പബ്ലിസിറ്റി വന്നിട്ടും ഓവർസീസ് കളക്ഷൻ ചേർത്താണ്. ഇപ്പോൾ ഓവർസീസ് നമ്മുടെ വലിയ മാർക്കറ്റാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ സാധാരണ പ്രതീക്ഷ നമ്മൾ ലാസ്റ്റ് സമയത്ത് ഇരുന്നപ്പോൾ നമ്മൾ ലാസ്റ്റ് സിനിമ ഡിസ്കസ് ചെയ്ത എപ്പിസോഡ് ഏപ്രിലിൽ നമ്മൾ ജിംഖാന ആ സാധനം ഒരുമിച്ച് കണ്ടിട്ടിരുന്ന എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു തുടരും ഭയങ്കര സക്സസ് ആകുമെന്ന്. ഞാൻ അതുകൊണ്ട് ഇപ്പോഴത്തെ പ്രതീക്ഷ ലോക നമ്പേഴ്സിൽ ഞെട്ടിക്കുന്നൊരു നമ്പർ ക്രോസ് ചെയ്യും ചിലപ്പോൾ. ഞാൻ പറയുന്നത് 300 പറയുന്നത്, പക്ഷെ എത്തും എനിക്കറിയില്ല. 300 crore എന്നുള്ള മാജിക്കൽ ഫിഗർ ചിലപ്പോൾ ക്രോസ് ചെയ്യും. ഇപ്പോഴത്തെ ഏറ്റവും വലിയ ക്രോസർ എമ്പുരാനാണ് 265. അതിന്റെ താഴെ തുടരും 200 സംതിങ് ക്രോസ് ചെയ്തിട്ടുണ്ട്. ഇത് 100 സംശയം, നിസ്സംശയം 100 ക്രോസ് ചെയ്യും, കൺഫേം ആണ്. പക്ഷെ ഇതിന്റെ പാൻ ഇന്ത്യനിൽ ഇത് എങ്ങനെ റീച്ച് ആവുന്നത്, അതായത് KGF-നെയും കൽക്കിയെയും ബാഹുബലിയൊക്കെ ആൾക്കാർ റിസീവ് ചെയ്ത പോലെ നമ്മളെ റിസീവ് ചെയ്യുന്ന ഒരു പടമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അവിടെയും മിനിമൽ സാധ്യതയുള്ള സാധനം നമ്മൾ പറയുന്നത് നായകന്റെ സിനിമയല്ല. നമ്മുടെ ഈ പറയുന്ന മെയിൽ ഡൊമിനൻ സൊസൈറ്റിയിൽ ഒരു സൂപ്പർ സ്റ്റാറിന്റെ സിനിമ അല്ല കല്യാണി പ്രിയദർശൻ എന്ന് പറഞ്ഞ സാധാരണ നായികയുടെ അത്രയും സൂപ്പർ സ്റ്റാർ നായികയല്ല പുള്ളിക്കാർ. ആ പുള്ളിക്കാർ നായികയുടെ വിമൻ സെൻട്രിക് മൂവിയാണ് ഈ ലെവലിലേക്ക് വളരാൻ പോകുന്നത്. സോ 100 കൺഫേം ആണ്, നിസ്സംശയം പറയാൻ 100 എത്തും. 200-ന് സാധ്യതയുണ്ട്. ഇത് 100 കളക്ട് ചെയ്ത ആദ്യത്തെ നായികയായിരിക്കില്ലേ മലയാളത്തിൽ? എനിക്ക് തോന്നുന്നു മർദാനി പോലുള്ള സിനിമകളുടെ ഒക്കെ കളക്ഷൻ ചെക്ക് ചെയ്യേണ്ടി വരും. ബോളിവുഡിൽ സിനിമകൾക്ക് വന്നിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇംഗ്ലീഷ് 100 crore വന്നിട്ടുണ്ട്. ശ്രീദേവിയുടെ പടം ഇല്ല. നയൻതാരയുടെ ഒന്നും വന്നിട്ടില്ല. 100 crore വന്നിട്ടില്ല. നയൻതാര പാർട്ട് ഓഫ് മൂവി, അതായത് സ്റ്റാർ കാസ്റ്റിന്റെ പാർട്ടായിട്ട് വന്നിട്ടുള്ള സിനിമകൾ വന്നിട്ടുണ്ട്. പക്ഷെ സെൻട്രൽ ലീഡ് വന്നിട്ടുള്ള പടം വന്നിട്ടില്ല. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു സൗത്ത് ഇന്ത്യയിൽ ചിലപ്പോൾ നായിക വന്നിട്ടുള്ള പടം ഫസ്റ്റ് പടം ചിലപ്പോൾ കല്യാണിയുടെ ആവാൻ സാധ്യതയുണ്ട്. ഹിന്ദി തപ്പേണ്ടി വരും. കാരണം ചില സിനിമകൾക്ക് അവിടെ 100 ഇപ്പോൾ ഒരു നമ്പർ അല്ലാതായി മാറി. കാരണം അത്രയും വൈഡ് റിലീസിങ് വരുന്നുണ്ട്. ആലിയ ഭട്ടിന്റെ പടം അത് തിയേറ്ററിൽ ഗംഗൂബായി ഒക്കെ ചിലപ്പോൾ സാധ്യതയുണ്ട്. ചില സിനിമകൾ സാധ്യതയുണ്ട്. ആലിയ ഭട്ടിന് അങ്ങനെ കുറേ സിനിമകൾ ഫീമെയിൽ ലീഡ് വരുന്നുണ്ട് അവിടെ. സോ ഇത്
ഒരു നാഴികക്കല്ലാണ്, മലയാള സിനിമയുടെ നാഴികക്കല്ല് തന്നെയാണ്. പിന്നെ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഇതിനകത്ത് പുതുമയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉള്ള പുതുമകൾ നമ്മൾ പറഞ്ഞ സാധനങ്ങളാണ്, അല്ലാതെ ടെംപ്ലേറ്റ് കഥ. സൂപ്പർ ഹീറോ മൂവിയിലെ ടെംപ്ലേറ്റ് ഒരു കഥയുണ്ടല്ലോ, സാധാരണക്കാരായ ഒരാൾ മാറാൻ സാധ്യതയുണ്ട്, അവര് വില്ലന്മാർ, ഇതൊക്കെ തന്നെ, ഇതിൻ്റെ അപ്പുറത്തൊന്നുമില്ല. പക്ഷേ ഗുഡ് സിനിമാറ്റോഗ്രഫി, നല്ല എഡിറ്റിംഗ്, മ്യൂസിക്, സെറ്റിങ്സ്, കോസ്റ്റ്യൂം, ആർട്ട് ഡയറക്ഷൻ, എല്ലാം ഈ സാധനങ്ങളെല്ലാം ക്വാളിറ്റി വർക്കുള്ള സിനിമ. ഈ വർഷത്തെ ശിഷ്യൻ ജേക്ക് ആണല്ലേ? ജെയ്ക്സിന് ഈ വർഷം തുടരും. ആ ജെയ്ക്സിന്റെ ആയിരുന്നല്ലേ. പിന്നെ വേറെ ഇത് മറ്റേ നരിവേട്ട, പിന്നെ ശരിയാ, അതെല്ലാം നല്ല പാട്ടുകൾ വന്നല്ലോ. ഇത് ലോക ആലത്തി സെന്ററൊക്കെ ഭയങ്കര തിയേറ്റർ എക്സ്പീരിയൻസിനുള്ളതുകൊണ്ട്. പക്ഷേ അതിന്റെ ഓണം പരിപാടിയിൽ ഇത് നല്ലൊരു തിയേറ്റർ ഞാൻ പ്രിഫർ ചെയ്യുന്ന എന്നോട് പറയുന്നത് PXL, ഫോറത്തിൽ PXL. പൈസ കുറച്ച് കൂടുതലായിരിക്കും ഫോറത്തിന്റെ, അത് 350 രൂപ ആയിരിക്കും. ഫോറത്തിന്റെ PXL ഒരു മിഡ് സെന്റർ സീറ്റ് നോക്കിയിട്ട് നീ കറക്റ്റായിട്ട് നോക്കി ഒരു ദിവസം നേരത്തെ ബുക്ക് ചെയ്ത് പോയി അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ട്. ഞാൻ F1 ഇതുപോലെ ഒന്ന് ബുക്ക് ചെയ്തതാ, എന്നിട്ട് പോയില്ല, ഉറങ്ങിപ്പോയി. അപ്പൊ നീ മോർണിംഗ് ടൈമിൽ, അതായത് ഒരു ഉച്ച കഴിഞ്ഞുള്ള സമയം നോക്കി, അപ്പൊ നീ രാവിലെ എഴുന്നേക്കുകയും ചെയ്യും, അടുത്തോണ്ട് ഉറങ്ങത്തുമില്ല, അങ്ങനെ ഒരു സമയം നോക്കി ബുക്ക് ചെയ്യും. നമുക്ക് ഡൊമിനിക് അരുൺ ഇതിന്റെ ഡയറക്ടർ, പുള്ളിയുടെ ഇതിനു മുമ്പത്തെ തരംഗമാണ് പുള്ളിയുടെ ഫസ്റ്റ് ഡയറക്ടർ ഉൾപ്പെടെ 2017 തരംഗം ഞാൻ കണ്ടവരാണ്. അന്ന് നമുക്ക് പുള്ളി അതിനകത്തൊരു ഫാന്റസി എലിമെന്റ് ആഡ് ചെയ്യുന്നത്. ടോവിനോടെ പടം, ശാന്തി ബാലചന്ദ്രൻ. ആൻഡ് ശാന്തി ബാലചന്ദ്രനാണ് ഈ പടത്തിന്റെ കോ റൈറ്റർ അല്ലെങ്കിൽ റൈറ്റർ. പുള്ളിക്കാരി പിന്നെ വേറെ ആരാ? ഏത് കോ-റൈറ്റർ? എനിക്കൊന്ന് ശാന്തി മാത്രമേ ഉള്ളൂ റൈറ്റർ. ഡൊമിനിക്കും ശാന്തിയും അതാണ് തോന്നുന്നു പറയുന്നത്. സ്റ്റോറി അതൊന്ന് ക്രോസ് ചെക്ക് ചെയ്യണം. ശാന്തി റൈറ്റർ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. സ്ക്രിപ്റ്റ് അസിസ്റ്റന്റ് ആണോ? അല്ല, കോ റൈറ്റർ ആണ്. ആരും നോക്കണം. വേറൊരു ടേം ഇട്ടുണ്ട്, അത് ആദ്യമായിട്ടുള്ള മലയാള സിനിമയില്. അങ്ങനെ എന്തോ ഒരു ഡീല് നോക്കിയൊന്ന്. റൈറ്റർ വേറെ ആരും ഉണ്ടെന്ന്. ശാന്തിയും റൈറ്റർ ആണെന്ന് ഞാൻ കണ്ടായിരുന്നു. ഡ്രാമ അങ്ങനെ എന്തോ ഡെർമറ്റോളജി അല്ല. തരംഗം നല്ല സിനിമ. തരംഗം ഇപ്പൊ പോയി കണ്ടാലും രസമുള്ള ഒരു പടമാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ കണ്ടത് തിയേറ്ററിലാണ്. ആ സമയത്ത് അതിന്റെ ഒരു വേൾഡ് ബിൽഡിംഗ് ഉണ്ട്. ശരിക്കും തരംഗത്തിന്റെ ഒരു വേൾഡ് ബിൽഡിംഗ് ഉണ്ട്. ഭയങ്കര രസമായിട്ടൊരു സാധനം കാണിക്കുന്നുണ്ട്. അതായത് തരംഗം സ്റ്റാർട്ട് ചെയ്യുന്നത് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നാണ് തരംഗ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റോറി ബൈ ഡൊമിനിക് അരുൺ ആണ് കൊടുത്തേക്കുന്നത്. സ്റ്റോറി സ്ക്രീൻ പ്ലേ ഡൊമിനിക് അരുൺ ആൻഡ് ശാന്തി ബാല. ഓക്കെ, അപ്പൊ കോ റൈറ്റർ അല്ലെങ്കിൽ സ്ക്രീൻ പ്ലേ പുള്ളിക്കാരിയുടെ ഇവർ ഒരുമിച്ച് എഴുതി എന്നുള്ള രീതിയിലാണ് വരുന്നത്. തരംഗം സ്റ്റാർട്ട് ചെയ്യുന്നത് ദൈവത്തിന്റെ അടുത്തു നിന്നാണ്. തരംഗം സ്റ്റാർട്ട് ചെയ്യുന്നത്, തരംഗ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത് ദൈവസന്നിധിയാണ് കാണിക്കുന്നത്. അത് ഭയങ്കര രസമായിട്ട് നമ്മുടെ എന്താ പറയുന്നത്, സിനിമാറ്റിക്കും ഫണ്ണും നമ്മുടെ വിശ്വാസവും മിക്സ് ചെയ്തുകൊണ്ടൊരു സാധനം ചെയ്തിരിക്കുന്നത്. ദൈവം ദിലീഷ് പോത്തനാണ്. ഭയങ്കര രസമായിട്ട് ചെയ്തില്ല. ആ പടം സ്റ്റാർട്ട് ചെയ്യുന്ന അവിടുന്ന് തുടങ്ങുന്നത്. അപ്പോൾ എനിക്കതൊക്കെ ഭയങ്കര രസമായിട്ട് അന്നേ തോന്നിയത്. പക്ഷെ അത് പുള്ളിക്കാരൻ പടം ചെയ്തില്ല, കുറേ നാൾ ചെയ്തില്ല. അത് കഴിഞ്ഞാൽ റീസെൻ്റ്ലി എനിക്കൊന്ന് പുള്ളിയെ നോക്കി ഏതൊരു പടം അസിസ്റ്റ് ചെയ്തു, കുഴപ്പമില്ലാത്തൊരു പടം പുള്ളി അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്, റൈറ്റിങ്ങിൽ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് 5 വർഷമായിട്ട് ഈ വർക്കിൻ്റെ പുറകെ ആയിരിക്കും. ഇത് കുറേ പിച്ച് ചെയ്ത് കാണും. നമുക്കറിയത്തില്ല അവരുടെ സ്ട്രഗിൾ എന്താണെന്ന്. ഇങ്ങനത്തെ ഒരു പ്രൊജക്റ്റ് പിച്ച് ചെയ്ത് ഇവിടെ നടത്തിയെടുക്കാനുള്ള ബുദ്ധിമുട്ട് നമുക്കെല്ലാവർക്കും എളുപ്പം പറയാം. അപ്പുറത്ത് അവിടെ കൽക്കി ചെയ്യുന്നുണ്ട്, രാജമൗലി ബാഹുബലി ചെയ്യുന്നുണ്ട്, അങ്ങനത്തെ പടം പറയാം. പക്ഷെ അത് പിച്ച് ചെയ്ത് പ്രൊഡ്യൂസറിനെ കൊണ്ട് പൈസ ഇറക്കിപ്പിച്ച് ഈ മാർക്കറ്റിൽ നിന്ന് പൈസ തിരിച്ചു പിടിക്കുക എന്നുള്ള കോൺഫിഡൻസ് ഭയങ്കര സംഭവമാണ്. അതുകൊണ്ടാണ് ദുൽഖറിനെ ആൾക്കാർ ഇതിനകത്ത് പ്രൈസ് ചെയ്യുന്നതിൻ്റെ ഒരു പോയിന്റ്. ആൾക്കാർ ഇപ്പം ഒരു ഫാൻ ഫൈറ്റ് നടക്കുന്നുണ്ട്. അതായത് ഇവരുടെ ടോക്സിക് കൾച്ചർ എന്താണെന്ന് വെച്ചാൽ, ഇവ ശരിക്കും ഹൃദയപൂർവ്വമാണ് അനോണിമസ്ലി ഈ വിന്നർ ആവേണ്ടിയിരുന്നതെന്ന് എല്ലാവരും വിചാരിച്ചു. കാരണം ബാക്ക് ടു ബാക്ക് ഹിറ്റ്സുമായിട്ട് ലാലേട്ടൻ അറ്റ് ദ പീക്ക്, സത്യനന്ദിക്കാട് കോംബോ തിരിച്ചു വരുന്നു, ഒരു ഡീസൻറ്റ് സബ്ജക്റ്റ് ഉണ്ട്, പ്ലോട്ട് ലൈൻ ഉണ്ട്, എല്ലാം സേഫ് ബെറ്റിലുള്ള നിൽക്കുന്ന സമയത്ത് ഈ പടത്തിൽ ദുൽഖർ സൽമാൻ, അതായത് മമ്മൂട്ടി ലെഗസി വരുന്നൊരു പടവുമായിട്ട് ക്ലാഷ് വന്നിട്ട് ഹൃദയപൂർവ്വം അതിന് മുകളിലേക്ക് പോകുമെന്നുള്ളത് ഇപ്പോൾ ഫാൻ ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ആ ടോക്സിക് ഫാൻ ഫൈറ്റ്, അതായത് മമ്മൂക്കട്ടിയും ലാലേട്ടൻ്റെയും തമ്മിലുള്ള ഫൈറ്റ് അവർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അതായത് ദുൽഖർ സൽമാൻ ബാക്കപ്പ് ചെയ്യുന്നൊരു പടം, അത് ഹീറോയിൻ സെൻട്രിക് പടം, ഇതിന് മുകളിലേക്ക് പോകുമോ അപ്പോഴത്തേക്ക് തുടങ്ങി ഇവർ. അത് ലാലേട്ടൻ്റെ പടത്തെ തോപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഹൈപ്പ് ചെയ്യുന്നു, PR വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞ ഒരു സൈഡിൽ നിന്ന് ലാലേട്ടൻ കോർ ഫാൻസ്. സത്യത്തിൽ ഇവരൊക്കെ ഫാൻസ് ആണെന്ന് എനിക്കറിയില്ല. ഇവർക്ക് ഈ പറയുന്ന ഫാൻ ഫൈറ്റ് ഒരു അടിസ്ഥാനവും ഇല്ല. രണ്ട് കൂട്ടം അങ്ങോട്ട് ചെളിവാരി എറിയുന്നു. അതായത് ഫാൻ ഫൈറ്റ് എന്ന പേരിൽ അന്തരായിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ആൾക്കാർ ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ ഇത് നിങ്ങളുടെ മമ്മൂട്ടിക്ക് അതുണ്ടോ, ഇത് ലാലേട്ടൻ്റെ ഹൃദയപൂർവ്വം എന്തായാലും തൂക്കൂ, ലോകം ഒരു കാശിന് കൊള്ളത്തിൽ നിന്ന് അങ്ങനെ ക്രിട്ടിക്കൽ ഒരു കാര്യമില്ലാതെ ക്രിട്ടിക്സ് ആയിട്ട് മാറിയിട്ട് അതുണ്ടോ ഇതുണ്ടോ എന്ന് നെഗറ്റീവ് പബ്ലിസിറ്റി. എന്നിട്ട് അവർ പറഞ്ഞത് ലോകം വെറുതെ ഹൈപ്പാണ് ഈ പറയുന്നത്. സത്യത്തിൽ ഈ ഹൈപ്പ് കയറാൻ ഒറ്റ കാരണം ആ പടത്തിന് അവർ പ്രീ ഹൈപ്പ് കൊടുത്തില്ല എന്നുള്ള ഒറ്റ റീസൺ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഇത്ര ഹൈപ്പ് കയറത്തില്ല, ഹൃദയപൂർവ്വം ഹൈപ്പ് കൊടുത്തില്ല. പക്ഷെ കാരണം ചെറിയ പടവുകളാണ്. പക്ഷെ ലോക കുറച്ചുകൂടെ വലിയ സ്കെയിലുള്ള പടമാണ്, വേണമെങ്കിൽ അവർക്ക് പ്രൊമോട്ട് ചെയ്യാൻ. പക്ഷെ അവരത് സൈലന്റ് ആയിട്ട് പഠിച്ചതായിരിക്കും. സത്യം പുള്ളിയ എക്സ്പീരിയൻസ് ആണത്, ലേണിംഗ് ആണത്.
പുള്ളി 2 വർഷം മുമ്പുള്ള ഓണത്തിനാണ് കിങ് ഓഫ് കൊത്ത ഇറക്കി വിടുന്നത്. അല്ല 2 വർഷം മുന്നേ ഓണത്തിന് കിങ് ഓഫ് കൊത്ത ഇറക്കി വിടുന്നത്. ടൈം സ്ക്വയറിലൊക്കെ പോയിട്ട് സത്യം പുള്ളി പിന്നെ മലയാളത്തിൽ തോറ്റോടിയിട്ട് വേറൊരാണ് പുള്ളി പിടിച്ച ടൈം സ്ക്വയറിലൊക്കെ പോയി പുള്ളി പ്രൊമോട്ട് ചെയ്ത് കിങ് ഓഫ് കൊത്ത. ഒരു കാര്യമില്ലായിരുന്നു. ടൈം സ്ക്വയറിൽ ബുർജ് ഖലീഫന്റെ മണ്ടയ്ക്ക് അതൊക്കെ എല്ലാരും ചെയ്യുന്ന ബുർജ് ഖലീഫ. ബുർജ് ഖലീഫ അന്ന് നമ്മുടെ ഇൻഡസ്ട്രിയിൽ ആദ്യമായിട്ടാണ് ബുർജ് ഖലീഫ അതിന് മുന്നേ ചെയ്യുന്നുണ്ടായിരുന്നു. കൊത്തയാണ് ആദ്യമായിട്ട് ടൈം സ്ക്വയറിലാണ് കണ്ട് ചെയ്യുന്നത്. അത്രയൊക്കെ ചെയ്യേണ്ട കാര്യമായിരുന്നു പുള്ളിക്ക് മനസ്സിലായത്. ഇതാണ് ഫസ്റ്റ് ഡേ വേർഡ് ഓഫ് കൊത്തയുടെ ഇതിൽ നിന്ന് പുള്ളി പഠിച്ച പാഠമാണ്. നല്ല പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇറക്കി വിട്ട ആൾക്കാർ അല്ല പഠിച്ച പാഠമാണ്. നല്ല പ്രൊഡക്റ്റ് ആണെങ്കിൽ വലിയ പ്രൊമോഷൻ ഒന്നും ഇല്ലെങ്കിൽ കയറി പോകുന്നു. പുള്ളി ഒരു ദിവസം വെയിറ്റ് ചെയ്തു, അടുത്ത ദിവസം പാൻ ഇന്ത്യൻ റിലീസ് നടത്തി. കൊത്തയുടെ പ്രൊമോഷൻ എന്ന് പറയുന്നത് ഇതിന്റെ ബഡ്ജറ്റാ, കലാപക്കാരാ പാട്ടാ, അല്ലാന്ന് പ്രൊമോഷന്റെ ബഡ്ജറ്റ് കൊണ്ടാണ് ഈ പടം ചെയ്തത്. ഈ സാധനത്തിനായിട്ട് 30 ആണ്. ഈ ഓണത്തിന് 4 പടമാണ് അനൗൺസ് വന്നിരുന്നത്. അതിൽ ലോക, ഹൃദയപൂർവ്വം, ഓടുംകുതിര ചാടുംകുതിര ഫഹദിൻ്റെത്, മേനെ പ്യാർ പിള്ളേരുടെ പടം. ഈ 4 പടത്തിൽ 3 പടത്തിന്റെ ബഡ്ജറ്റ് അറൌണ്ട് 30 ആണെന്നാണ് പറയപ്പെടുന്നത്. ഓടുംകുതിര ചാടുംകുതിരയും 30 ആണ്, ഹൃദയപൂർവ്വം 30 ആണ്, ഇതും 30 ആണ്. 30 എന്ന് പറഞ്ഞിട്ട് ദിലീഷ് ബോധൻ പ്രേമലു ഇത്ര ഹിറ്റ് ആയി കഴിഞ്ഞപ്പോ അതിനും പറഞ്ഞിട്ടുണ്ടായിരുന്ന ബഡ്ജറ്റ് അങ്ങനെ എന്തോ അല്ല 14 പറഞ്ഞിരുന്നു. അതല്ലേ? അപ്പൊ ആള് പറഞ്ഞു അതൊന്നല്ല, അത് അതിന് മുകളിൽ ബഡ്ജറ്റ് ഉള്ള പടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നോക്കണെങ്കിൽ ഇത് വലിയ ബഡ്ജറ്റിലാവേണ്ട ഒരു പടല്ലേ? അല്ല, ശരിക്കും പറഞ്ഞാൽ ഇത് ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് വരുന്നത് ശരിക്കും സ്റ്റാർസിനാണ്. ഇവര് പറയുന്നു 30 കോടിക്ക് കേരളം ഇത് എങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, അതായത് നാഗശ്വിൻ കൽക്കിയുടെ ഡയറക്ടർ പറയും 30 crore അങ്ങനെ സാധനം ചെയ്യുന്ന. ശരിക്കും കൽക്കിയുടെ ബഡ്ജറ്റ് 400-500 crores. സത്യത്തിൽ അതിൽ പ്രഭാസ് 150 രൂപ കൊണ്ടുപോയി ഓൾറെഡി. കമൽഹാസൻ 25, അമിതാഭ് ബച്ചൻ കിടക്കുന്നത് 30. അപ്പൊ ഇത് അവര് നോക്കുമ്പോഴത്തേക്ക് അവരുടെ ടെക്നീഷ്യൻസ് അല്ല. ഇപ്പൊ കൂലിയുടെ ബഡ്ജറ്റ് ലോകേഷ് കനകരാജ് 50 കോടി രൂപ വാങ്ങിക്കുന്നത്, രജനി 200 കോടി. അപ്പൊ അവര് നോക്കുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മള് ബഡ്ജറ്റ് വെച്ചേക്കുന്നത് സിനിമയുടെ ബഡ്ജറ്റാണ്. ഇപ്പൊ ചിലപ്പം CR പേയ്മെന്റ് വാങ്ങിക്കുന്ന ആൾക്കാരുണ്ടോ അതിനകത്ത്? കല്യാണി നെസ്ലിൻ CR വാങ്ങിക്കാറുണ്ടാവില്ലേ? 1-2 കൂടുതലൊന്നും എന്തായാലും പോകത്തില്ല. അതിന്റെ അപ്പുറത്തേക്കൊന്നുമില്ല. 5 എന്തായാലും വാങ്ങിക്കാൻ സാധ്യതയില്ല. അവർക്ക് അത്രയും മാർക്കറ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. 5ന്റെ മാർക്കറ്റ് ഇല്ല. ചിലപ്പോ CR 1-2 വരുന്നുണ്ട്. ഈ കറക്റ്റ് ആയത്തിൽ നോക്കണം. നമ്മൾ ഇപ്പോഴും മമ്മൂട്ടി മോഹൻലാൽ അത് പറയത്തില്ല. അതല്ലേ കുഴപ്പം? അവര് പറയത്തില്ല. പുള്ളി ഇപ്പൊ കുറച്ച് ഇത് പിടിക്കുക, ഈ ഹെയ്റ്റ് പിടിക്കാതിരിക്കാൻ വേണ്ടിയുള്ള നമ്പർ പിടിക്കുക. ആൾക്കാര് ബംഗാളി എന്നൊക്കെ വിളിച്ച് അലമ്പിയായിരുന്നു. അല്ല, ചുമ്മാ അവന് ഒരു ഹീറ്റിന്റെ സൈക്കിൾ വന്നിട്ടുണ്ടായിരുന്നല്ലോ ഇടയ്ക്ക്. ഈ പ്രൊമോഷന് പോയപ്പം ബംഗാളിയെ പോയിട്ട് കാണാൻ തോന്നി. അപ്പൊ താങ്ക് യു ഞാൻ പറഞ്ഞു. അതൊക്കെ പുള്ളി പഠിച്ചതാണ്. ഒന്ന് ഈ മൈരന്മാരോടും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അവനോട് ആ സ്പോട്ടിൽ ഒരു സാധനം അടിച്ചിട്ട് അവനൊരു സമാധാനം ഉണ്ടാക്കാൻ ചൊറിയാൻ വേണ്ടിട്ട് റിയാക്ഷൻ കിട്ടാൻ വേണ്ടിയുള്ളത് പറയുന്നത്. ഏറ്റവും കൂടുതലായിട്ട് മേനെ പ്യാർ കിയാലോ മറ്റേ തൊപ്പിയുടെ സ്ട്രീമിൽ പോയി തെറി വിളിച്ചതല്ലേ ഹൃദു ഹാറൂൺ. അറിയത്തില്ല. അവന ഇതില് പോയിരുന്നപ്പോഴത്തേക്ക് അവർ പോയിരുന്നപ്പോ പുള്ളി ഇത്തിരി അൺകംഫർട്ടബിൾ ആയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ സ്റ്റൈൽ ആയിട്ടിരിക്കുന്നതൊക്കെ തോന്നിയപ്പോൾ അതനുസരിച്ച് കമന്റ് വരില്ല. അയാൾ എന്താ വല്ലാതിരിക്കുന്നത്, അയാൾക്ക് ജാട എന്നൊക്കെ ഇങ്ങനെ പല രീതിയിൽ കമന്റ് വരുന്നുണ്ട്. അപ്പൊ പുള്ളി ഇങ്ങനെ അതൊക്കെ വായിക്കുന്നുണ്ട്. പുള്ളി ഇങ്ങനെ നോക്കിയിട്ട് ആൾക്കാർ എന്ത് പറയും നോക്കിയിട്ട് ചുമ്മാ ഇരിക്കണം, ഞാനിങ്ങനെ കുഴപ്പമൊന്നുമില്ല എന്ത് ഇത് അങ്ങനെ എന്തോ പുള്ളി സാധനം അറിയാതെ പറഞ്ഞു പുള്ളി. അപ്പൊ തൊപ്പി ആദ്യം അത് ശ്രദ്ധിച്ചില്ല ഒരു സെക്കൻഡ്. പിന്നെ അത് എന്ത് പറഞ്ഞു, നീ അങ്ങനെ ഇത് എന്റെ ലൈവല്ലേ, ഇത് ഇവിടെ നിങ്ങൾ തെറി പറയാം, അത് മോശമല്ലോ, അതെന്താ അതല്ലേ, അത് ശരിയല്ലോ, അത് ഒരു സോറി പറഞ്ഞ ആളിയാ, സോറി പറയാളിയാ എന്ന് പറഞ്ഞാൽ സോറി പറയിപ്പിച്ചു. സോ ആ പവർ ഡൈനാമിക്സ് തൊപ്പി സ്റ്റാർ ആണ് ശരിക്കും അവിടെ, ഋതു ഹാറൂണിന്റെ മുകളിലാണ്. പക്ഷെ അവിടെ വേറൊരു സ്റ്റാർ ആണെങ്കിൽ തൊപ്പി അതിനെ ഫണ്ണായിട്ട് എടുത്തേനെ. കാരണം അവിടെ എല്ലാവരും നോക്കുന്നത് ആർക്കാണ് ഫോളോവേഴ്സ് കൂടുതൽ, ആർക്കാണ്. അവിടെ സത്യം പറഞ്ഞാൽ അതുപോലൊരു സിനിമയ്ക്ക് അവരെ ആവശ്യമാണ്, അവന്റെ പ്രൊമോഷൻ പവർ ആവശ്യമാണ്. ആ ശരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ ഫുൾ ലോക പറഞ്ഞെങ്കിലും ലോക എന്തെങ്കിലും നമ്മൾ പോയിന്റ് വിട്ടുപോയായിരുന്നു. കഥ പറയുന്ന നല്ല രസമാണ്, അതുകൊണ്ട് എല്ലാവരും ഒന്ന് പറഞ്ഞു എന്റെ അടുത്ത്. ഇതിന്റെ ഫൈനൽ റണ്ണ് എന്താ എന്നുള്ളത് തെലുങ്ക് സർക്യൂട്ടിലും കന്നഡ സർക്യൂട്ടിലും തമിഴ് സർക്യൂട്ടിലും ഇതിന്റെ റിവ്യൂവും ഇത് ഹിന്ദിയിലേക്ക് അവർ ഡബ് ചെയ്ത് ഇറക്കാൻ സാധ്യതയുണ്ട്. അവിടെ ഇത് എങ്ങനെ റിസീവ് ചെയ്യുന്ന നോക്കിയിട്ട് ഇല്ല ചിലപ്പോ ലോക പാർട്ട് 3 ഒക്കെ ചിലപ്പോ അല്ല പാർട്ട് 2 വരുമ്പോ തന്നെ ഇത് വേറെ ലെവലിലേക്ക് അവർക്ക് മാർക്കറ്റ് ചെയ്യാനും പറ്റും. പക്ഷെ ഞാൻ ഈ സാധനം എങ്ങനെ പോകുന്നുള്ള 100 കൺഫേം ആണ്. ഇതിന് മുകളിലേക്ക് എത്ര പോകുന്നത് പാൻ ഇന്ത്യയിൽ ഇതിന് എന്ത് റീച്ച് കിട്ടുന്നുള്ള പ്രതീക്ഷിക്കുന്ന 300 അല്ലേ, നമുക്ക് നോക്കാം. 200 ക്രോസ് ചെയ്യുന്നുള്ള എനിക്ക് കൺഫേം ആണ്.
പാൻ ഇന്ത്യൻ റീച്ച് നമുക്ക് നോക്കാം. നമ്മൾ തുടരും പറഞ്ഞാലും ഇത് എത്തുമെന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ ആൻഡ് ബാക്കിയുള്ള 3 സിനിമകൾ ഞാൻ 4 സിനിമയും കണ്ടു. ഇതിൽ ഹൃദയപൂർവ്വം സെക്കൻഡ് പൊസിഷൻ, നമ്മൾ ഓർഡർ തന്നെ പറയുന്നത്. ഫസ്റ്റ് ലോകം തന്നെയാണ് ഇംപ്രസ് ചെയ്യുന്നത്, അതിൻ്റെ തൊട്ട് താഴെ വരത്തുള്ളൂ ഹൃദയപൂർവ്വം സത്യൻ അന്തിക്കാടിൻ്റെ ആ ടിപ്പിക്കൽ ടച്ചുള്ള സാധനം. പക്ഷേ മോനെ കൊണ്ട് കഥ എഴുതിച്ച് സ്ക്രിപ്റ്റ് എഴുതിച്ചത് കൊണ്ട് ഇപ്പോഴത്തെ വേണ്ട എലമെൻറ്റുകളെല്ലാം ആഡ് ചെയ്തിട്ടുള്ള സത്യൻ അന്തിക്കാട് ആൻഡ് NG മിക്സ് പടമാണ് ഹൃദയപൂർവ്വത്തിന് ഒരു ഡീസൻറ്റ് 1 ലൈൻ ഉണ്ട്. ആ 1 ലൈൻ പറയുന്നത് കുഴപ്പമില്ല. ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് സംഭവിച്ച വ്യക്തി, ലാലേട്ടൻ സെൻട്രൽ ക്യാരക്ടർ, അയാളുടെ ഹാർട്ടിൻ്റെ ഡോണേഴ്സ് അയാളെ തപ്പി വരുന്നു. ആയുഷ്കാലം അങ്ങനെയല്ല, ഹാർട്ടിൻ്റെ ഡോണർ ഇല്ലല്ലോ, ഡോണറിൻ്റെ മകൾ വന്നിട്ട് അവരുടെ ഒരു പരിപാടിയിലേക്ക് അയാളെ ഇൻവൈറ്റ് ചെയ്യുന്നു. അവർക്ക് ആ ഹാർട്ടിനോട് അറ്റാച്ച്മെന്റ്. ഇയാൾ ഭയങ്കര പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു മനുഷ്യൻ. പുള്ളി അതിനുശേഷം ഹാർട്ട് റിസീവ് ചെയ്ത അയാളുടെ ലൈഫ് മാറുന്നതും ഇവരുമായിട്ടുള്ള ഇൻട്രാക്ഷൻസും ഇതിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങൾ, നർമ്മം, പ്രണയം, ഇങ്ങനെയുള്ള സാധനങ്ങളെ മിക്സ് ചെയ്തിട്ടുള്ള ടിപ്പിക്കൽ സത്യൻ അന്തിക്കാട് സിനിമ തന്നെയാണ്. അതിനകത്തേക്ക് ശരിക്കും അഖിൽ സത്യനാണ് സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത്, അല്ലെങ്കിൽ സ്റ്റോറി എഴുതിയിരിക്കുന്നത്. അതിനകത്ത് കറക്റ്റ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു കാരണവശാലും ഔട്ട്ഡേറ്റഡ് ആയി പോവാതിരിക്കാൻ വേണ്ടിയുള്ള സാധനങ്ങൾ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തിട്ടുള്ളത് മോനും കൂടെ ചേർന്ന് എഴുതിയോണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നില്ല പാടായിരിക്കും ഒരു 60+ ഉള്ള ഒരാൾക്ക്. പുള്ളിയാണ് എഴുതിയത്, റൈറ്റർ പുള്ളിയാണ്. ഓക്കെ, അത് വലിയ കാര്യമാണ്. പക്ഷേ ഹോളിവുഡിൽ അങ്ങനെ ആൾക്കാർ ഇപ്പോഴും എഴുതുന്നുണ്ട്. 70-80 വയസ്സുള്ള ആൾക്കാർ ഇപ്പോഴും ഇന്നത്തെ തലമുറ കേറ്റർ ചെയ്യുന്നുണ്ട്. പക്ഷേ അവർ നേരിടുന്ന ചലഞ്ചസ് അതാണല്ലോ, ഇന്നത്തെ സൊസൈറ്റിക്ക് വേണ്ടി എഴുതാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ അത് കറക്റ്റായിട്ട് അത് വർക്കൗട്ട് ആയിട്ടുണ്ട്. ആൻഡ് ഒരു ഫീൽ ഗുഡ് പടമാണ്, സ്ട്രിക്ട്ലി ഫീൽ ഗുഡ് പടം, അത്രേ ഉള്ളൂ. വെരി ഗുഡിലേക്ക് പോയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നിയത്. ആൻഡ് അറ്റ് ടൈംസ് ഏറ്റവും ഹൈലൈറ്റഡ് പോയിന്റ് എന്ന് പറയുന്നത് സംഗീത് പ്രതാപ് ലാലേട്ടൻ കോംബോയാണ്. സംഗീത് പ്രതാപ് നെക്സ്റ്റ് ലെവലിലേക്ക് വളരാനുള്ള എല്ലാ സാധ്യതയുള്ള പടം ഹൃദയപൂർവ്വം. ഇതിന് മുമ്പുള്ള സിനിമകളിലൊക്കെ പുള്ളി സ്റ്റാർ സ്റ്റാൻഡേർഡ് പ്രൊജക്ടറല്ലായിരുന്നല്ലോ. പുള്ളിയുടെ തുടരുമിനകത്താണെങ്കിൽ ചെറിയ 2 സീനിൽ വന്ന് പോയുള്ളൂ. പടം ത്രൂ ഔട്ട് സംഗീതമുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ 15 മിനിറ്റ് 10 മിനിറ്റിനകത്ത് സംഗീതം വന്നു കഴിഞ്ഞാൽ പടം എൻഡ് ചെയ്യുന്നിടം വരെ സംഗീതമുണ്ട്. സോ സംഗീതിനെ സംബന്ധിച്ചിടത്തോളം സംഗീതിൻ്റെ കരിയറിലെ ഏറ്റവും ലാൻഡ്മാർക്ക് ആകാൻ പോകുന്ന സിനിമ ഹൃദയപൂർവ്വം തന്നെയാണ്. പ്രേമലു ഹൃദയപൂർവ്വം തന്നെയാണ് മാർക്ക് ചെയ്യേണ്ടത്. കാരണം പ്രേമലു പുള്ളിക്ക് ആ പറയുന്ന വൈഡ് റീച്ച് കൊടുത്തു. ഹൃദയപൂർവ്വത്തിൽ ലാലേട്ടൻ്റെ കൂടെ ത്രൂ ഔട്ട് ലാലേട്ടനായിട്ട് നിൽക്കുന്നത്. സംഗീത് കുറേ ഇൻ്റർവ്യൂവിലൊക്കെ എക്സ്പീരിയൻസ് പറഞ്ഞത് ഫ്രണ്ടിനെ എപ്പോഴും പുള്ളിക്ക് കുറേ നാൾ പുള്ളിയോട് നിൽക്കാൻ പറ്റിയൊക്കെ വലിയ എക്സ്പീരിയൻസ് ആയിട്ട് പുള്ളി പറഞ്ഞായിരുന്നു. പടത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആ കോംബോ തന്നെയാണ്. അത് കാണാനുള്ളുണ്ട്. അതാണ് വർത്ത് വാച്ചിങ് ആയിട്ടുള്ള സാധനം. സംഗീത് പ്രതാപ് ലാലേട്ടൻ കോംബോ, ആ 2 60-20s ആ ഇതുണ്ടല്ലോ, അത് ഭയങ്കര രസമായിട്ട് വർക്കായിട്ടുണ്ട്. പിന്നുള്ളത് കുറേ ഫീൽ ഗുഡ് മൊമെൻറ്റ്സ്, ഫാമിലിക്ക് വർക്കാവുന്ന മൊമെൻറ്റ്. കുറേ ഭാഗം എനിക്ക് വർക്കായില്ല, ഭയങ്കര ക്രിഞ്ച് ഫീൽ ചെയ്യും നമുക്ക്. പക്ഷേ കുറേ ഭാഗം ഫാമിലി എനിക്കത് ഏറ്റെടുക്കുന്നുള്ളൂ. ഞാൻ കാണുമ്പോൾ ഒരു ഫാമിലി ഫീൽ ക്രൗഡിലാണ് ഞാൻ കാണുന്നത്. സോ ചിരി ഉണ്ടായിരുന്നു, കൈഡി ഉണ്ടായിരുന്നു. ആൻഡ് അവരെ സംബന്ധിച്ചിടത്തോളം ലൈറ്റ് ഹാർട്ടായിട്ട് പോയി കാണാൻ പറ്റുന്ന സബ്ജക്റ്റ് സിനിമ, ഫെസ്റ്റിവൽ മൂഡിൽ ആ ഫാമിലിക്ക് കാണാൻ പറ്റിയ സാധനമായിട്ട് അത് വർക്കാവുന്നുള്ളതുകൊണ്ടാണ് അതിന് ഡീസൻറ്റ് റിവ്യൂസ് വരുന്നതും കുഴപ്പമില്ലാതെ ഓടുന്നുണ്ട്. അപ്പോഴും ലോകയുടെ കളക്ഷനായിട്ട് ബീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു സാധനമുണ്ട്. സ്ക്രീൻ കൗണ്ട് ലോക ഇല്ലാതെ കുറച്ചുകൂടെ കൂടുതൽ കളിക്കാം. കാരണം വേറൊരു ഓപ്ഷൻ ഇല്ല. ആൻഡ് പിള്ളേർ സപ്പോർട്ട് ചെയ്യാൻ സാധ്യത ഭയങ്കര കുറവാണ്. ലോക ഉറപ്പായിട്ടും യൂത്ത് എപ്പോഴും പ്രിഫർ ചെയ്യുന്ന സാധനം കൂടുതലും ലോകയിലായതുകൊണ്ടും അങ്ങനെ ഒരു ഇടിവ് കൂടെ പറ്റും ഇതിനകത്ത്. ഹൃദയപൂർവ്വത്തിൻ്റെ ഒരു യൂത്ത് ഓഡിയൻസിൻ്റെ ഒരു ചെറിയ ഇടിവ് പറ്റും, അത് ഇതിലേക്ക് തട്ടും. പിന്നെ വെക്കേഷൻ ആയത് നമുക്ക് നോക്കാം. ലോങ് റണ്ണിൽ 2 സക്സസ് ആവാൻ സാധ്യത. മറ്റേ 2 സിനിമകൾക്കും ഭയങ്കര നെഗറ്റീവ് റിവ്യൂ ആണ്. ഓടുംകുതിര ചാടുംകുതിര ഫസ്റ്റ് ഡേ തന്നെ മെയിൻ റിവ്യൂസ് എല്ലാം വാരിയിട്ട് അലക്കുകയും മറ്റേ പെയ്ഡ് പ്രൊമോഷനായിട്ട് വരുന്ന വളരെ കുറച്ച് സൈറ്റുകൾ മാത്രം പോസിറ്റീവ് പറയുകയും ചെയ്ത സിനിമ ഓടുംകുതിര ചാടുംകുതിര. അൽത്താഫ് സലീമിന്റെ സെക്കൻഡ് ഡയറക്ടർ അല്ലേ, ഞണ്ടുകളുടെ നാട്ടിലെ ഇടവേള. ആൻഡ് മേനെ പ്യാർക്കിയ പുതിയ ഡയറക്ടറാണെന്ന് തോന്നുന്നു, ഫൈസൽ ഫസിലുദ്ദീനോ അങ്ങനെ ഒരാൾ. ആൻഡ് നമുക്കറിയാം തമീൻസ് ടീമിലെ ഋതു ഹാറൂൺ, പുള്ളി അവരെ മോനെ കൂടുതൽ ലോഞ്ച് ചെയ്തതിന് ഭാഗമായി അവന്റെ കണ്ട കുറച്ച് പിള്ളേരുടെ സെറ്റ് ആ പടം ഏതായിരുന്നു? ഋതുവിന്റെ ആ നല്ല ഡീസന്റ് പടമായിരുന്നു. മേനെ പ്യാർക്കിയക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഇതിൽ 3rd പൊസിഷൻ ഓടുംകുതിര ചാടുംകുതിരയാണ്. ഓടുംകുതിര ചാടുംകുതിരയ്ക്ക് ഏറ്റവും നെഗറ്റീവ് റിവ്യൂ വന്നത്. പക്ഷേ അതിനൊരു പോസിറ്റീവ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഫസ്റ്റ് ഹാഫ് ഗംഭീര സിനിമയാണ്. സെക്കൻഡ് ഹാഫ് ആൾക്കാർക്ക് കണക്ട് ചെയ്യാൻ പറ്റാതെ പോകുന്നതിൻ്റെ കാരണം അപ്പോഴത്തേക്ക് അൽത്താഫ് ഞണ്ടുകളുടെ നാട്ടിനകത്തൊക്കെ പുള്ളി ആഡ് ചെയ്തൊരു സാധനമുണ്ട്. അതായത് ഒരു ഫാൻറ്റസിന്നോ അല്ലെങ്കിൽ നമ്മൾ ഫിലോസഫിക്കൽ ഫാൻറ്റസി എന്നൊക്കെ പറയുന്ന കുറേ സാധനങ്ങളുണ്ടല്ലോ, അത് ഇത്തിരി ഭയങ്കര കൂടുതലായിപ്പോൾ ഇതിനകത്ത്. അതിനകത്തും ഡാർക്കായിട്ട് ഹാൻഡിൽ. ഇപ്പം ഞണ്ടുകളുടെ നാട്ടിൽ ഇടവേളയ്ക്കകത്ത് അപ്പൂ മരിക്കുന്ന സീൻ ഇമോഷണലാണ്, ഫണ്ണാണ്, ഡാർക്ക് ഹ്യൂമറാണ്. അങ്ങനെയുള്ള സീനുകളുടെ ഭയങ്കരമായിട്ടുള്ള അയ്യരുകളിയുണ്ട് ഇതിനകത്ത്. പക്ഷെ അത് എപ്പോഴും കണക്റ്റ് ആവുന്നില്ല.
ആൾക്കാർ കണക്ട് ആകുന്നില്ല. സെക്കൻഡ് ഹാഫിലൊക്കെ വളരെ നല്ല സാധനമുണ്ട്, പുള്ളിയുടെ റൈറ്റിംഗ് വൈസ് നല്ലതായിരുന്നു അത്. പക്ഷേ എവിടെയൊക്കെ എന്തൊക്കെയോ പാളിച്ചിട്ടുണ്ട്. നമ്മൾ പുള്ളി അത് എഴുതുമ്പോൾ പുള്ളിക്ക് ഉണ്ടായിരുന്ന വർക്ക് ഉണ്ടല്ലോ, നമ്മൾ ഇത് വരച്ച് ഇവിടെ വെച്ച് ഇത് വരച്ച് ഇത് കണക്ട് ചെയ്യുന്നു ഇത് കണക്ട് ചെയ്യുന്നൊക്കെ എഴുതി വരുമ്പോൾ ഇത് കറക്റ്റ് ആയിരുന്നു. കൺവിൻസ് ചെയ്യുമ്പോൾ അത് അങ്ങനെ ആയിരിക്കും. അതായിരിക്കും അത്രയും വലിയ ബഡ്ജറ്റിൽ ആ സ്കെയിലിൽ ആ പടത്തെ ലോഞ്ച് ചെയ്യാൻ വേണ്ടി എല്ലാവരും റെഡി ആയത്. ഈ സാധനം പക്ഷേ വർക്കൗട്ടായി വന്നപ്പോൾ സെക്കൻഡ് ഹാഫ് ആൾക്കാർ കംപ്ലീറ്റ്ലി കൈവിട്ട് പോകുന്ന ഫീൽ എനിക്ക് തോന്നിയാണ്. തിയേറ്ററിലും ആളില്ല. ഞാൻ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്കും പോകുന്നുണ്ട് കയ്യിൽ നിന്ന്, ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട്. ഫസ്റ്റ് ഹാഫിൽ ഞാൻ എൻജോയ് ചെയ്ത് അത്ര ഞാൻ എൻജോയ് ചെയ്തില്ല. പക്ഷേ അറ്റ് ടൈംസ് അതിന് നല്ല മൊമെൻറ്റുകൾ ഉണ്ടായിരുന്നു. എൻഡിങ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഏറ്റവും പ്രശ്നം തോന്നിയത് ഇത് നിർത്ത് മതി എന്നൊരു സാധനം വരുമല്ലോ. ഒരിക്കലും ആ പടത്തിന് അത് വരാൻ പാടില്ല. നമ്മളിങ്ങനെ പീക്കിൽ നിൽക്കുമ്പോൾ കൊണ്ട് എൻഡ് ചെയ്താണല്ലോ, നമ്മൾ ഭയങ്കര ചാർജായിട്ട് ഭയങ്കര കിട്ടില്ല. നമ്മളിപ്പോൾ ഇൻ്റർവെല്ലും ക്ലൈമാക്സും വൻ കിട്ടില്ലായിട്ടുള്ള പടങ്ങൾ ആവറേജ് പടമാണെങ്കിലും നമ്മൾ ഇറങ്ങിയിട്ട് പറയും ഓ ബ്രഹ്മാണ്ഡ സിനിമ എന്ന് പറയുന്ന ആ സാധനം മിസ് ചെയ്തു. എനിക്ക് നമ്മള് ധീരൻ ഇന്നലെ കണ്ടപ്പോ അതാ തോന്നി, ക്ലൈമാക്സ് ഒന്ന് ലൂസായി പോയി. ധീരൻ കഴിഞ്ഞ സീസണിലെ വരാൻ പോകുന്ന ഭയങ്കര ഹൈലൈറ്റഡ് പടങ്ങളായിട്ട് വന്നേനെ. കാരണം ദേവദത്ത് ഷാജി ഭീഷ്മപർവത്തിന് ശേഷം എഴുതുന്നു ഡയറക്ട് ചെയ്യുന്നു പറഞ്ഞ് വന്നിട്ട് തിയേറ്ററിൽ ഇപ്പം നെഗറ്റീവ് റിവ്യൂ വന്നു കണ്ടിട്ട് ആൾക്കാർ. ക്ലൈമാക്സ് മാത്രമല്ല, തിയേറ്ററിൽ ഈ സാധനം കാണുമ്പോൾ നമുക്ക് അപ്സ് ആൻഡ് ഡൗൺസ് പലയിടത്ത് ഫീൽ ചെയ്യും. ആൾക്കാർക്ക് ഇത് അതിലൂടെ കണക്ട് ചെയ്യാൻ പറ്റാതെ പോകുന്നു. സാഹസം എന്ന സിനിമ ശരിക്കും പറഞ്ഞാൽ ധീരനേക്കാൾ നല്ല സിനിമയാണ്. സാഹസം ധീരനേക്കാൾ നല്ല സിനിമയാണ്. സാഹസം അത്യാവശ്യം തിയേറ്റർ കളക്ഷൻ എനിക്ക് ധീരനേക്കാൾ വരാൻ സാധ്യതയുണ്ട്. സാഹസം നെഗറ്റീവ് റിവ്യൂ പോസിറ്റീവ് റിവ്യൂ മിക്സ്ഡ് വന്ന പടമാണ്. ഓണത്തിന് മുന്നേ വന്നു, 2 ആഴ്ച മുന്നേ വന്ന പടമാണ്. ഏത് മൂഡ്? ഓണം മൂഡ്. റംസാന്റെ പടം. നരേനുണ്ട് അതിനകത്ത്. പിന്നെ ആ പിള്ളേരുടെ ടീമുണ്ടല്ലോ, മറ്റേ ഇവരുടെയൊക്കെ പേരൊന്നും മറന്നുമില്ല. കുട്ടി അല്ല, ബൈജുവും നമ്മുടെ കാർത്തിക്കും ഒക്കെ ഉണ്ട് അതിനകത്ത്. നമ്മുടെ കാർത്തിക് ഉണ്ട്, മറ്റേ ഭഗത് മാനുവലുണ്ട്, പിന്നുള്ള വെറും വർഷമുണ്ട്. എനിക്ക് മറ്റേ പടക്കളം പോലെ സിനിമയ്ക്കകത്തൊക്കെ വരുന്ന പിള്ളേരുടെ അവനല്ല, പക്ഷെ അതുപോലെ കുറെ പിള്ളേരുണ്ടല്ലോ, മെലിഞ്ഞ കുറെ ഇൻഫ്ലുവൻസർ പിള്ളേരുണ്ട് ഇതിനകത്ത്. ഇവരൊക്കെ ഉണ്ട് അതിനകത്ത്. ബാബു തന്നെയുണ്ട്. അത്യാവശ്യം നമ്മൾ പണ്ടൊക്കെ കണ്ടുകൊണ്ടിരുന്ന ഒരു തിങ്ങിന് അറൗണ്ട് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ, ഒരു വാല്യൂബിൾ ആയിട്ടുള്ള തിങ്ങിന് അറൗണ്ട് ആയിട്ടുള്ള കൺഫ്യൂഷൻസും പ്രശ്നങ്ങളാണ് ഈ പടത്തിലെ തീം. അങ്ങനെയുള്ള സിനിമകൾ ഇടയ്ക്ക് വരും. ഭയങ്കര കേപ്പർ ത്രില്ലേഴ്സ് എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന സാധനം. അതിന് അറൗണ്ടായിട്ട് ഇങ്ങനെ സാധനങ്ങൾ ബിൽഡായി പ്രശ്നങ്ങൾ വരും. കുറച്ച് ഓവർ ദ ടോപ്പ് ആയിട്ടുള്ള സാധനങ്ങൾ വരുന്ന സാധനം. തിയേറ്ററിൽ കണ്ടുകൊണ്ടിരുന്നപ്പോൾ നെഗറ്റീവ് റിവ്യൂ കേട്ടിട്ട് പോയി കണ്ടപ്പോൾ എനിക്ക് രസമായിട്ട് വർക്കായിട്ട് തോന്നുന്ന പടമാണ്. OTT വരുമ്പോഴും ഈ പറഞ്ഞാൽ നിങ്ങളും കണ്ടിട്ട് പറയും അത് രസം ഉണ്ടായിരുന്നില്ല, അടിപൊളിയായിരുന്നല്ലോ എന്ന് തോന്നുന്നു. അവിടെ ഇവിടെയും ഭയങ്കര രസമായിട്ട് എഴുതിയ സാധനം. വർഷയ്ക്ക് എനിക്ക് തോന്നുന്നു അത്യാവശ്യം മീറ്റി ആയിട്ടുള്ള റോള് കിട്ടിയ സിനിമയാണ് സാഹസം. സെക്കൻഡ് ഹാഫിൽ കുറേ സീൻസ് വർഷയ്ക്ക് അറൗണ്ടാണ് ബിൽഡായി പോകുന്നത്. ആ വർഷം വരുന്ന സീനുകളൊക്കെ ഭയങ്കര രസമാണ്. നായിക ഗൗരി കിഷനാണ് നായിക. വർഷ സെക്കൻഡ് ഹീറോ എന്ന് വേണം. റംസാന്റെ നായികയാണ് ഗൗരി കിഷൻ. നരേനാണ് അപ്പുറത്ത് നിൽക്കുന്ന ഒരു സാധനം. നരേന്റെ വൈഫാണ് വെറും വർഷ. ഇത് റംസാന്റെ ഫസ്റ്റ് നായകൻ സിനിമയാണോ? നായകനായിട്ടാണ്. റംസാൻ വേറെ സിനിമകളുടെ പാർട്ടായിട്ടേ ഉള്ളൂ. ഹീറോ ഹീറോ ഇതാണ് പായസം കുടിക്കാൻ പാടില്ല. റംസാൻ വേറെ പടങ്ങളുടെ പാർട്ടായിട്ടുണ്ടെന്നുള്ളൂ. ഹീറോ ആയിട്ട് പണ്ട് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. റംസാൻ ആദ്യ സമയത്ത് ഡീഫോർ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഏതൊരു പടത്തിൽ പോയി തല വെച്ചിട്ട് ഒരു ട്രോള് വരുന്ന ഒരു സാധനം. ഒരു കോളേജ് പോയി എന്ന് പറഞ്ഞിട്ട് ഒരു അമ്മാവൻ വന്ന്, നീ ഞങ്ങൾക്ക് കോളേജിൽ നിന്ന് ഡാൻസ് കളിക്കാൻ പോകുന്നു, നീയല്ല ഞങ്ങളാണ്. അതിന്റെ അടിയിലൊക്കെയുള്ള കമന്റ് കുറുകിട്ട് കുക്കറിൽ വെച്ച 12 സീം അടിച്ചാലും വേവില്ല, അത്രയ്ക്ക് പ്രായം ഉണ്ടാവാൻ. കോളേജിൽ ഡാൻസ് ബേസ് ഇവിടെ പുള്ളി വെച്ച് പ്ലാൻ ചെയ്ത് അതായിരിക്കും പുള്ളിയുടെ ഫസ്റ്റ് പടം തോന്നുന്നു. പിന്നെ പുള്ളി അവിടെ എവിടെയും ചെറിയ പാർട്ടായിട്ടൊക്കെ വന്നു പോയതല്ലേ ഉള്ളൂ. ഇതിൽ പുള്ളി ഹീറോ എന്ന് തന്നെ പറയാം, സെൻട്രിക് ക്യാരക്ടർ. പക്ഷെ എല്ലാവർക്കും അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് റോൾ വരുന്ന ഒരു സിനിമയാണ് സാഹസം. അപ്പം ധീരനും സാഹസവും ഒക്കെ OTT വരുമ്പോൾ ആൾക്കാർ കണ്ടിട്ട് കുഴപ്പമില്ലെന്നുള്ള റിവ്യൂസ് വരാൻ സാധ്യതയെന്ന് എനിക്ക് തോന്നിയായിരുന്നു. സാഹസം വരുമ്പോൾ കണ്ടു നോക്കി രസമായിരുന്നു. എനിക്ക് ധീരനിൽ സുധീഷ് ചെയ്തേക്കുന്നത് ഇഷ്ടപ്പെട്ടു. ആൻഡ് അശോകനും അടിപൊളിയായിരുന്നു. ആ പടത്തില് കുറെ രസമുള്ള സാധനങ്ങളുണ്ട്, കുറെ അടിപൊളി സാധനങ്ങൾ. പിന്നെ ഇങ്ങനെയുള്ള കുറെ സാധനങ്ങളെ ബ്രേക്ക് ചെയ്ത് നീ കണ്ടില്ല, OTT ഒന്നും കണ്ടില്ല. ക്ലീഷ ടൈപ്പ് സാധനങ്ങളെയൊക്കെ ബ്രേക്ക് ചെയ്തത് സെക്ഷുവാലിറ്റിയും അങ്ങനെയൊക്കെ അത് ഭയങ്കര ധീരമായിട്ടുള്ള അറ്റംപ്റ്റ് ആണ്. ധീരൻ ആ ചേച്ചിയെ പ്രപ്പോസ് ചെയ്യുന്നില്ലേ തുടക്കം തന്നെ വന്നിട്ട്. എനിക്ക് ശാരീരികമായും മാനസികമായും അതൊക്കെ ഗംഭീര സാധനങ്ങളായിരുന്നു. ശാരീരികമായും മാനസികമായും സ്നേഹിക്കാൻ ഒരാളെ വേണം. എനിക്ക് അതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ നാട്ടുകാർ എന്ന് പറയുന്നു. എനിക്കിപ്പോ തൽക്കാലത്തേക്ക് ശാരീരികമായും മാനസികമായും സ്നേഹം വേണ്ട എന്ന് വിചാരിച്ച് സ്നേഹമില്ലാന്നല്ല, എനിക്ക് നാട്ടുകാരെ പേടിയാ. ആ സാധനം നായിക മറ്റേ ലുട്ടാപ്പി യോഗിയുടെ ക്യാരക്ടർ പറയുന്ന കുറെ സാധനങ്ങളൊക്കെ ഭയങ്കര അടിപൊളിയാണ്.
അനീസിക്ക് സൊസൈറ്റിയോട് പറയാൻ ഉറക്കെ പറയാൻ നമ്മൾ എല്ലാ സാധനങ്ങളും നിങ്ങൾ പ്രണയം കല്യാണം എന്ന് കാണുന്നതിന് അപ്പുറത്തേക്ക് എനിക്ക് ചേട്ടനോട് ലസ്റ്റ് മാത്രമേ ഉള്ളൂ, ഫിസിക്കൽ റിലേഷനോടുള്ള താല്പര്യങ്ങൾ മാത്രമേ ഉള്ളൂ എനിക്ക്. അപ്പൊ അങ്ങനെയായിരുന്നു എനിക്ക് ഓക്കെ ആയിരുന്നു നായകനോട്. എന്നിട്ട് അതായത് നായകൻ കല്യാണം പ്രപ്പോസ് ചെയ്തത് കൊണ്ട് മുമ്പ് അയാളെ ബ്രേക്കപ്പ് ചെയ്ത് അല്ലെങ്കിൽ റിജക്ട് ചെയ്ത് കളയുകയും പിന്നീട് ഒരു സമയത്ത് പറയും എനിക്ക് ശരിക്കും നിങ്ങളോട് ഫിസിക്കൽ റിലേഷൻ മാത്രമായിരുന്നു ഓക്കെ ആയിരുന്നു, ഒരു കാഷ്വൽ റിലേഷൻ ആയിരുന്നു ഓക്കെ ആയിരുന്നു, നിങ്ങൾ ചുമ്മാ കല്യാണം എന്നൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിച്ചുകൊണ്ടാണ് ഞാൻ വിട്ടതെന്ന് പറഞ്ഞിട്ട് അവരുടെ ഫിസിക്കൽ റിലേഷൻ ട്രൈ ഔട്ട് ചെയ്യുന്നതും ഒരു സിറ്റുവേഷൻ വന്നാൽ അത് വേണ്ടെന്ന് വെക്കാനും പറ്റുന്നതും ഒരുമാതിരി. പക്ഷെ നാട്ടുകാർ വീണ്ടും പഴയ പോലെ പിടിച്ചപ്പോ പിടിച്ച് കെട്ടിക്കാന്നുള്ളതായി തീരുമാനം. അപ്പോഴും പുള്ളിക്കാരി സ്റ്റാൻഡ് പറയുന്നത് അങ്ങനത്തെ കുറെ പുള്ളിക്കാരിക്ക് വേണ്ടി നാട് വിടാണ് ഇയാള് നായകൻ. ആൻഡ് വേറെ ഹൈലൈറ്റ് ഞാൻ പറയാം, ഇന്ന് നീ പാലട കഴിച്ചെന്തുണ്ടെന്ന് അറിയും. ആ സിനിമക്കകത്ത് ഇവളുടെ അവന്റെ പേരെന്താണ്, ശബരി ശർമ്മയുടെ പേരെന്താണ്, യുണീക്ക് പേരാണല്ലോ, സ്പിനീഷും ഇയാളും കൂട്ടുകാരാണ്. രാജേഷ് മാധവന്റെ ക്യാരക്ടർ കൂട്ടുകാരാണ്, എൽദോസ്. അപ്പോൾ പുള്ളിക്കാർ ലുട്ടാപ്പിയോഗയെ ഇയാൾ പ്രപ്പോസ് ചെയ്യുന്നു, അപ്പൊ ഈ പറഞ്ഞ പോലെ ഒഴിവാക്കുന്നു. പക്ഷെ ഇവരുടെ കല്യാണം ഉറപ്പിക്കും. ഇവർ തമ്മിൽ ചെറുപ്പത്തിൽ കൊച്ചു റൈവൽറി ഈ പെണ്ണും തമ്മിലുള്ള കല്യാണം ഉറപ്പിക്കും. അപ്പൊ കല്യാണം തലേ ദിവസം ഇവിടെ സദ്യ വിളമ്പലും കാര്യങ്ങളൊക്കെ നടക്കുന്നു. അപ്പൊ നോക്കുമ്പോ അതിലെ ഒരു സീനിൽ മനോജ് കെ ജയന്റെ ക്യാരക്ടർ റമ്മില് പാലടപ്രഥമന് വെച്ചിട്ട് അടിക്കുന്നത്. അപ്പൊ പാലടപ്രഥമന് വെച്ച് അടിച്ചാ സൂപ്പറാന്ന് പറയും. പിന്നെ ബാക്കി ഇതില് സുധീഷ് ഒഴികെ ബാക്കി എല്ലാരും സുധീഷ് ഏറ്റവും അവസാനം സദ്യ കയറിക്കണം. സുധീഷിന് പാലടപ്രഥമൻ കിട്ടില്ല, ബാക്കി എല്ലാരും പാലടപ്രഥമൻ കഴിച്ചിട്ടുണ്ട്. പിറ്റേ ദിവസം കാലത്ത് എല്ലാവർക്കും വയറിളക്കം. ഈ സീന് കണ്ടിട്ട് ഇവന് പാലടപ്രഥമൻ കഴിക്കാൻ ഭയങ്കര ആഗ്രഹം. അതിന്റെ പുറത്തുനിന്ന് വരുന്ന വഴിക്ക് നമ്മൾ പാലട മേടിച്ചു. കൊച്ചുകുട്ടിയെ പോലെ കണ്ടു. അത് പാലട കഴിക്കുന്നുണ്ടല്ലോ, പാലട കഴിച്ച് വയറുകളൊക്കെ കണ്ടിട്ടുണ്ട് ഒരു പാലട കഴിക്കാൻ തോന്നി. ഇവന്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഇവ പാലടയുടെ സീൻ കണ്ടോ, പാലട വെച്ച് അടിക്കുന്ന സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ ഞാൻ പാലട മേടിച്ച് കഴിച്ചാലോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു വെയിറ്റ് എന്ന് പറഞ്ഞു, സീൻ ഇനി വരാനുണ്ട്. അടുത്ത സീനിലാണ് എല്ലാരും ആ കല്യാണം മുടങ്ങും, എല്ലാവർക്കും വയറിളകിയിട്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മളിന്ന് പാലട മേടിച്ച് കഴിച്ചത്. ധീരൻ സാഹസം വരുമ്പോഴത്തേക്ക് വെച്ചു എനിക്ക് സാഹസം ഇപ്പോഴും തിയേറ്ററിലുണ്ട്. നിങ്ങൾക്ക് ഓണത്തിന്റെ ഈ തിരക്ക് കഴിഞ്ഞിട്ട് ഇപ്പോഴും കാണാവുന്ന പ്രാവശ്യം ആമസോൺ പ്രൈം ഉള്ളവർക്ക് നിങ്ങൾക്ക് വെറുതെ 2-2.5 മണിക്കൂർ കളയുള്ളപ്പോ ചുമ്മാ നിട്ട് നോക്കും. അതിന്റെ ക്ലൈമാക്സ് വരെ സുഖമായിട്ട് പോകും. ഇത് ഈ പടം ഭയങ്കര ഹിറ്റായെന്ന് തോന്നിക്കുന്നത് എപ്പോഴും ക്ലൈമാക്സാ, അവിടെ ഇത് വീക്കാ. നീ പറഞ്ഞ പോലെ അത് കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ പടം ശരിക്കും ഭയങ്കര വിജയിച്ചേനെ പടം. പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നു, എല്ലാ ക്യാരക്ടേഴ്സും ഗംഭീര ക്യാരക്ടർ. അതില് ഇയാള് ചെയ്ത ക്യാരക്ടർ നമ്മുടെ അല്ലടാ നമ്മുടെ ഫാക്ടറിയിൽ കൂടെയുള്ള സിദ്ധാർത്ഥ് ഈ എല്ലാ ക്യാരക്ടേഴ്സും പോലീസ് ചെക്കിങ് വണ്ടി ചെക്ക് ചെയ്യണം, അതിനെന്തോ വണ്ടിക്കകത്ത് പിടിച്ചിട്ടുണ്ട് പോകും. വണ്ടിയുടെ അടുത്ത് അകത്തേക്ക് പോലീസുകാരനെ ഇട്ടിട്ട് ഇടിച്ചിട്ട് കൊണ്ടു. പുള്ളിക്കാരി തമിഴ്നാട്ടിൽ വന്ന് താമസായത് എങ്ങനെയാ? പുള്ളിക്കാരി നാവില് പാമ്പിനെ കൊത്തിക്കാൻ ഗോവയിൽ പോയിട്ട് പാമ്പിന്റെ നാവില് കൊത്തിക്കാൻ വേണ്ടി പോയപ്പോ അവിടെ ഉള്ളവര് പറഞ്ഞു ഏറ്റവും ബെസ്റ്റ് പാമ്പ് തമിഴ്നാട്ടിലാന്ന്. രാജാക്കാടെന്നാ പറയുന്നത്. അങ്ങനെ ജീവിക്കുന്ന സമയത്ത് ഭയങ്കര ആക്റ്റീവായിട്ടും ഉല്ലസിച്ച് ജീവിക്കണം, ഒട്ടും ബോറടിക്കരുന്ന് വിചാരിക്കുന്ന ഒരു മനുഷ്യൻ, എന്തെങ്കിലും ചെയ്ത് ബോറടി മാറ്റുന്ന ഒരു മനുഷ്യൻ, അങ്ങനെ ഒരു പ്രത്യേക ക്യാരക്ടേഴ്സ്, എല്ലാവരും ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ആണ്. മനുഷ്യന്മാരുടെ ലോകം അത് ഭയങ്കര രസമായിരുന്നു. പക്ഷെ അതിനെ പ്രോപ്പറായി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അതിന്റെ പ്രൊമോഷൻ വളരെ യൂണീക്ക് ആയിട്ടാണ് അവർ ചെയ്ത്. ഓർമ്മയുണ്ടോ? രണ്ട് ഏജ് കാറ്റഗറി തമ്മിലുള്ള ഇത് ക്ലാഷ് പോലെ. ഞങ്ങളെ നായകന്മാരെന്നും ചെറുപ്പക്കാർ വന്ന് നിൽക്കുമ്പോൾ മറ്റേമാര് നായകനാണ്. നല്ല സാധനമായിരുന്നു. ജഗദീഷിന്റെ ഇന്റർവ്യൂ ഇന്റർവ്യൂ ഇപ്പൊ കൂടുതലായിട്ട് കുറച്ച് ദിവസം പുള്ളി അത് രസമായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. പുള്ളി പണ്ടേ സംസാരിക്കാൻ ഭയങ്കര മിടുക്കനാണ്. ഇവര് പറയും മറ്റേ പണ്ട് ഫുട്ബോൾ മത്സരം ഈ കേരള ടീമും സിനിമ ടീമും ഫുട്ബോൾ മത്സരം നടന്നിട്ടുണ്ട് 90-കളിലൊക്കെ. അപ്പൊ അന്ന് ഭയങ്കര പ്രശ്നമാണ്. അതായത് അങ്ങനത്തെ ഇൻസിഡൻസ് ഇവരെ കാണാൻ കിട്ടാതെ അങ്ങനെ പ്രശ്നമുള്ളൂ. സിനിമാടന്മാരെ കാണാൻ ഇപ്പോഴാണല്ലോ ഇതൊക്കെ നമുക്ക് എത്ര എളുപ്പം ഇഷ്ടം പോലെ ഇന്റർവ്യൂ ഒക്കെ വരുന്നത്, ഇവരെ കാണാൻ കിട്ടത്തില്ലെന്ന്. അപ്പോൾ ഒരു പബ്ലിക് ഗ്രൗണ്ടിലേക്ക് വരുമ്പോഴത്തേക്ക് ഭയങ്കര ഇളക്കവും ബഹളവുമാണ്. അപ്പം അന്നൊരാൾ പറഞ്ഞാൽ അത്രയും ഇഷ്യൂ പോലീസ് നിന്നിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സ്ഥാനത്തെ കൺട്രോൾ ചെയ്ത് ഒരു മൈക്ക് കൊടുത്ത് ജഗദീഷിനെ ഇറക്കി വിട്ടപ്പോഴാണ്. പുള്ളി ആൾക്കാരെ സംസാരിച്ച് കൺട്രോൾ ചെയ്യാനും പ്രൊഫസറാണല്ലോ, പിന്നെ വാഗ്മി ആള് മിടുക്കനാണ്. ഈ നമ്മളിപ്പോൾ പറയുന്ന കോമാളി ക്യാരക്ടറിന്റെ അപ്പുറത്തേക്ക് പുള്ളിക്ക് ബുദ്ധിയും ഇന്റലിജൻസും ഒക്കെ ഉള്ള മനുഷ്യനാണല്ലോ. പുള്ളി അന്ന് മൈക്ക് എടുത്ത് ആൾക്കാരെ കൺട്രോൾ ചെയ്ത മനുഷ്യനാണെന്ന് ഞാൻ പണ്ട് ഇങ്ങനെ വായിച്ചു കേട്ടിട്ടുണ്ട്. അപ്പം ആൾക്കറിയാം ആൾക്കാരുടെ എങ്ങനെ സംസാരിക്കണം, അടിപൊളിയായിട്ട് പുള്ളി ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഈ ഇന്റർവ്യൂസിലൊക്കെ പുള്ളി ഭയങ്കര രസമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. സോ നമ്മൾ ഓണത്തിലേക്ക് തിരിച്ചു വരും. ഒടുക്കുതിര ചാടുക്കുതിര എക്സ്പെരിമെന്റൽ മൂവി തന്നെയാണ് ശരിക്കും, അങ്ങനെ തന്നെ കാണണമായിരുന്നു, അത് അങ്ങനെ തന്നെ പറയണമായിരുന്നു.
അൽത്താഫിന്റെ ഞണ്ടുകളുടെ നാട്ടിലെ ഇടവേളയിൽ നിന്നും കുറച്ചൊരു എക്സ്പെരിമെന്റിലാണിത്. ഞണ്ടുകളുടെ നാട്ടിലെ ഇടവേള ശരിക്കും ഒരു എക്സ്പെരിമെന്റൽ പടം തന്നെ എന്റെ ഓൾ ടൈം ഫേവറേറ്റ് പടങ്ങളിലൊന്നാണ് ഈ കനകം കാമിനി കലഹം, ഞണ്ടുകളുടെ നാട്ടിലെ ഇടവേള. അതിന്റെയൊക്കെ ഒരു സാധനം ഇതിലുണ്ട്. പക്ഷെ അത് കംപ്ലീറ്റ്ലി വർക്കൗട്ട് ആക്കാൻ പറ്റാതെ പോയി ചിലപ്പോൾ ആർട്ടിസ്റ്റുകളുടെ ആ ക്യാരക്ടറിനെ അവർ കൺസീവ് ചെയ്തതിലെ കുഴപ്പമായിരിക്കും. ചിലരെ വർക്കാവുന്നുണ്ട്. ലാലിനെ എല്ലാവർക്കും വർക്കായി എന്ന് പറയുന്നത് നെഗറ്റീവ് പറയുന്നുണ്ട്. ലാല് വർക്കായി. പക്ഷെ ലാലിനൊപ്പം തന്നെ വട്ടത്തരം കാണിക്കുന്നത് അല്ലെങ്കിൽ ഭയങ്കര എക്സാജറേറ്റഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് ഫഹദിൻ്റെയും ബാക്കിയുള്ളവരുടെയും ഒക്കെ. അപ്പോൾ ആ എക്സാജറേഷൻ ചിലപ്പോൾ നമുക്ക് കൺസീവ് ചെയ്യാൻ പറ്റാതെ പോകും. ഫഹദ് ശരിക്കും എനിക്ക് തോന്നുന്നു അതൊരു ക്രിട്ടിക്കൽ വിമർശനമായിട്ട് തന്നെ ഫഹദ് എടുക്കും. കാരണം അത്രയും ആൾക്കാർ പറയുകയാണല്ലോ ഇപ്പം പണ്ട് നമ്മൾ റൊമാൻസിനകത്ത് മാത്യു ഭയങ്കര ഓവറാണ്, ആ ക്യാരക്ടർ ഓവറാണ്. പക്ഷെ ആ ഓവറാണെന്ന് ഒരാൾ പറയുമ്പോൾ അത് വർക്കായതുകൊണ്ടല്ല എന്നുള്ളൊരു സാധനമുണ്ട്. ആ ക്യാരക്ടർ ഓവറാണ്, ആ ക്യാരക്ടർ ഓവറാണ്. അപ്പോൾ നിങ്ങൾ അയാൾ ഓവറാണെന്ന് ശരിക്കും ആ ക്യാരക്ടർ ഓവറാണ്. അപ്പോൾ അത് വർക്കായി എന്നല്ലേ നിങ്ങൾ വിചാരിക്കേണ്ടത്. പക്ഷെ അങ്ങനെയല്ല, ആ ഓവറാണെന്ന് പറയുന്ന ഒരു സാധനമാണ് ഇവിടെ പ്രശ്നം വന്നത്. ആ സാധനം ഓവറായിട്ട് ആൾക്കാർക്ക് ഫീൽ ചെയ്താണ് ഭയങ്കര നെഗറ്റീവ് വന്നിട്ട്. കല്യാണി പ്രിയദർശൻ നിങ്ങൾക്ക് അതിനകത്ത് വലിയൊരു കാര്യം പറയാനുള്ളത്, കല്യാണി പ്രിയദർശൻ അധിക നേരം സിനിമയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല എന്നുള്ളൊരു പ്ലസ് ഉണ്ട്. അത് ലോകയിലായിരിക്കും. അല്ല അങ്ങനെ ഇപ്പൊ പറയുന്ന ആൾക്കാർ അയ്യോ ലോകയിൽ അടിപൊളിയായി ഇതിൽ മോശം അങ്ങനെയൊന്നും ഇല്ല. ക്യാരക്ടേഴ്സ് തന്നെയാണ് നമുക്ക് ഇഷ്ടപ്പെടുന്ന ക്യാരക്ടേഴ്സ് ചെയ്യും. പുള്ളിക്കാർ ചെയ്തിട്ടുള്ള നല്ല ക്യാരക്ടേഴ്സ് നമുക്ക് എന്നും ഇഷ്ടപ്പെടുകയും ചെയ്യും. പുള്ളി ലോകയ്ക്കകത്തൊരു ഗംഭീര ഏതാണ് നല്ല ക്യാരക്ടർ? പുള്ളിക്ക് ലോകയ്ക്കകത്ത് പുള്ളിക്കാരി ഗംഭീര അഭിനയമാണെന്ന് ചോദിച്ചാൽ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ഏറ്റവും മോശം വർഷങ്ങൾക്ക് ശേഷത്തിലുള്ള കല്യാണി. അയ്യോ എന്ത് കൂറ. അതിനകത്ത് പലരും ഭയങ്കര മോശമല്ലായിരുന്നു അല്ലേ? ഈ ലോകയ്ക്കകത്ത് ഭയങ്കര അഭിനയം എന്ന് പറയുന്നത് ഒരു ആക്ഷൻ റോള് പുള്ളിക്ക് വളരെ വൃത്തിയായിട്ട് പുള്ളിക്കാർ ചെയ്തിട്ടുണ്ട്. അതായത് പുള്ളിക്കാരിക്ക് അങ്ങനെ ഇമോഷണലി ഔട്ട് ബേസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ സട്ടിലായിട്ടുള്ള റിയാക്ഷൻസ് കാണിച്ച് മമ്മൂക്ക ലാലേട്ടൻ ലെവലിലേക്ക് കൊണ്ടുവരികയോ ചെയ്യേണ്ട ആവശ്യമില്ല. ആ ക്യാരക്ടർ എന്താണ് അത് ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരിക്ക് ലിമിറ്റേഷൻസ് ഉള്ള ആക്ട്രസ് തന്നെയാണ്. പുള്ളിക്കാരി ഗംഭീര ആക്ട്രസ് ആണെന്ന് ആരും പറയണ്ട. പുള്ളിക്കാരി അത് വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ക്യാരക്ടർ എന്താണ് ചെയ്യുന്നത്? അവരവരുടെ പ്ലസ് പോയിന്റ് കണ്ടുപിടിക്കുക, വൃത്തിയായിട്ട് ചെയ്യുക എന്നുള്ളതല്ലേ ശരിക്കും വേണ്ടത്. അല്ലാതെ എല്ലാവരും എല്ലാം തികഞ്ഞ ആക്ടേഴ്സ് അല്ലല്ലോ. എല്ലാവരും കംപ്ലീറ്റ് ആക്ടർ. ഈവൻ ഫഹദ് ഫാസിലിനെ നിങ്ങൾ വിമർശിക്കുന്നുണ്ട് ഇവിടെ. ഇപ്പുറത്ത് ഒരു കോമഡി സിനിമ ചെയ്തപ്പോൾ ഫഹദ് ഫാസിൽ, അതായത് പുള്ളി കുറേ നാളായിട്ട് പറയുന്നത് ലാലേട്ടൻ തിരിച്ചു വന്നു എന്ന് പറഞ്ഞാൽ ഫഹദിനെ കമ്പയർ ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ തന്നെ തൊട്ടടുത്ത ദിവസം പറയുന്നത് അയാളെ ഇപ്പൊ തമാശ ലാലേട്ടൻ പറഞ്ഞു ഒരു പ്രോമോയില്, ഹൃദയബോധത്തിന്റെ പ്രോമോയില് ഫാഫ അറിയുന്നവരാണ് പറയുമ്പോ പുള്ളി അത് ചിരിക്കുന്നുണ്ട്. സീനിയർ അത് ലാലേട്ടൻ വരെ അംഗീകരിക്കുന്ന ഒരു സ്റ്റേജ് എത്തി എന്ന് നിൽക്കുന്നിടത്താണ് നമ്മൾ പറയുന്നത്. അതായത് ഭയങ്കര ഇളകി മറിഞ്ഞ് ലാലേട്ടനൊക്കെ ചെയ്ത റോള് ചെയ്യാൻ ഫഹദ് മോശമാണെന്ന് നമ്മൾ തന്നെ പറയുന്നത്. സോ ആക്ടേഴ്സ് അങ്ങനെയാണ്, അവർക്ക് ചില റോള് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. എപ്പോഴും ഒരു ഫാൻഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും അങ്ങനെയാണല്ലോ. എപ്പോഴും നമ്മൾ താലോലിക്കുന്ന പോലെ തന്നെ വിമർശനങ്ങളും കൊടുക്കും. ഈ ഏറ്റവും എക്സാമ്പിൾ ഇന്ത്യൻ ടീം ജയിക്കുമ്പോൾ ആൾക്കാർ ആഹാ തോറ്റു കഴിഞ്ഞാൽ അപ്പൊ ആ നിലത്തിൽ അടി. അപ്പൊ നമ്മൾ എന്തൊക്കെ പറയുന്നത് കൈക്കൂലി വാങ്ങിച്ചെന്ന് പറഞ്ഞല്ലേ, നമ്മൾ അങ്ങനെയൊക്കെ പറഞ്ഞത്. അതാണ് നമ്മുടെ സ്നേഹത്തിന്റെ ഒരു അളവ്. നക്കിക്കൊല്ലും അല്ലെങ്കിൽ കുത്തിക്കൊല്ലും, എന്തായാലും മരണം ഉറപ്പാണ്. സോ ഒടുങ്കുതിര ചാടുകുതിര OTT വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ അത്ര വിമർശിക്കേണ്ട കാര്യമില്ലെന്ന് ചിലപ്പോൾ പറഞ്ഞേക്കുമായിരിക്കും. പക്ഷേ സെക്കൻഡ് ഹാഫ് സ്റ്റിൽ ആ ക്വസ്റ്റ്യൻ മാർക്കുള്ള സാധനമുണ്ട്. മേനെ പ്യാർ കിയ കംപ്ലീറ്റ്ലി ഞാൻ 4ാം സ്ഥാനത്തേക്ക് തന്നെ തള്ളിയ പടമാണ്. ഞാനിത് രണ്ട് ഒരുമിച്ച് അടുപ്പിച്ച് കണ്ടു, അതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. കമ്പയർ ടു മേനെ പ്യാർ കിയ, ഒടുങ്കുതിര ചാടുകുതിര വാസ് എൻ്റർടൈനിങ്. മേനെ പ്യാർ കിയയ്ക്ക് ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ മേനെ പ്യാർ കിയയ്ക്ക് ഒരു അതന്നെ ആ ഒരു ബുക്കാക്കാൻ വേണ്ടിയുള്ള സാധനം അഴിച്ചിട്ട ഒരു ഫീൽ ഉണ്ടായിരുന്നു. ആ പേജ് അഴിഞ്ഞു, അത് പ്രോപ്പറായി ഒന്ന് കുത്തി കിട്ടുക അതൊന്നും ചെയ്തില്ല. ഡയറക്ടർ എഡിറ്ററോട് ചെയ്യേണ്ട ഫൈനൽ ടച്ചുകളൊന്നും ചെയ്യാത്ത പോലെ ജമ്പ് ചെയ്ത് എങ്ങോട്ടോ കാര്യങ്ങൾ കയറിപ്പോയി. 90s 2000 സ്റ്റാർട്ടിങ്ങിലൊക്കെ വന്നിട്ട് തമിഴ് സിനിമയുടെ പാറ്റേണുള്ള സാധനമാണ്. ഒരു ലവ് സ്റ്റോറിക്കകത്തൊരു ഇഷ്യൂസ് ഉണ്ടാവാൻ സാധ്യതയുള്ള ആംഗിൾസ് വരച്ചിടുക, അതിലേക്ക് ഇവരെ കണക്ട് ചെയ്യുക, പിന്നെ ലൈഫ് ത്രെട്ടനിങ് സിറ്റുവേഷൻസിലേക്ക് കൊണ്ടുപോവുക, ചെയ്സ് പ്രശ്നങ്ങൾ ഇതിൽ നിന്നല്ല ഇവർ എങ്ങനെ ഫേസ് ചെയ്ത് പുറത്തു വരും എന്ന് നമ്മളെ തന്നെ കൺഫ്യൂഷൻ അടിപ്പിക്കുക. ഈ സാധനമാണ് മെയിൻ പ്യാർ കിയ എന്ന് പറയുന്നത്. ഇല്ല അത് എന്തോ രീതിയിൽ നമ്മളിപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവർ കുറേ അതിനകത്തും അവർ കെമിയോസ് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും പ്രോപ്പറായി വർക്ക് ആവാതെ പോകുന്നു. നമുക്ക് പറഞ്ഞു ആന്റണി പെപ്പയാണ്. അവർ ഓൾറെഡി പോസ്റ്റർ റിലീസ് ചെയ്തു. പുള്ളിക്കാരി കൊള്ളാം, കണ്ടോണ്ടിരിക്കാം. പക്ഷെ ആക്ടിങ്ങും എനിക്ക് കുഴപ്പമില്ല. പുള്ളിക്കാരിക്ക് കാര്യമായിട്ടൊന്നും ചെയ്യല്ലോ. ഒന്നാമത്തെ കാര്യം വളരെ മനോഹരമായിട്ട് സംസാരിക്കാൻ അറിയാം പുള്ളിക്കാരി. മലയാളിയാണോ പുള്ളിക്കാരി? തമിഴാണ്. തമിഴ്നാട്ടുകാരിയായിട്ട് അതിനകത്തും അതുകൊണ്ട് കുഴപ്പമില്ല. ഈ തല്ലിപ്പൊളി ചോദ്യങ്ങളൊക്കെ ചോദിക്കില്ലേ, അതിനൊക്കെ പുള്ളിക്കാരി വളരെ മെച്ചമായിട്ട് നല്ല അടിപൊളി ഉത്തരങ്ങൾ കൊടുക്കുന്ന കുറച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. ഋതു ഹാറൂൺ നല്ല പെർഫോമറാണ്. പക്ഷെ ചില ഭാഗത്തൊക്കെ ഫ്ലാറ്റാണ്. പുള്ളിക്കാരന് മുറയ്ക്കകത്ത് ചെയ്ത റോളല്ല ഇതിനകത്ത്. ഒരു ക്ലൂലെസ് ചെറുപ്പക്കാരൻ പയ്യൻ പ്രണയത്തിന് വേണ്ടി നടക്കുന്ന ഒരാൾ പതുക്കെ പ്രശ്നങ്ങളിനകത്തേക്ക് ചാടുന്നതാണ് പടത്തിന്റെ തീം. ആ സാധനം സ്റ്റാർട്ടിംഗ് ഒക്കെ അത്രയും വർക്കായിട്ടില്ല, പക്ഷെ കുഴപ്പമില്ല. ഡീസന്റ് പെർഫോമൻസ് എന്ന് പറയാവുന്നതേ ഉള്ളൂ.
ആള് മിടുക്കനാണ്, അതായത് സാധ്യതയുള്ള ഐറ്റംസാണ് നമ്മുടെ ഈ ലെവൽ ഓഫ് ആർട്ടിസ്റ്റുകളുണ്ട്. ഋതു ഹാറൂണിന്റെ ഒക്കെ ടൈപ്പ് ഓഫ് ആർട്ടിസ്റ്റുകളുണ്ടല്ലോ, അതിനകത്ത് മേളിലേക്ക് കയറി വരാൻ സാധ്യതയുള്ള ആളാണ് ഋതു ഹാറൂൺ എന്ന് പറയുന്നത്. അർജുൻ കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. അർജുൻ വെട്ടിയാറുണ്ട്. വെട്ടിയാറിന് 2 പടമുണ്ട് ഈ ഓണം സീസണിൽ. വെട്ടിയാറ് മറ്റേ ഞാൻ അതാണ് ഇന്നലെ വർഷയോട് പറഞ്ഞത്, ഈ സീസണിൽ കല്യാണിക്ക് എനിക്ക് മാത്രം 2 പടമുള്ളെന്ന് ശ്രീകാന്ത് വെട്ടിയാറാ പറഞ്ഞത്. വർഷയ്ക്ക് ശരിക്കും 2 പടമുണ്ട്. സാഹസവും ഓണത്തിന് തൊട്ട് പിന്നെ വന്നാണല്ലോ, സാഹസവും ഇതും ഇതിനകത്തുണ്ട്. ഓടും കുതിര ചാടും കുതിരക്കകത്തും. മേനെ പേർക്കിയെ കാണാനുള്ളതുകൊണ്ടോ അറിയാൻ ഞാൻ നോക്കിയത്, പക്ഷെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ലെന്നാണ് എനിക്ക് അവസാനം കണ്ടു കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ എനിക്ക് തോന്നിയത്. ഭയങ്കര ലൂസ് റൈറ്റിംഗ്, വിഷ്വലി ത്രില്ലിംഗ് ആയിട്ടുള്ള സീനുകൾ അവിടെ ഇവിടെ കുറച്ചുണ്ടായി നിർത്തിക്കഴിഞ്ഞാൽ അങ്ങനെ. ഞാനൊരു സീൻ പറയാം. ഒരു ക്രിസ്ത്യൻ പയ്യൻ, നമുക്കറിയാവുന്ന ആക്ടറാണ് ചെയ്യുന്നത്. ക്രിസ്ത്യൻ പയ്യൻ ഒരു മുസ്ലിം പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രണയിക്കുന്നു. സുഹാനെ കല്യാണം, സുഹാന പൈസയുള്ള വീട്ടിലാണ്, ഇയാൾ അതിലും പൈസയുള്ള വീട്ടിലാണ്. സുഹാനെ കല്യാണം കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ട് വീട്ടിൽ ചെന്ന് ഡയറക്റ്റ് പെണ്ണി ചോദിക്കും ധൈര്യമായിട്ട്. അപ്പോൾ ഞങ്ങൾ ഓർത്തഡോക്സ് ഫാമിലിയാണ്, ഞങ്ങൾ വീട്ടിലെല്ലാം ചേർന്നൊക്കെ തീരുമാനിക്കുന്ന ചേട്ടൻ ഞങ്ങളെല്ലാവരും വീട്ടിൽ ഞങ്ങളുടെ പെണ്ണിനെ ഞങ്ങൾ അങ്ങനെ ഇട്ട് കൊടുക്കില്ല എന്ന് പറയും. അവൾ വന്ന് പറയും, ചേട്ടാ എനിക്ക് ചേട്ടനിലാൻ ജീവിക്കാൻ പറ്റുന്ന അറിയാമല്ലോ, ഞാൻ ഇവിടെ നിന്ന് കല്യാണം കഴിക്കാതെ നിന്ന് ഇവർ അറിയണം, ഇവർ അനുഭവിക്കണം, ഞാൻ നരകിക്കുന്ന അനുഭവിക്കുന്നത്, ചേട്ടൻ വേറെ കല്യാണം കഴിച്ചെന്ന് പറയുന്നു. അവൻ അപ്പം തന്നെ പ്രണയത്തിന് വേണ്ടി അവൻ തീരുമാനിച്ച് ഫ്രണ്ട്സിനോട് ടാറ്റ പറഞ്ഞ് പൊന്നാനി വണ്ടി കയറി പോകുന്നു. സുഹാനെ കെട്ടാൻ വേണ്ടി അവൻ പൊന്നാനി പോയി തിരിച്ച് മുസ്ലിമായി തിരിച്ചു വരുമ്പോഴത്തേക്ക് സുഹാന ആരുടെയോട് ഒളിച്ചോടിപ്പോയി. അപ്പൊ ശ്രീകാന്ത് വെട്ടിയാർ പറയും, സുനയും പോയി സുഹാനയും പോയി. ദ ബെസ്റ്റ് ഡയലോഗ് മേനെ പേർക്ക് അതാണ്. അത് മാത്രമേ ഉള്ളൂ കാണാനുള്ളത്, നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അതല്ല, പക്ഷെ അങ്ങനെയുള്ള കുറെ സാധനങ്ങൾ ഫൺ മൊമെന്റുകളൊക്കെ ഉണ്ട് അതിനകത്ത്. പക്ഷെ ത്രൂ ഔട്ട് അസ് എ മൂവി നോക്കുമ്പോഴത്തേക്ക് എന്തോ പ്രശ്നം. വെട്ടിയാരുടെ അമ്മ വന്നിട്ടുണ്ടോ അതിനകത്തില്ലെന്ന് തോന്നുന്നു, ഞാൻ കണ്ടില്ല. എന്തുണ്ടായിരുന്നു അതിൽ ചോദിച്ചത്? ഇല്ല, വെട്ടിയാർ മാത്രമേ ഉള്ളൂ. ജിംഖാനിൽ പുള്ളിക്കാരി ഉണ്ടായിരുന്നു, അത് ഒരുമിച്ച് വരുന്ന പാക്കേജ് പോലെ വന്നതല്ലേ. ഓണത്തിന് എനിക്ക് തോന്നുന്നു, ഓണത്തിന് അടുത്ത ആഴ്ചയും ഓണത്തിന്റെ പ്രോപ്പർ ടൈമിൽ തമിഴ് സിനിമ റിലീസുണ്ട്. AR മുരുകദോസിന്റെ മദ്രാസി എന്ന് പറഞ്ഞ സിനിമ, ശിവകാർത്തികേയൻ പടം ഉണ്ട്. മുരുകദോസ് സിക്കന്ദറിന്റെ ക്ഷീണം തീർക്കുമോ നോക്കാം. സിക്കന്ദറിന്റെ ഒരു റീല് ഞാൻ കണ്ടാണ്, 9 മണി കഴിഞ്ഞിട്ടേ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു സെക്കൻഡ്, സിക്കന്ദർ എന്ന് പറയുന്നത് സൽമാൻ ഖാന്റെ പടം. അത് 10 മിനിറ്റ് ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അയാള് റീടേക്ക് പോവില്ല, റീടേക്ക് പോകില്ല. പണ്ട് നവാസുദ്ദീൻ സിദ്ദീഖി ABയുടെ കൂടെ കണ്ടിരുന്നപ്പോ പുള്ളി പറഞ്ഞിട്ടുണ്ട്, ബായി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വരെ എടുക്ക പോവാ. വില്ലൻ നവാസുദ്ദീൻ സിദ്ദീഖിയായിരുന്നു. അതായിരിക്കും അന്നത്തെ സൽമാന്റെ അന്നത്തെ ഹിറ്റ് പടമാണ് കിക്ക്. അപ്പൊ അതിനകത്തെ വില്ലൻ ബായിയുടെ മോഡ് അങ്ങനെയാണ്. ബായി രാത്രി 9 മണി കഴിഞ്ഞിട്ടേ വരുള്ളൂ, പുറത്ത് ഷൂട്ടൊന്നുമില്ല. ഗ്രീൻ അത് ഇപ്പോഴത്തെ സിറ്റുവേഷൻ പറയുന്നത്. അതായത് പുള്ളിക്ക് ആ ത്രെട്ട് കിടക്കുന്നതുകൊണ്ട് പുള്ളി മോർണിംഗ് സമയത്ത് പകൽ സമയത്ത് പുറത്തിറങ്ങുന്നില്ല, ഇരുട്ടിന്റെ മറവിൽ വന്ന് ഷൂട്ട് ചെയ്തിട്ട് പോകുന്നു. ഔട്ട്ഡോർ റിസ്കി സംഭവങ്ങളൊന്നും എടുക്കുന്നില്ല. പക്ഷെ വേറെ കാര്യം പറയും, ഭായി വന്നിട്ട് മറ്റേ ബിഗ് ബോസ് ഹോസ്റ്റ് ചെയ്യുന്ന കാണണം, അടിപൊളിയാണ്. അവന്റെ പൊന്നെ, അതിന്റെ കുറച്ച് റീൽസ് ഒക്കെ കണ്ട് പുള്ളി മറ്റേ ഈ സാധനമാണ്. സത്യത്തിൽ പുള്ളിയെ അഭിനയിപ്പിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ എന്തിനാ പുള്ളിയെ കൊണ്ട് അഭിനയിക്കുന്നത്? പുള്ളി ആ സാധനം ചെയ്യുന്നത്. അതായത് അർണോൾഡ് ഷ്വാസ്നഗർ എന്താണ് ചെയ്യുന്നത് സിനിമയ്ക്കകത്ത്, അത് അവരെ കൊണ്ട് അതേ ചെയ്യിക്കുള്ളൂ. നിങ്ങൾ അയാളെ കൊണ്ട് അഭിനയിക്കാനുള്ള സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ട് പോകരുത്. അയാൾക്ക് ഇമോഷൻ കൊടുക്കുന്ന പുള്ളിയെ കൊണ്ട് നിങ്ങൾ സത്യത്തിൽ അത് നല്ലായിരുന്നു. അങ്ങനെയല്ലടാ, അതാ പുള്ളി ആ സാധനം നമ്മള് ചെയ്യാൻ പറ്റത്തില്ലെന്ന് വിചാരിച്ച സാധനം പുള്ളിയെ കൊണ്ട് അത്യാവശ്യം ഡീസന്റ് ആയിട്ട് ചെയ്യിച്ച പടങ്ങളിലൊന്നാണ് ബജ്രംഗി. ഡയറക്ട് ചെയ്ത് കബീർ ഖാൻ, ചക് ദേ ഇന്ത്യ. അറിയാവുന്ന, അതായത് പണിയെടുപ്പിക്കുന്ന ഒരാള്, പുള്ളിയെ കൊണ്ട് പണിയെടുപ്പിക്കണം, അത് വേറെ കഴിവാ അല്ലേ? അല്ല, അവൾ അത്രയും സ്റ്റാറിൽ നിൽക്കുന്ന ഒരാൾ എപ്പോഴും അങ്ങനത്തെ സിനിമകൾ ചെയ്യും. പക്ഷെ ചിലര് ആരും മസിൽപിടുത്തം ടിപ്പിക്കൽ മാസ് മസാല മൂവീസ് ഇറങ്ങി അത് ഓടുമല്ലോ. ഇവിടെ ഇവരെ സംബന്ധിച്ച് പൈസയാണല്ലോ ഒരു വലിയ ഘടകം. ഫ്ലോപ്പ് ചെയ്ത് ആണോ തകർന്നു തരിപ്പണമായിട്ട് പോയി എന്നുള്ള. അത് 200 കോടി രൂപയ്ക്കൊക്കെ ഒരു പടം ചെയ്തിട്ട് 200 കോടി രൂപ കളക്ഷൻ ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. അത് രശ്മിക എത്ര മേടിക്കുന്നുണ്ടാവും? 10-15 കൊല്ലം അല്ലെങ്കിൽ അതിക്കുള്ളൊന്നും വാങ്ങിക്കാൻ സാധ്യതയില്ല. സൽമാൻ വാങ്ങിക്കുന്നുണ്ടാവും അതിന്റെ 50% ഷെയർ എല്ലായിടത്തും എഴുതി വാങ്ങിച്ചു. പുള്ളിയുടെ തന്നെ പ്രൊഡക്ഷൻ ഹൗസ് ആണ് അല്ലല്ലോ, എസ്കേപ്പ് അത് പ്രൊഡ്യൂസ് ചെയ്യാൻ തോന്നുന്നു. ഇനി അല്ലെങ്കിലും അവർ എഴുതി വാങ്ങുന്ന ഒരു പർട്ടിക്കുലർ ഇൻ അഡ്വാൻസ് ഒരു പേയ്മെന്റ്, ബാക്കി എല്ലാ സർക്യൂട്ടിന്റെ 50% അങ്ങനെയൊക്കെ ഇവരെല്ലാവരും പടം വെക്കുന്നത് തോന്നുന്നു. അത് ഭയങ്കര നഷ്ടം, പ്രൊഡ്യൂസർക്കൊക്കെ ഭയങ്കരമായിട്ട് നഷ്ടം വരും അങ്ങനത്തെ പടങ്ങൾ. അത് നല്ല സ്ക്രിപ്റ്റ് എഴുതുക, അവർക്ക് പറ്റുന്ന സ്ക്രിപ്റ്റ്, ടെംപ്ലേറ്റ് സ്ക്രിപ്റ്റ് എഴുതുക, കൊണ്ടുപോയി ചെയ്യുക എന്നുള്ളതാണ്. പുള്ളി AR മുരുകദോസ് കുറേ നാളായിട്ടൊരു കരിയറിന്റെ മോശം സ്റ്റേജിലാണ്. അതുകൊണ്ട് ശിവകാർത്തികേയൻ പടത്തിലൂടെ തിരിച്ചു വരുമെന്നല്ലാരും നോക്കുന്നത്. മദ്രാസി ഒരു ആക്ഷൻ റൊമാൻസ് പടം തന്നെയാണ് തോന്നുന്നത് എൻ്റെ ട്രെയിലർ കണ്ടിട്ട്. എൻ്റെ നായിക ഞാൻ മറന്നുപോയല്ലോ. മദ്രാസി ട്രെയിലർ നോക്കണം. അശോക് സെൽവൻ പുതിയ സിനിമ ചെയ്യുന്നില്ല? ഉണ്ട്, അശോക് സെൽവൻ ഒരു പടം വരാനുണ്ട്, മാ വെച്ചൊരു പടം വരാനുണ്ട്.
ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ് ഓണത്തിന് ഇവിടെ ആൻഡ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സെപ്റ്റംബർ വിനീത് ശ്രീനിവാസൻ മോഹൻലാലിനോടുള്ള സ്നേഹം കൊണ്ട് ഓണം റിലീസിൽ നിന്ന് ബൈക്കൗട്ട് ചെയ്തിട്ട് സെപ്റ്റംബർ ലാസ്റ്റിലേക്ക് പടം അനൗൺസ് വിനീത് ചെയ്തിട്ടുണ്ട്. ശ്രീനിവാസൻ കരം വിനീത് ശ്രീനിവാസന്റെ ത്രില്ലർ ബാക്ക് ടു ഫീൽ ഗുഡ് വിട്ടിട്ട് വിനീത് ശ്രീനിവാസൻ ത്രില്ലർ ജോണറിലേക്ക് തിരിച്ചു വരുന്നു. നോബൽ പ്രണവിന്റെ പടത്തിന്റെ പേര് എന്താ? ഡയസ് എറേ അങ്ങനെ ഇത്തിരി വ്യത്യാസം ഉണ്ട്. DIESIRE പ്രേത സിനിമയാണോ അത്? പടം. ഹൊറർ. ശരിയാ. രാഹുൽ സദാശിവൻ ഭ്രമയുഗം ഭൂതകാലം ഒക്ടോബറിലാണ്. അതുപോലെ ലാലേട്ടന്റെ മകളുടെ സിനിമ വരുന്നുണ്ട്. അതുടനെ കാണത്തില്ല, സമയം എടുക്കും. ഷൂട്ട് Announce ചെയ്തേ ഉള്ളൂ. അതാരാ ചെയ്യണേ? അല്ല ജൂഡ് ജൂഡാണ് അനൗൺസ് ചെയ്തത്. ജൂഡായിരിക്കും അല്ലേ? സോ ഓണം സീസൺ കഴിഞ്ഞാൽ ഈ 3-4 പടം വരാനുള്ള മദ്രാസി, കരം, ഹാല്, ബൾട്ടി. ഷീനികളും 2 പടം. ബൾട്ടി നന്നായിരിക്കും. നോക്കാം, ഒരു ഡിഫറെന്റ് പടമായിരിക്കാം. സായി അഭ്യങ്കറിന്റെ ഫസ്റ്റ് പടം മലയാളം എന്ന് പറയാം. മലയാളത്തിലും തമിഴിലും ബൈലിംഗിൽ പോലെ ആയിരിക്കും ബൾട്ടി വരുന്നത്. പക്ഷെ അതിൽ ചെയ്ത റിലീസായ ഒരു പാട്ട് കേട്ടപ്പോൾ പുള്ളിയുടെ ആദ്യം ഇറങ്ങിയ 2 സിംഗിൾസിന്റെ അത്ര എത്തില്ലെന്ന് എനിക്ക് തോന്നി. അത് പക്ഷെ ആ സിറ്റുവേഷനിലായിട്ട് ഐ മീൻ സിനിമയ്ക്ക് വേണ്ടി ചെയ്യുമ്പോൾ ഇത്തിരി വ്യത്യാസങ്ങളുണ്ടല്ലോ. ജാലക്കാരി ഫസ്റ്റ് 2 നേരം മൊത്തം പുള്ളിക്കാരൻ്റെ ഒരു ക്രിയേറ്റീവ് ഫ്രീഡം അല്ലെങ്കിൽ പുള്ളിക്കാരന് വേണ്ടുന്ന രീതിയിൽ സിനിമയ്ക്ക് വേണ്ടി ചെയ്യുമ്പോൾ ബിറ്റ് ഡിഫറെന്റ്. ഓക്കെ, അതൊക്കെയാണ് ഓണത്തിന്റെ പരിപാടികൾ. ഏതൊക്കെയാണ് ഇനി അടുത്ത വരുന്ന വലിയ പടങ്ങൾ? മലയാളത്തിന് വലിയ പടങ്ങൾ കളങ്കാവലുണ്ട്. ഒരു സിറ്റ്കോം വരുന്നുണ്ട്, വലിയൊരു സിറ്റ്കോം വരുന്നുണ്ട്. ജോൺ ജോ ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയന്റെ ഭാര്യ 2 വർഷം കഴിഞ്ഞ് തിരിച്ച് സ്റ്റാൻഡപ്പ് കൊമേഡിയന്റെ ഇവിടെ ജീവിക്കാൻ വരുന്നു. അപ്പോൾ ആ സ്റ്റാൻഡപ്പ് കോമഡിയന് തോന്നുന്നു ഒരു ഡെയിലി വ്ളോഗ് ചെയ്യണമെന്ന്. അങ്ങനെ സ്റ്റാൻഡപ്പ് കൊമേഡിയന്റെ മാനേജറിനെ കൂടെ അതേ വീട്ടിൽ താമസിപ്പിക്കുകയാണ്. അപ്പോൾ ഈ മാനേജറിന്റെയും ഭാര്യന്റെയും നടുക്ക് ജീവിക്കുന്ന കഷ്ടപ്പെടുന്ന സ്റ്റാൻഡപ്പ് കൊമേഡിയന്റെ കഥയാണ് ആ സിറ്റ്കോം. ഈ സിറ്റ്കോം ഉടനെ റിലീസ് വരുന്നതായിരിക്കും. അടുത്ത മാസം തൊട്ട് ഷൂട്ട് കൊടുക്കുന്നതായിരിക്കും. എല്ലാ ദിവസവും ഒരു എപ്പിസോഡായിട്ട് ഇടാനാണ് പ്ലാൻ. ഇതിന്റെ അവസാനം ഒരു ചലഞ്ച് ഉണ്ട്. ഈ ആദ്യത്തെ എപ്പിസോഡിൽ 2ാമത്തെ എപ്പിസോഡിൽ നമ്മളുടെ വ്യത്യാസം കണ്ടുപിടിക്കുക. അതായത് വേറെ എന്തിട്ട് നമ്മുടെ ജീവിതത്തിലൊന്നും സംഭവിക്കില്ല. എല്ലാ ദിവസവും ഒരുപോലെ തന്നെയല്ലേ. വീട്ടില് വെറുതെ ഇരുന്ന് നടക്കില്ല. 2023 ഇഷ്യൂസ് ഉണ്ടാക്കണം. ഒച്ച ഉണ്ടാക്കണം. നിങ്ങൾക്ക് കാണുന്നവർക്ക് അറിയാത്തൊരു കാര്യം, 2023 ഒരു സിറ്റ്കോം ഡയറക്ട് ചെയ്യാൻ വേണ്ടിയാണ് റിൻഷാദിനെ നമ്മൾ ഈ കൂട്ടത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഇപ്പൊ റിൻഷാദ് ഇവിടെ ഇരുന്നുകൊണ്ട് പോഡ്കാസ്റ്റില്, വിറ്റോക്സില്, ഓക്കേസിലൊക്കെ നമുക്ക് നറേഷന് കോമ്പറ്റീഷൻ ഉണ്ടാക്കാൻ നോക്കുക. ഏത് നമ്മൾ കൊണ്ടുവന്ന് നമുക്ക് പുറകിൽ നിർത്താൻ കൊണ്ടുവന്ന് ക്യാമറയുടെ ഫ്രണ്ടിൽ നമ്മളെ തോപ്പിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക. ഇതൊരു ലേണിംഗ് കർവ് ഉണ്ട് ഇതിന്. പെട്ടെന്നൊരു ആരും സ്റ്റാർസ് ആവുന്നില്ലല്ലോ, സ്റ്റാർ ടെക്നീഷ്യൻസ് ആവുന്നില്ല. ഇതൊക്കെ നമ്മൾ പഠിച്ച് അതാ പറഞ്ഞ അടുത്ത മാസം നമ്മൾ സിറ്റ്കോം ചെയ്യുന്നു. റിൻഷാദിന്റെ അകത്ത് ഞാൻ നല്ലൊരു സിറ്റ്കോം ഡയറക്ടറിനെ കാണും. പക്ഷെ അതിന് ഞാൻ ഇവനെ കൂട്ടില്ല. ചുമ്മാ റിൻഷാദിനെ സിറ്റ്കോം ഡയറക്ടർ ആക്കാൻ വേണ്ടിയാണ് നീ കൊണ്ടുവന്നത്. അതെ, സന്തോഷം. എന്നിട്ട് ആ സിറ്റ്കോം നടന്നില്ല. നമ്മൾ സ്ക്രിപ്റ്റ് എഴുതിയതാണ്, പൈലറ്റ് എപ്പിസോഡ് ഷൂട്ട് ചെയ്തതാണ്. അങ്ങനെ വളരെ നമ്മൾ വർക്ക് ചെയ്യുന്നില്ല നിങ്ങൾ വിചാരിക്കും. പക്ഷെ നമ്മൾ എന്തോരം വർക്ക് ചെയ്താന്നറിയാം. ഒരു 2-3 മാസം പുറകെ വേണ്ട, നമുക്ക് ചെറിയ സ്കെയിലില് എക്സ്പെരിമെന്റ് ചെയ്ത് തുടങ്ങിയിട്ട് ഞാൻ പറഞ്ഞിട്ട് നമുക്ക് ആ സ്ക്രിപ്റ്റ് വിനീത് ശ്രീനിവാസനെ കൊടുത്തിട്ട് വേണ്ട സിനിമയാക്കി ഫ്ലോപ്പ് ആയി നിൽക്കുന്നത്. നമുക്ക് സെല്ലുബായിക്ക് കൊടുക്കാതെ നമുക്ക് മലയാളം വിട്ടിട്ട് മലയാളി ബോളിവുഡിലെ കാശുള്ളവൻ റൂട്ട് ചെയ്യുക അത് പറ്റും. അത് കേവലം ധാത്രിമാരല്ലോ. മറിച്ചിന് മാതൃഭാഷ മറ്റു ഭാഷ എന്തും അത് അറിയാവുന്ന ഇപ്പൊ കമന്റ് ചെയ്യും. നമുക്ക് എന്ത് പറഞ്ഞാൽ പിള്ളേരെ അതാകുമ്പോ കുറച്ചുകൂടെ നന്മയും കൂടെ വരും. രസമായിട്ട് ചെയ്യും. മലർവാടി പോലെ ചെന്നൈയില് നമുക്ക് ചെയ്യാം. അപ്പൊ കൾച്ചറൽ റൂട്ട് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. നമുക്ക് അലക്സിന്റെ വീട്ടിൽ താമസിക്കാമല്ലോ സമയത്ത്. നമുക്കിനി ബാംഗ്ലൂർ ഷോ നല്ലൊരു പോസിറ്റീവായിട്ട് ഇപ്പൊ നമുക്ക് ബാംഗ്ലൂർ ഷോ ചെയ്യാം, ചെന്നൈയിൽ ഷോ ചെയ്യാം. ഒരുത്തനെ ഹൈദരാബാദിനും വേറെ ബോംബെക്കൊക്കെ പറഞ്ഞു വിടും. ഹർഷത്തിനെ ഹൈദരാബാദ് വല്ലതും കൊണ്ട് പ്ലേസ് ചെയ്യാം. ബോംബെക്ക് വിടാം. അവിടെ ഭയങ്കര കെ പ്രൊഡക്ഷൻസ്, ധർമ്മ പ്രൊഡക്ഷൻസിലും കരൺ ജോഹറിന്റെ അടുത്ത് പോകാൻ പറഞ്ഞാൽ നിർബന്ധിച്ച് വിടാം. നമുക്ക് അവൻ ബോംബെയിൽ ഫ്ലാറ്റ് ഒക്കെ എടുത്ത് താമസിച്ച് നമുക്ക് ബോംബെയിൽ ഷോ ചെയ്യാം. നമുക്കൊരു ഷോയ്ക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ട്രാവല്, അക്കോമഡേഷൻ ഒക്കെയാണ്. ഇതിൽ ട്രാവൽ എന്തായാലും നമ്മൾ കയ്യിൽ ചെന്നൈയിൽ അന്ന് ഇതുണ്ടായിരുന്നെങ്കിൽ നമ്മൾ അവിടെ ഒരു 3 ഷോ ചെയ്താലേ ഒരൊറ്റ ഷോ ചെയ്തിട്ട് ഓടി പോകുന്നത്. അന്ന് ആ മറ്റേ ഇട്ടാവട്ടം ലോഡ്ജിനകത്ത് 5 പേര് മത്തി പൊരിക്കേണ്ട പോലെ ഇങ്ങനെ കിടന്ന്. അന്ന് നമുക്ക് VIP ഷോ ഉണ്ടായിരുന്നോണ്ട് കുഴപ്പമില്ലായിരുന്നു.
ഇൻ എഫക്റ്റ് ആ സംഭവം പരിപാടി സക്സസ്ഫുൾ ആയിരുന്നു. പിന്നെ ഷോയ്ക്കും ആളുണ്ടായിരുന്നു. വൺസ് ഇന്ത്യ വൈയിൽ വെച്ചാൽ എനിക്ക് എല്ലായിടത്തും ഷോയ്ക്ക് അവിടെ ആളുണ്ട്. ചെന്നൈയില് നമുക്ക് ടിക്കറ്റ് ഒക്കെ പോയി 65 ടിക്കറ്റ് വിൽക്കാൻ പറ്റില്ല. ആ വെന്യൂ അടിപൊളിയായിരുന്നു. നല്ലായിരുന്നു. മേടൈ പക്ഷെ അവരുടെ പ്രൈസ് കുറച്ച് കൂടുതലാണ്. ഈ പറഞ്ഞ പോലെ പാർക്കിംഗ് ഇല്ല. മറ്റേ ആൽബിൻ ചെയ്ത വെന്യൂ ഉണ്ട് ഇടം. നല്ല ലാഭമാണ്. ഓക്കെ, ടിക്കറ്റ് ഷെയർ ആണ്. അവിടെ പാർക്കിംഗ് സ്പേസ് ഉണ്ടോ? ഇവിടെ മേടയില് മേട ഒട്ടും ഇല്ല. നമ്മളൊരു ഏപ്രിൽ സെപ്റ്റംബറിലാണ് ഇപ്പൊ നിൽക്കുന്നത്. സെപ്റ്റംബറിലെ സിനിമകൾ പറഞ്ഞു. സെപ്റ്റംബറിൽ നമ്മുടെ ഷോസ് പ്ലഗ് ഇൻ ചെയ്യാം. ആദ്യം സെപ്റ്റംബർ 13 മഹാദേവന്റെ ക്രൗഡ് വർക്ക് ഷോ കോമൺസിൽ വെച്ചുണ്ട്. സെപ്റ്റംബർ 21 ഞായറാഴ്ച. സെപ്റ്റംബർ 14 ദീപകിന്റെ ക്രൗഡ് വർക്ക് കം സ്റ്റാൻഡപ്പ് ഷോ നമ്മളുടെ കോമൺസിൽ വെച്ച് തന്നെ കൊച്ചിയിലുണ്ട്. സോ കൊച്ചിയിൽ അടുത്ത ആഴ്ച 2 ഷോസ് ഉണ്ട്. അതിന്റെ തൊട്ടടുത്ത ആഴ്ച സെപ്റ്റംബർ 21 ഞായറാഴ്ച ഞാനും ജോൺ ജോയും കൂടെ ചെയ്യുന്ന ക്രൗഡ് വർക്ക് ഷോ കുറച്ച് ടിക്കറ്റ്സ് ബാക്കിയുണ്ട്. നിങ്ങൾ ബുക്ക് മൈ ഷോ നോക്കിയാൽ മതി. മാമനോട് ഒക്ടോബർ 12 ബാംഗ്ലൂർ കോർമംഗല മിനിസ്ട്രി ഓഫ് കോമഡിയിൽ വെച്ചിട്ട് മഹാദേവന്റെ ക്രൗഡ് വർക്ക് ഷോ ഉണ്ട്. അതിന്റെ ടിക്കറ്റ് മൂവ് ആയി തുടങ്ങിയിട്ട്. അപ്പോൾ നിങ്ങൾ ബാംഗ്ലൂർ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ടിക്കറ്റ്സ് ബുക്ക് ചെയ്യാം. സെപ്റ്റംബർ 20 നിങ്ങൾ ഈ കഴിഞ്ഞില്ല. സെപ്റ്റംബർ 20 ബാംഗ്ലൂരിൽ ഞാനും ആൽബിനും ചെയ്യുന്ന പൺമാൻ റെക്കോർഡിംഗ് ഷോ ഉണ്ട്. അതിന് ദയവായി വരിക, ചിരിക്കുക. റെക്കോർഡിംഗ് ഷോ എന്ന് വെച്ചാൽ നിങ്ങളുടെ ചിരി അതിനകത്ത് വരും. നിങ്ങളുടെ ഭാഗ്യമാണ്. ഒപ്പം തന്നെ നമ്മൾ 100-300 ആള് കാണുന്ന പരിപാടിയിൽ നിങ്ങളുടെ ചിരി വരും. നമ്മൾ 90+ എപ്പിസോഡ്സിലാണ് ഇപ്പൊ നിൽക്കുന്നത്. നമ്മൾ 100 എപ്പിസോഡ് ലൈവ് എപ്പിസോഡ്സ് സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ടായിരിക്കും മഹാദേവൻ. 100 ആ സമയത്തേക്ക് 1-2 എപ്പിസോഡ്സ് ലൈവ് ചെയ്യാൻ നമുക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ ബാംഗ്ലൂർ ചെയ്തേക്കും. വി ആർ ഇൻ പ്ലാനിങ് സ്റ്റേജ് ആൻഡ് കൊച്ചി കൺഫേം. നമുക്ക് അന്ന് നമ്മുടെ കോമഡി തിയേറ്ററിൽ നമുക്ക് ചെയ്യാം. കൊച്ചിൻ നമ്മൾ കൺഫേം ആയിട്ട് ചെയ്യും. അത് കൺഫേം ആണ്. കൊച്ചിൻ പീപ്പിൾ നിങ്ങൾ ബാംഗ്ലൂർ ഷോ എല്ലാം നോക്കണമെന്നില്ല. ലൈൻ കട്ട് വിറ്റോക്സ് ഇന്ത്യ ടൂർ പറയാം. എല്ലാ ബാംഗ്ലൂർ, ചെന്നൈ, ട്രിവാൻഡ്രം, കൊച്ചി 4 വീടുണ്ട്. 4 പോവാം. ശരി ഓക്കെ റെഡി. ട്രിവാൻഡ്രം, കൊച്ചി, ബാംഗ്ലൂർ, ചെന്നൈ. നമുക്ക് ഷൂട്ടും വേണം. ഷൂട്ട് വേണം അല്ലേ? ഷൂട്ട് വേണ്ട. വേണ്ട, നമ്മള് അഖിലിനടുത്ത് കെട്ടിയെടുത്ത് കൊണ്ടുവന്നു. അഖിലിനെ ഇവിടെ വേണം. നമ്മുടെ വിറ്റോക്സ് കമ്മ്യൂണിറ്റിനെ മീറ്റ് ചെയ്യാൻ വിറ്റോക്സ് കമ്മ്യൂണിറ്റി മീറ്റ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അനൗൺസ് നമുക്ക് അടുത്ത ഷെഡ്യൂൾസ് നമ്മൾ അനൗൺസ് ചെയ്യാം. ഒക്ടോബറിൽ എന്തായാലും ആദ്യമായിട്ട് നമുക്ക് ഈ ഇതിന്റെ റെസ്പോൺസ് എങ്ങനെയുണ്ട് നോക്കാം. നമ്മൾ ലൈവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എപ്പിസോഡ് എങ്ങനെ റെസ്പോൺസ് നോക്കാം. ആദ്യം കൊച്ചി തന്നെ കൊച്ചിയിലെ ആൾക്കാർ വന്നില്ലേ എവിടെ വരാനാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് വരുന്നത്? എനിക്കൊന്നും അത് വരും, ഉറപ്പായിട്ട് വരും. കൊച്ചിയിലാണ് വരുന്നത്. കൊച്ചിയും വരും, ബാംഗ്ലൂരും വരും. കൊച്ചി തന്നെ നിങ്ങൾക്ക് ഹൗസ്ഫുൾ ആക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പിന്നെ വേറെ സിറ്റീസ് ആലോചിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞു. റഫ്ലി ഡേറ്റിലെങ്കിലും ടെന്റേറ്റീവ്ലി ഇത് ഒക്ടോബറിലായിരിക്കും ഹാപ്പൻ ചെയ്യുന്ന ഷൂട്ട്സ്. കാരണം നവംബർ സ്റ്റാർട്ടിംഗിലാണ് 100 എപ്പിസോഡ്സ് വരാൻ സാധ്യത. നമ്മൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 101 എപ്പിസോഡിൽ നമ്മൾ ഫസ്റ്റ് സീസൺ ബ്രേക്ക് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. സോ ദാറ്റ് നമുക്കൊരു സെക്കൻഡ് സീസൺ ഉടനെ തന്നെ പ്ലാൻ ചെയ്തിട്ട് ഒന്ന് നമുക്ക് പണ്ടൊട്ടേ ആൾക്കാർ നമ്മുടെ സ്റ്റാർട്ടിങ് മ്യൂസിക് നമ്മുടെ ഇത് മാറ്റണം. നമുക്ക് ജസ്റ്റ് വിത്ത് കിങ് എന്ന് പറഞ്ഞിട്ടൊരു ഗെയിം ഷോ. ഓ സൂപ്പർ അല്ലേ? ജസ്റ്റ് വിത്ത് കിങ് അത് അടിപൊളിയായിരിക്കും. ഗസ്റ്റ് ഉള്ളൊരു ഗെയിം ഷോ. ഈ ഐഡിയ നമുക്ക് വേറെ പുറത്ത് കൊടുക്കണ്ട. ഇല്ല, ഒന്നാമത് നമുക്ക് കേരളത്തിൽ ആരും ചെയ്യുന്നില്ല ഇങ്ങനെ പ്രോഗ്രാം. അപ്പൊ നമ്മൾ ഇത് ആദ്യം നമുക്ക് ചെയ്തു തുടങ്ങണം. കാരണം നമ്മളെ കൊണ്ട് ചോദ്യങ്ങളൊക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്ത് വെക്കാം. കുറച്ച് ചോദ്യങ്ങളും കാര്യങ്ങളും പ്രിപ്പയർ ചെയ്ത് നമുക്ക് എന്തായാലും ഇതിലൊരു പ്രശ്നമില്ല. നല്ല ഗെയിംസ് ജെംസ് വെച്ചിരിക്കണം. ആണോ മറ്റേ ഗസ് ചെയ്യുന്ന പരിപാടിയല്ലേ? ഇങ്ങനെ റീലിലൊക്കെ കുറെ റീലുകളിൽ ഓടുന്ന സാധനങ്ങളല്ലേ? ഫ്രഷ് ഒന്നും നമുക്ക് വേണ്ട. ഫ്രഷ് സാധനങ്ങളൊന്നും വേണ്ട. ഇവര് ഈ പറഞ്ഞ സാധനം ഷൂട്ട് കഴിഞ്ഞു. എന്ന് പറഞ്ഞ പ്രമുഖമായ ചാനലിൽ ജസ്റ്റ് ജോക്കിംഗ് എന്ന് പറയുന്ന ഒരു ഗെയിം ഷോ ആയിട്ട് വരാൻ പോകുന്നുണ്ട്. സോ നമ്മൾ ചെയ്യുന്ന വിവിധ കണ്ടന്റുകളുടെ എക്സ്പാൻഷന്റെ ഭാഗമായിട്ട് ജോൺ ജോയുടെ ചാനൽ നമ്മൾ വീണ്ടും ആക്ടിവേറ്റ് ചെയ്യുകയാണ്. ജോ ജോക്സ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളതായിരിക്കും മിക്കവാറും വിറ്റോക്സ് ആയിരുന്നു എനിക്ക് തോന്നുന്നത്. അല്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ജോ ജോക്സ് നമ്മൾ ഉടനെ തന്നെ ജോണിന്റെ ഗെയിം ഷോ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ജോക്കിംഗ് ആ ജോയിങ് കിങ്ങും നിങ്ങൾ അങ്ങനെ ഇത് കാണുന്ന ഞെട്ടും. ടൈറ്റിൽ കാണുമ്പോൾ നിങ്ങൾ ഞെട്ടും എന്തായാലും. സോ അങ്ങനെ ഞാൻ പറഞ്ഞത് നമ്മൾ വിറ്റോക്സ് നിർത്തി പോലെ ഇതേ സമയം ഓക്കേസ് നമ്മൾ റെഗുലർ ആയിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കേസ് നമ്മൾ പല ടൈപ്പ് ഓഫ് സ്റ്റോറീസ് ചെയ്യുന്ന ഒരു എപ്പിസോഡ്. നമുക്ക് പുതിയൊരു ഇതായിരിക്കും സാധനം ലൈവില് പോയി നമ്മൾ ചെയ്തു തുടങ്ങിയാൽ ചിലപ്പോൾ നമ്മൾ ടൂർ ചെയ്യാം. ഏത്
നോക്കാം നമുക്ക് റെസ്പോൺസ് സ്റ്റാർട്ടിംഗ് റെസ്പോൺസ് നമ്മളെപ്പോഴും ഉടനെ എടുത്തിയാടി എല്ലാം ചെയ്യല്ലോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇവിടെ വേറൊരു സിറ്റി ചെയ്യുമ്പോൾ ഒരാൾ പോയിട്ട് വരുന്നതിന് എക്കണോമിക്കലി നമുക്ക് ചിലപ്പോൾ ഡീൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ 4 പേരും പിന്നെ പ്രൊഡക്ഷനും കൂടെ പോയി വരുമ്പോഴേക്കും അതാ പറഞ്ഞു നമ്മൾ വിചാരിക്കുന്നതിന്റെ അപ്പുറത്ത് വിജയായിരിക്കും. അത് ശരിയാ ഇതുപോലെ നമ്മൾ എന്തൊക്കെ വിചാരിച്ചു തുടങ്ങിയത്. ഓക്കെ നമുക്ക് നോക്കാം. അപ്പൊ ആ വരുന്ന എപ്പിസോഡുകൾക്കൊക്കെ നല്ല സൂപ്പർ താങ്ക്സ് ഒക്കെ ഇട്ട് ഞങ്ങൾ സഹായിക്കണം. ഞാൻ സെപ്റ്റംബർ ഫസ്റ്റ് ഡേറ്റ് QR കോഡ് കൊടുത്താലോ എന്ന് ആലോചിക്കുന്നുണ്ട്. അതല്ലേ നല്ലത്. ടീഷർട്ട് നമ്മൾ ആ ടീഷർട്ട് ഇട്ടോണ്ടിരിക്കുക അല്ലേ? ഒരു QR കോഡ് വെച്ചാലാ QR കോഡ് വെക്കണം. എന്തിനാ സൂപ്പർ താങ്ക്സ് കൊടുക്കണ്ടേ? UPI നമ്പർ സൂപ്പർ താങ്ക്സ് ഒരു 10-40% യൂട്യൂബ് തന്നെ വിഴുങ്ങും. നമ്മളെ കൊണ്ട് യൂട്യൂബ് പറഞ്ഞിട്ടില്ലായിരുന്നു. അല്ല ഇവർക്ക് അറിയാമായിരിക്കില്ല, കാണുന്നവർക്ക് ഒരു UPI ID കൂടെ കൊടുത്തോ ഇതിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ ഇത് ചെയ്യാൻ പറയാം. ഓക്കെ റെഗുലർലി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി അങ്ങനെ ഇനിയിപ്പോ എപ്പിസോഡ് വന്നില്ലെങ്കിലും കോൺട്രിബ്യൂട്ട് പിന്നെ വേണേ മെമ്പർഷിപ്പ് ഓണാക്കാം. അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുള്ള ചുമ്മാ മാസം കാശ് യൂട്യൂബ് നോക്കൂലേ? മെമ്പർഷിപ്പ് യൂട്യൂബ് നോക്കും. എന്തിനാ നമ്മളായിട്ട് യൂട്യൂബിൽ കേൾക്കാൻ പാടില്ല, വേറെ ഭാഷ സംസാരിക്കും. വിദേശത്ത് നിന്നും ഇത് വന്നു അത് വന്നു എന്നൊക്കെ പറഞ്ഞ അവസാനം എന്നെ പൂട്ടും ചിലപ്പോ. മനസ്സിലായി? എന്താ എന്റെ റിൻഷ എങ്ങനെ പോയാലും ഇത്ര നിന്റെ അക്കൗണ്ടിൽ വരണ്ട. നീ ഇപ്പൊ പോയി അവിടെ ഒരു 6-7 വർഷം കിടന്നാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല അല്ലേ? അല്ലാതെ ഇത് ഞങ്ങളുടെ സിറ്റ്കോ നീ അവിടെ ഷൂട്ട് ചെയ്തോ? അവിടെ ഉണ്ടല്ലോ ഇത് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ആരുടെ ശ്രദ്ധയിൽ അക്കൗണ്ടിൽ 1 ലക്ഷത്തിന് കൊണ്ടുവരുന്നത്. ഇത് അതൊന്നും വരണില്ലല്ലോ. റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അങ്ങോട്ടൊരു 10,000 രൂപ തന്നാലും ചില അക്കൗണ്ടിൽ നിന്നൊക്കെ 1000 രൂപ വന്നാലും പ്രശ്നമാവും. പണി തരാൻ വേണ്ടി ആരെങ്കിലും ഏതെങ്കിലും ഫേക്ക് ഈ സംഭവങ്ങളിൽ നിന്നൊക്കെ അങ്ങനെയൊക്കെ ഫ്രണ്ട്സിന്റെ ഒക്കെ കേസ് അങ്ങനെ മൊത്തം അക്കൗണ്ട് ഫ്രീസ് ആവുന്ന കേസ് ഉണ്ട് അറിയോ? ഇന്ത്യ മഹാരാജ്യത്തിൽ നിന്ന് നിന്റെ പേരും ഭയങ്കര പ്രശ്നമാണ് റിൻഷാദ്. പക്ഷെ ഈ കുര്യൻ കിടക്കുന്നോണ്ട് ഇത്തിരി കൺഫ്യൂഷൻ. കുര്യനാണോ? ആ കുര്യനെ അത് മതി. നമുക്ക് ഗസ്റ്റുകൾ വരുവാണെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കാം. ഗസ്റ്റുകൾ നല്ല ഗസ്റ്റുകൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗസ്റ്റുകളെ അറിയാവോ? എന്നാൽ അവരുടെ അടുത്തൊന്ന് പറയൂ, നമ്മള് ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്യാൻ. ഞാൻ ഉദ്ദേശിക്കുന്നത് അതാണ്. നമ്മള് ഒരു സീസൺ ബ്രേക്ക് സുമേഷനോട് പറഞ്ഞ് സീസൺ 2 പെയിന്റ് മുഴുവൻ മാറ്റാൻ പറയാം. മൊത്തത്തിൽ ഔട്ട്ലുക്ക് മാറ്റണം. അങ്ങനെ മൊത്തത്തിൽ ഞാൻ ആഗ്രഹിക്കുന്ന വിറ്റോക്സ് സെക്കൻഡ് വരുമ്പോ വരുമ്പോൾ നമ്മളത് മൊത്തത്തിൽ മാറി ഈ ടോക്ക് ഷോയുടെയും പോഡ്കാസ്റ്റിന്റെ ഒക്കെ രീതിയിലും കുറച്ച് മാറി ഗസ്റ്റുകൾ റെഗുലർലി വരുന്ന ആൻഡ് ഗസ്റ്റുകളെ നമ്മൾ അങ്ങോട്ട് അപ്രോച്ച് ചെയ്ത് സിസ്റ്റമാറ്റിക് ആയിട്ട് സിനിമകൾ റിലീസുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നോക്കി PR വർക്കേഴ്സുമായിട്ട്. അല്ല കുറെ ടോപ്പിക് നമ്മൾ പറഞ്ഞ് എടുത്തിട്ട് സംസാരിക്കാതെ ടോപ്പിക്സ് ഉണ്ട്. അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇല്ല ഇപ്പൊ ഓൾറെഡി 91ാമത്തെ എപ്പിസോഡ് ആയത്. ഇനി കിടക്കല്ലേ, നമുക്ക് ലൈവിൽ ചെയ്യുമ്പോൾ നല്ല നല്ല കഴമ്പുള്ള ഒരു ടോപ്പിക് എടുക്കണ്ടേ? ലൈവിന് നമുക്ക് 2 ടോപ്പിക്സ് അടിപൊളി ടോപ്പിക്സ് പിടിക്കാം. 2 or 3 ലൈവ്സ് വേണമെങ്കിൽ ചെയ്യാം. ബട്ട് എന്തായാലും ഒരെണ്ണം ചെയ്യും കൺഫേം ആയിട്ട്. ഒക്ടോബറിൽ അവിഹിതങ്ങൾ ഒരു വിഷയമായിട്ട് എടുക്കാം. നോക്കാം ആ ചെയ്യുന്ന നമുക്ക് പ്ലാൻ ചെയ്യാം. നോക്കാം സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്യാം. ഒക്ടോബറിൽ എന്തായാലും ലൈവ് നമ്മൾ ഒരെണ്ണം പോഡ്കാസ്റ്റ് ലൈവ് വരും. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള നോക്കുക. കൊച്ചി നമ്മൾ എന്തായാലും ചെയ്യും. ബാംഗ്ലൂരും ട്രിവാൻഡ്രം നമ്മൾ ചെയ്യുന്നുണ്ടോ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ? ഓണത്തിന്റെ സ്പിരിറ്റ് നമ്മൾ ഒട്ടും തള്ളി കയറ്റിയില്ലല്ലേ? ശരി കറക്റ്റ് ശ്രുതിയിലെ പാടി. തിരുവാണപ്പാട്ടായല്ലേ?